dear students, welcome to the session. So, എല്ലാവരും +2 board exams in the preparations and the biology exam is scheduled on May 30th. So, അതിന് വരാൻ സാധ്യതയുള്ള കുറച്ച് important questions ആണ് ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. And I am Zindralla. I am Lakshmi and Karta. Myself Anju. So, നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റിന്റെ പാറ്റേൺ ഒക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ടോട്ടൽ 35 മാർക്സിനാണ് ഈ പ്രാവശ്യത്തെ +2 ബോർഡ് എക്സാം ബയോളജി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 3 സെക്ഷൻസ് ഉണ്ടാവും. സെക്ഷൻ എ ഇതിൽ 6 ക്വസ്റ്റ്യൻസ് ആണ്. അത് 2 മാർക്ക് വീതമുള്ള 6 ക്വസ്റ്റ്യൻസ്. പിന്നെ വരുന്നത് സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയിലും 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന് ഓരോന്നിനും 3 മാർക്സ് ആയിരിക്കും. പിന്നെ വരുന്നത് സെക്ഷൻ സി ആണ്. സെക്ഷൻ സി ഒരു കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. ഇതിന് 5 മാർക്കായിരിക്കും. അതിൽ ഓപ്ഷൻസ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ആൻസർ എഴുതാം. അങ്ങനെ ടോട്ടൽ 13 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമ്പൽസറി ആയിട്ട് ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഓരോ ക്വസ്റ്റ്യൻസിനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡയഗ്രാംസ് നിർബന്ധമായിട്ട് നിങ്ങൾ വരയ്ക്കണം. ഡയഗ്രാംസ് വരയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലേബലിംഗ് അല്ലെ മിസ്, ലേബലിംഗ് കറക്റ്റായിട്ട് ഉണ്ടാവണം. ഓക്കെ, ഹെഡിങ് ഉണ്ടാവണം. പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് അത് പ്രസന്റ് ചെയ്യാം. ഓക്കെ, MCQ ഇല്ല. അതെ MCQ ഇല്ല, എല്ലാം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് സെക്ഷൻ എയിലോട്ട് കിടക്കാം അല്ലേ മിസ്? So let us start the questions. Right? And first question, name the cells that act as HIV factories in humans when infected by HIV. Explain the events that occur in these infected cells. And another question ആണ്. ഒരു question കൂടെ ഉണ്ട്. Principle of vaccination is based on the property of memory of the immune system. Taking one suitable example, justify the statement. ഓർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. നെയിം ദ സെൽസ് ദാറ്റ് ആക്ട് ആസ് HIV ഫാക്ടറി എന്നല്ലേ. സോ HIV ഫാക്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്ന സെൽസ് ഇറ്റ് ഈസ് ദ മാക്രോഫേജസ്. മാക്രോഫേജസ് ആണ് HIV ഫാക്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്ന സെൽസ്. വെൻ ഇറ്റ് ഇസ് ഇൻഫെക്റ്റഡ് ബൈ ആൻ HIV വൈറസ്, ആ വൈറസിന്റെ പ്രോട്ടീൻ കോട്ട് വെളിയിൽ നിന്നിട്ട് അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഇസ് ആക്ച്വലി എൻറ്ററിങ് ദ ബോഡി ഇൻസൈഡ് ദ ഹോസ്റ്റ് സെൽ. And using the host mechanism, this machinery use it is replicating. അതിന് തന്നെ എന്താ റിട്രോ വൈറസ് ആണ് അതല്ലേ. സോ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് യൂസ് ചെയ്തിട്ട് വൈറൽ RNA വൈറൽ DNA ആയിട്ട് കൺവേർട്ടഡ് ആവുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് ഗെറ്റിംഗ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ ഹോസ്റ്റ് സെൽ DNA. ആ DNA ഇൻകോർപ്പറേറ്റഡ് ആയി ഹോസ്റ്റ് മെഷീനറി യൂസ് ചെയ്തിട്ട് ഇറ്റ് ഇസ് മൾട്ടിപ്ലൈങ്, ഇറ്റ് ഇസ് replicating and producing more copies of viral DNA, which is then translated into viral proteins, and the assembly of this viral DNA and viral protein result into more and more viral progenies, isn't it? And they actually rupture the host cell, releasing these viral cells so that they can attack more and more T cells and all. കൂടുതൽ T cells-നെ macrophages-നെ അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് സിവിയർ ആവുന്നു. ഫൈനലി ഇറ്റ് ഇസ് ഡിസ്ട്രോയിങ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം. അതുകൊണ്ട് തന്നെ HIV വന്നതുകൊണ്ടല്ലല്ലോ, HIV ഇമ്മ്യൂൺ സിസ്റ്റം ഡിസ്ട്രോയ് ചെയ്തതുകൊണ്ട് ബാക്കിയുള്ള ഇൻഫെക്ഷൻസ് കാരണമാണ് ഒരാൾ ഫീറ്റൽ കണ്ടീഷനിലോട്ടൊക്കെ പോകുന്നത്. ഓക്കെ, so let us see the answer. It is a retrovirus where it is having a viral RNA core. So they are infecting the macrophages. So macrophages ആണ് അവിടെ viral factory ആയിട്ട് ആക്ട് ചെയ്യുന്നത്. And this is a retrovirus where other macrophagesനെ അറ്റാക്ക് ചെയ്യുന്നു. animal cellനെ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ see here the viral RNA is getting inserted. Viral RNA ആണ് അകത്തേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത്. where it is getting changed. Replication നടക്കുമ്പോൾ viral RNA is forming viral DNA using reverse transcriptase ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. And we will get the viral DNA where this viral DNA is getting incorporated. See, this is the host DNA. Host RNA യിലേക്ക് അത് incorporated ആവുകയാണ്. And it is then replicating. It is producing more and more copies of this viral DNA. ആൻഡ് ഇവിടെ ഇവരെന്താ ചെയ്യുന്നത്, വൈറൽ DNA-യിലേക്ക് ട്രാൻസ്ലേഷൻ വഴി വൈറൽ പ്രോട്ടീൻസ് ഉണ്ടാവുകയാണ്. ആൻഡ് വി നോ ദാറ്റ് വൈറൽ DNA കോട്ടഡ് ബൈ വൈറൽ പ്രോട്ടീൻസ് ഇറ്റ് ഫോംസ് ദ progeny viruses, and new viruses are produced there where they will actually rupture the animal cells and releasing these new viruses to the outside, and they can infect other cells. So they will infect more and more T cells and macrophages, finally destroying the immune system of that particular person. സോ അങ്ങനെയാണ് അതിൻ്റെ ഒരു ആക്ഷൻ വരുന്നത്. ഓക്കെ, ദെൻ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് പറയാം. ദ ഇവന്റ്സ് ദാറ്റ് occur. The first step is the virus enters the macrophages where viral RNA replicates to form viral DNA using the enzyme reverse transcriptase.
reverse transcriptase. Okay. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് യൂസ് ചെയ്തിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ DNA-യിൽ നിന്നാണ് RNA പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറയുന്നത്. പക്ഷെ ഇവിടെ RNA is getting converted എന്ന് പറഞ്ഞാൽ it is replicating to form viral DNA. Okay, and that is done with the help of reverse transcriptase, and this viral DNA get integrated into the host cell's DNA, where these host cell incorporated ആയി കഴിയുമ്പോഴേക്കും they are actually directing these cells. They are using the host machinery to produce more viral RNA, and this viral RNA brings about the synthesis of viral proteins. Translation via viral proteins ഉണ്ടാകുന്നു, and the assembly of viral RNA and proteins lead to the formation of more and more viruses. These are the events that are taking place inside a macrophage. Okay. In next question ആയിരുന്നു. Next question. Principle of vaccination is based on the property of memory of the immune system. Taking one suitable example justify this statement. So vaccination എന്ന് പറയുമ്പോൾ it is actually using killed or attenuated pathogen ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. either killed or attenuated pathogen. ഒന്നല്ലെങ്കിൽ അങ്ങനെ ആവാം, അതല്ലെന്നുണ്ടെങ്കിൽ ഈ പാത്തജന്റെ ആന്റിജനിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് we are actually supplying or introducing these to a person so that അപ്പോൾ വരുമ്പോൾ ഒരു സിവിയർ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ വരുന്നില്ല, ഒരു മൈനർ ഇൻഫെക്ഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത്, ആൻഡ് our immune system will actually recognize that particular foreign body and it will start producing antibodies against them. Okay. Antibodies produce ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി it is producing B and T memory cells, and these memory cells, so ഫസ്റ്റ് എൻകൗണ്ടർ വരുമ്പോൾ there is a latent period, ഒരു ലേറ്റന്റ് പീരിയഡ് അവിടെ വരുന്നുണ്ട്, സോ ദാറ്റ് ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വരുന്ന പാത്തജൻ ഏതാണെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യാനും അതിനെതിരെയുള്ള ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാനും ഇറ്റ് ഇസ് ടേക്കിംഗ് സം പീരിയഡ്. ദാറ്റ് ഇസ് ദ ലേറ്റന്റ് പീരിയഡ് ഓഫ് റെക്കഗ്നിഷൻ ആൻഡ് പ്രൊഡ്യൂസിംഗ് ആന്റിബോഡീസ്. പക്ഷേ വൺസ് ദ ലിംഫോസൈറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് they also produce some memory cells too, so that ഒരു സെക്കൻഡ് എൻകൗണ്ടർ ഉണ്ടാവുമ്പോൾ റെഡിലി അതിനെതിരെയുള്ള ആന്റിബോഡീസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഒരു ലേറ്റന്റ് പീരിയഡ് വരുന്നില്ല, പെട്ടെന്ന് തന്നെ. അപ്പോൾ സിവിയർ ഒരു റിയൽ പാത്തജൻ അവർ ഇൻഫെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇറ്റ് ക്യാൻ ബി റിസോൾവ്, റെക്ടിഫൈഡ് മോർ ഈസിലി. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ബിഗ് അഡ്വാൻറ്റേജ് ഓഫ് ദാറ്റ് വാക്സിനേഷൻ. ആൻഡ് അതിന്റെ ഒരു എക്സാമ്പിൾ എന്നാണ് നമുക്ക് പറയാം പോളിയോ വൈറസ്. പോളിയോ വാക്സിൻ IPV ആൻഡ് OPV ആയിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇറാഡിക്കേറ്റഡ് ഫ്രം അവർ കൺട്രി, ഇസ്ന്റ് ഇറ്റ്? കാരണം അത് നമ്മൾ ആർട്ടിഫിഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് റിയൽ ആയിട്ടൊരു പോളിയോ മൈലറ്റിസ് വൈറസ് നമ്മളെ ഇൻഫെക്ട് ചെയ്താലും we are having the antibodies against them and we can easily destroy that particular pathogen. So it can be said as an example for that. And so അതിൽ എഴുതേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ്: the process of introduction of vaccine into an individual, it provides protection against a particular disease, അല്ലെ? അതിന് വേണ്ടിയിട്ടാണ് വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫോർ ദാറ്റ് we are using either killed or attenuated pathogen or antigenic preparations or products of that particular pathogen, and it is actually stimulating our immune system to produce antibodies produce ചെയ്യാനായിട്ട് ലിംഫോസൈറ്റുകൾ T lymphocytes ആവാം, അതല്ലെന്നുണ്ടെങ്കിൽ B lymphocytes ആവാം. ഇതിനെല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് our body is actually stimulated by our immune system, T or B lymphocytes, and along with that our immune system also produce T or B memory cells which last for a few months or for a lifetime, entire lifetime. ഇപ്പോൾ കുറച്ച് സമയത്താണെന്നുണ്ടെങ്കിൽ we will go for booster dose കൊടുക്കുകയാണ്, so that our immune system will produce this antibodies more and more, പിന്നീടും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ചിലത് എൻറ്റയർ ലൈഫ് ടൈം തന്നെ ആ ഒരു ഇമ്മ്യൂണിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതുണ്ടാവാം. ആൻഡ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പോളിയോ വാക്സിനേഷൻ പറയാനായിട്ട് സാധിക്കും, വേർ ഇറ്റ് റിയലി ഹെൽപ്പ് ഇൻ ഇറാഡിക്കേറ്റിംഗ് ദ പോളിയോ ഡിസീസ് ഫ്രം അവർ കൺട്രി. ഓക്കെ, സെക്ഷൻ എയിലെ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് വരാം. Specific Bt toxin gene is incorporated into cotton plants so as to control the infestation of bollworm. Mention the organism from which the gene was isolated and explain its mode of action. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കൂ. സ്പെസിഫിക് BT ടോക്സിൻ ജീൻ അല്ലേ, നമുക്കറിയാം സ്പെസിഫിക് ആയിട്ടുള്ള BT ടോക്സിൻ ജീൻ ഇത് എവിടെ നിന്നാണ് എടുക്കുക? ബാസിലസ് തുറിഞ്ചൻസിസ് എന്ന ബാക്ടീരിയയിൽ നിന്നാണ് നമുക്ക് കിട്ടുക, അല്ലേ? ഇതിനെ ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു കോട്ടൺ പ്ലാന്റ്സ്, അല്ലെ? ഈ ജീനെ പിന്നീട് കോട്ടൺ പ്ലാന്റ്സിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തു സോ ആസ് ടു കൺട്രോൾ ദ ഇൻഫെസ്റ്റേഷൻ ഓഫ് ബോൾവർംസ്.
അപ്പോൾ ബോൾ വേംസിന്റെ ഇൻഫെസ്റ്റേഷനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ പർട്ടിക്കുലർ ജീൻ, അതായത് ബീറ്റ ടോക്സിൻ ജീനിനെ നമ്മൾ ബാസിലസ് തുറിഞ്ചിൻസിസ് എന്ന ബാക്ടീരിയയിൽ നിന്ന് എടുത്ത് കോട്ടൺ പ്ലാന്റ്സിലോട്ട് കൊടുത്തു. അങ്ങനെ കോട്ടൺ പ്ലാന്റ്സിനെ ഒരു ജെനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ് ആക്കി മാറ്റി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതൊന്നുമല്ല, മെൻഷൻ ദ ഓർഗാനിസം ഫ്രം വിച്ച് ദ ജീൻ വാസ് ഐസൊലേറ്റഡ്. അപ്പോൾ ഏത് ഓർഗാനിസത്തിനാണ് കിട്ടിയത് ഈ ജീനിനെ? യെസ്, ബാസിലസ് തുറിഞ്ചിൻസിസ്. ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് മോഡ് ഓഫ് ആക്ഷൻ. അല്ലെ, ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? കോട്ടൺ പ്ലാന്റ്സിൽ ഈ ജീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കോട്ടൺ ബോൾ വേംസിന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്? നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ബാസിലസ് തുറിഞ്ചിൻസിസ് ഇതാണ് ബാക്ടീരിയ. ഓക്കെ, അപ്പോൾ ബാസിലസ് തുറിഞ്ചിൻസിസിൽ നിന്ന് കിട്ടുന്ന ജീൻ അല്ലെ, ഇതിലൊരു ജീൻ ഉണ്ട്. ആ ജീൻ്റെ പേരെന്താണ്? ബീറ്റി ടോക്സിൻ ജീൻ. ഓക്കെ, ബീറ്റി ടോക്സിൻ ജീൻ്റെ വേറൊരു പേരാണ് ക്രൈജീൻ. ഓക്കെ, അപ്പോൾ ഈ ക്രൈജീൻ ഒരു പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രോട്ടീൻ്റെ പേരാണ് ക്രൈ പ്രോട്ടീൻ. ഓക്കെ, അഥവാ നമുക്ക് പറയാം ഇതൊരു ബീറ്റി ടോക്സിൻ അല്ലെങ്കിൽ ഒരു ടോക്സിക് ഇഫക്റ്റ് ഉള്ളൊരു പ്രോട്ടീനാണ്. അതുകൊണ്ട് നമുക്കിതിനെ ബീറ്റി ടോക്സിൻ എന്ന് വിളിക്കാം. ഈ പർട്ടിക്കുലർ പ്രോട്ടീൻ, ഈ ക്രൈ പ്രോട്ടീൻ അഥവാ ബീറ്റി ടോക്സിൻ, ഇതൊരു ഇൻസൊല്യൂബിൾ ഫോമിലാണ് ബാക്ടീരിയയിൽ കാണുക. ഇൻസൊല്യൂബിൾ ഫോം. അതുപോലെ തന്നെ ടോക്സിക് ഇഫക്റ്റ് ഉണ്ടാവില്ല. ബാക്ടീരിയയിൽ ഇതിനൊരു ടോക്സിക് ഇഫക്റ്റ് ഉണ്ടാവില്ല. ഇതൊരു ക്രിസ്റ്റൽ പ്രോട്ടീൻ ഫോമിലാണ് ഈ ടോക്സിനെ നമുക്ക് കാണാൻ സാധിക്കുക. ക്രിസ്റ്റൽ പ്രോട്ടീൻ ഫോം. അതുകൊണ്ട് നമുക്കിതിനെ ഒരു പ്രോടോക്സിൻ എന്ന് വിളിക്കാം. പ്രോടോക്സിൻ. അതെ, ഇതൊരു ഇനാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രോടോക്സിൻ ഫോമിലാണ് കാണുക. ഓക്കെ, അപ്പോൾ ബാക്ടീരിയയുടെ വളർച്ചയുടെ പ്രത്യേക ഘട്ടത്തിലായിരിക്കും ഈ ഒരു പ്രോട്ടീൻ ഫോം ചെയ്യുക. ഇനി നമുക്ക് എന്താ ആവശ്യം? ഈ ജീനാണ് നമുക്ക് ആവശ്യം അല്ലേ? ഈ പർട്ടിക്കുലർ ജീൻ, അതായത് ഈ ക്രൈ ജീനാണ് നമുക്ക് ആവശ്യം. പിന്നീട് അതിൻ്റെ ഒരുപാട് ക്ലോൺസിന് ഉണ്ടാക്കിയ ശേഷം ഇതിനെ പ്ലാന്റിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു വിത്ത് പ്രിൻസിപ്പിൾ ഓഫ് ബയോടെക്നോളജി. ഓക്കെ, അപ്പോൾ വെക്ടറിൻ്റെ ഹെൽപ്പോട് കൂടി ഇതിനെ നമ്മൾ ഒരു RNA ആക്കി മാറ്റി ഇതിനെ പ്ലാന്റിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ഈ പ്ലാന്റ് ആരായി? ഇപ്പോൾ ഒരു ജെനറ്റിക്കലി മോഡിഫൈഡ് അല്ലേ, ഒരു GM പ്ലാന്റ് ആയിട്ട് മാറി അല്ലേ, GM ജെനറ്റിക്കലി മോഡിഫൈഡ് കോട്ടൺ ആയിട്ട് മാറി. അപ്പോൾ ഈ ടൈമിലാണ് ഈ പറഞ്ഞ പർട്ടിക്കുലർ അല്ലേ, ഈ പറഞ്ഞ ബോൾ വേംസ് ഈ പ്ലാന്റിനെ ആക്രമിക്കുന്നത്. അപ്പോൾ ബോൾ വേംസ്, കോട്ടൺ ബോൾ വേംസ് കോട്ടൺ പ്ലാന്റിന്റെ ഇലകളെയാണ് ഭക്ഷിക്കുക അല്ലേ. അപ്പോൾ ഈ സമയത്ത് എന്ത് സംഭവിക്കും? ഈ കോട്ടന്റെ ഈ പ്ലാന്റ്സിൽ മൊത്തമായിട്ട് ഈ പറഞ്ഞ ജീൻ ഉണ്ട്. ഏത്? ഈ ക്രൈ ജീൻ ഉണ്ട്. ഇത് ഒരു പ്രോടോക്സിൻ ഫോം തന്നെയാണ് പ്ലാന്റിൽ കാണുക. പിന്നീട് ഈ പർട്ടിക്കുലർ ഈ പറഞ്ഞ കോട്ടൺ ബോൾ വേംസ് ഈ ഇലകളെ ഭക്ഷിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ജീൻ കോഡ് ചെയ്യുന്ന ഈ പ്രോട്ടീൻ ഈ പറഞ്ഞ കോട്ടൺ ബോൾ വേംസിന്റെ ഗട്ടിലോട്ട് എത്തി അല്ലെ. ഇപ്പോൾ കോട്ടൺ ബോൾ വേംസിന്റെ ഗട്ടിലെ ഒരു ആൽക്കലൈൻ pHന്റെ പ്രസൻസിൽ ഇത് ആരായിട്ട് മാറും? ഇതൊരു ആക്റ്റീവ് ടോക്സിൻ ആയിട്ട് മാറും അല്ലെ. ആക്റ്റീവ് ടോക്സിൻ ആയിട്ട് മാറും. അതായത് എന്തുകൊണ്ടാണ് ഇത് ആക്റ്റീവ് ടോക്സിൻ ആവുന്നത്? കാരണം അത് സൊല്യൂബിൾ ഫോമിലെത്തി അല്ലേ. കാരണം ആൽക്കലൈൻ pHന്റെ പ്രസൻസിൽ ഇതൊരു സൊല്യൂബിൾ പ്രോട്ടീൻ ആയിട്ട് മാറി അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ടോക്സിക് ഇഫക്റ്റ് അതിന് വന്നു അല്ലെ. ടോക്സിക് ഇഫക്റ്റ് കൈവന്നു, ഒരു സൊല്യൂബിൾ ഫോമിലായിട്ട് മാറി. ഇനി എന്ത് സംഭവിക്കും? ഇത് ഈ പറഞ്ഞ ബോൾ വേംസിന്റെ മിഡ് ഗട്ട് എപ്പിത്തീലിയ അല്ലേ, മിഡ് ഗട്ട് എപ്പിത്തീലിയൽ സെൽസിൽ ഇത് പോഴ്സ് ക്രിയേറ്റ് ചെയ്യും അല്ലേ, പെർഫറേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുവഴി ഇറ്റ് കോസസ് ദ ഡെത്ത് ഓഫ് ദാറ്റ് കോട്ടൺ ബോൾ വേം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ കേട്ടോ. ഇനി നിങ്ങൾ എക്സാമിന് പ്രത്യേകിച്ചും എഴുതേണ്ട പോയിന്റ്സ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സ്പെസിഫിക് ബീറ്റ ടോക്സിൻ ജീൻസ് ഐസൊലേറ്റഡ് ഫ്രം ബാസിലസ് തുറിഞ്ചെൻസിസ്. ഇപ്പോൾ സയന്റിഫിക് നെയിം കറക്റ്റായിട്ട് തന്നെ എല്ലാവരും എഴുതുക, ബാസിലസ് തുറിഞ്ചെൻസിസ് കേട്ടോ. ദറ്റ് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു കോട്ടൺ ആൻഡ് ആർ കോഡഡ് ബൈ ദ ജീൻസ് CRY1AC ആൻഡ് CRY2AB. പ്രത്യേകം ശ്രദ്ധിക്കുക, ജീനുകളുടെ പേര് മറക്കാൻ ശ്രദ്ധിക്കുക. CRY1AC, CRY2AB ദാറ്റ് കൺട്രോൾ കോട്ടൺ ബോൾ വേംസ് കേട്ടോ. ഇനി Bacillus forms protein crystals that contain a toxic insecticidal protein. This toxin does not kill the bacillus because it exists as an inactive protoxin in them. കണ്ടോ, ഈ ടേംസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ടോക്സിൻ ബാക്ടീരിയയ്ക്ക് ഒട്ടും ഹാനി വരത്തില്ല. കാരണം എന്താണ്? ഇതൊരു ഇനാക്റ്റീവ് പ്രോട്ടോക്സിൻ രൂപത്തിലാണ് ബാക്ടീരിയയിൽ കാണുന്നത്. വൺസ് ആൻ ഇൻസെക്ട് ഇൻജസ്റ്റ് ദ ഇനാക്റ്റീവ് ടോക്സിൻ, ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ആൻ ആക്റ്റീവ് ഫോം അല്ലേ. ആ ഇൻസെക്ട് ഇൻജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇനാക്റ്റീവ് ആയിട്ടിരുന്ന ഈ ടോക്സിൻ ആക്റ്റീവ് ഫോമിലേക്ക് മാറി. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ആക്റ്റീവ് ഫോമിലോട്ട് മാറിയത്? മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. ദ ടോക്സിൻ ഇൻ ദ ഫോം ഓഫ് ക്രിസ്റ്റൽസ് ഗെറ്റ് സൊല്യൂബിലൈസ്ഡ്. കണ്ടോ, അത് സൊല്യൂബിലൈസ്ഡ് ആയി ഡ്യൂ ടു ദ ആൽക്കലൈൻ pH ഇൻ ദ ഗട്ട് അല്ലേ. ഇൻസെക്റ്റിന്റെ ഗട്ടിലെ ആൽക്കലൈൻ pHന്റെ പ്രസൻസിൽ ഇത് സൊല്യൂബിലൈസ്ഡ് ഫോമിലായിട്ട് മാറി. ദ ആക്ടിവേറ്റഡ് ടോക്സിൻ ബൈൻഡ്സ് ടു ദ സർഫസ് ഓഫ് ഗട്ട് എപ്പിത്തീലിയൽ സെൽസ് ആൻഡ് ക്രിയേറ്റ് പോഴ്സ്. കണ്ടോ, വിച്ച് കോസ്
സെൽ സ്വെല്ലിംഗ് ആൻഡ് ലൈസിസ് ആൻഡ് ഫൈനലി കോസ് ദ ഡെത്ത് ഓഫ് ദ ഇൻസെക്ട് അല്ലേ. ലാസ്റ്റ് ഇത് പെർഫറേഷൻസ് ഉണ്ടാക്കിയത് മിഡ് ഗട്ട് ലൈനിങ്ങിൽ അതുവഴി ഇൻസെക്ട് ചത്തുപോയി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു ചിത്രവും കാണാം. നിങ്ങളുടെ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്, അതുകൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ കാണാം, കണ്ടോ, ഈ ബോൾ വേംസ് പ്ലാന്റിനെ അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രോട്ടീൻ ക്രിസ്റ്റൽസ് അല്ലേ, ഈ പറഞ്ഞ വേംസ് ഇല ഭക്ഷിക്കുമ്പോൾ തന്നെ ഈ പ്രോട്ടീൻ ക്രിസ്റ്റൽസ് അവരുടെ വയറ്റിലേക്ക് എത്തുകയാണ്. കണ്ടോ, ഇറ്റ് ഈസ് ദ ക്രിസ്റ്റൽസ് ആൻഡ് സ്പോർസ് ആർ ഇൻജസ്റ്റഡ് ബൈ ദ ഇൻസെക്ട് ലാർവ. ലേറ്റർ ടോക്സിൻസ് ആർ ആക്ടിവേറ്റഡ് ടു ദെയർ ആക്റ്റീവ് ഫോം ബൈ ദ ഗട്ട് എൻസൈം അല്ലെ. ഗട്ടിലെ എൻസൈംസ് ആൽക്കലൈൻ പി എച്ചിൻ്റെ സമയത്ത് ആൽക്കലൈൻ പി എച്ചിൻ്റെ പ്രസൻസിൽ ഈ എൻസൈംസ് ആക്ടിവേറ്റഡ് ആവുന്നു. അതുവഴി ഈ ഇനാക്റ്റീവ് ആയിരുന്ന ഈ പ്രോടോക്സിൻ ആക്റ്റീവ് സൊല്യൂബിലൈസ്ഡ് ഫോമിലോട്ട് മാറുന്നു. അതുവഴി എന്ത് സംഭവിക്കും? ദ മിഡ് ഗട്ട് മെംബ്രെയിൻ ഡാമേജ് ലീഡ് ടു ദ സ്റ്റാർവേഷൻ ഓർ സെപ്റ്റിസീമിയ അല്ലെ. പിന്നീട് അത് ഇറ്റ് ക്രിയേറ്റ് സ്പോർസ് ഓൺ ദ മിഡ് ഗട്ട് എപ്പിത്തീലിയം ആൻഡ് ലേറ്റർ ദ ഇൻസെക്ട് വിൽ ഡൈ. ഇതാണ് ഇതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ. ഓക്കെ, നൗ ഓക്കെ, അപ്പൊ നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതും 2 മാർക്സിന്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ട്രെൻഡ് ഇസ് ഒബ്സർവ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി വെൻ വി ആർ മൂവിംഗ് ഫ്രം ദ ഇക്വേറ്റർ ടു ദ പോൾസ്? ഓക്കെ, നമ്മൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റിനെ കുറിച്ചെല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലെ, ബയോഡൈവേഴ്സിറ്റി പഠിച്ചപ്പോൾ. അപ്പം സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ഒരു പർട്ടിക്കുലർ റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആ സ്പീഷീസിന്റെ നമ്പർ, അതിന്റെ അബൻഡൻസ്, ആ റേറ്റിനെയാണ് നമ്മൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതിന്റെ ട്രെൻഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളൊരു എർത്ത് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഇക്വേറ്റർ റീജിയനും പോൾസും എല്ലാം അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് കൂടാതെ നമുക്കൊന്ന് വരച്ചു നോക്കാം. അതായത് നമ്മൾ എർത്ത് ഒന്ന് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ഇക്വേറ്റർ റീജിയൻ. പിന്നെ അതിനോട് ചേർന്ന് നമുക്ക് കാണാൻ പറ്റും ദാറ്റ് ഈസ് ഏത് റീജിയൻ ആണ്? ട്രോപ്പിക്കൽ റീജിയൻസ്. ഓക്കെ, പിന്നെ നമുക്ക് അതിനോടടുത്തായിട്ട് കാണുന്നത് ടെമ്പറേറ്റ് റീജിയൻസ് ആയിരിക്കും അല്ലെ. ടെമ്പറേറ്റ്, ടെമ്പറേറ്റ് റീജിയൻ. ദെൻ വി ക്യാൻ സീ ദ പോൾസ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ ഏരിയ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വെൻ വി ആർ മൂവിംഗ് ഫ്രം ദ ഇക്വേറ്റർ ടു ദ പോൾസ് ഏതൊരു ട്രെൻഡാണ് നമുക്ക് സ്പീഷീസ് ഡൈവേഴ്സിറ്റിയുടെ കേസിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? നമുക്കറിയാം ഈ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇക്വേറ്റർ റീജിയൻ, അതിനോട് അടുത്തുള്ള റീജിയൻ, അതായത് ഈ ട്രോപ്പിക്കൽ റീജിയൻസിലായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാം സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഡിക്രീസസ് ഫ്രം ദ ഇക്വേറ്റർ ടു ദ പോൾസ്. മോർ സ്പീഷീസ് ആർ ഫൗണ്ട് ഇൻ ദ ട്രോപ്പിക്കൽ റീജിയൻസ് ദാൻ ഇൻ ദ ടെമ്പറേറ്റ് ആൻഡ് പോളാർ റീജിയൻസ്. അതിനുള്ള 3 റീസൺസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രൊലോങ് എവല്യൂഷണറി ടൈം, ഫേവറബിൾ എൻവയോൺമെന്റ് ആൻഡ് സോളാർ എനർജി അല്ലെ. അതായത് നമുക്ക് നമ്മൾ ട്രോപ്പിക്കൽ റീജിയൻസ് നോക്കിക്കഴിയുമ്പോഴത്തേക്കും അവിടെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏത് രീതിയിലാണ് എഫക്ട് ചെയ്യുന്നത്. അതായത് അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അതിന്റെ അവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലെസ് സീസണൽ ആണ്. അധികം ഡിസ്റ്റർബൻസസ് ഒന്നും ഓർഗാനിസം വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കൂടുതലായിട്ടുള്ള ഒരു ഫേവറബിൾ കണ്ടീഷൻ ഓർഗാനിസം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ദെൻ ടെമ്പറേറ്റ് റീജിയൻസും പോൾസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടെമ്പറേറ്റ് റീജിയൻസ് നമുക്കറിയാം ഗ്ലേസിയേഷൻസ് ഒക്കെ കൂടുതലായിട്ട് ഒക്കർ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. സോ അവിടെയൊക്കെ വരുമ്പോഴത്തേക്കും ഡിസ്റ്റർബൻസസ് കൂടുതലാണ്. ഓർഗാനിസത്തിന് അവിടെ സർവൈവ് ചെയ്യാനുള്ള ചാൻസസ് കുറവായിരിക്കും. ഡൈവേഴ്സിഫിക്കേഷൻ ഉള്ള ചാൻസസ് കുറവായിരിക്കും. ഓക്കെ, അതാണ് ഫേവറബിൾ എൻവയോൺമെന്റും പ്രൊലോങ് എവല്യൂഷണറി ടൈം എന്ന് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ സോളാർ എനർജി, സൺലൈറ്റിന്റെ അവൈലബിലിറ്റിയുടെ കാര്യം കൂടെ ഇതിനകത്ത് വരുന്ന ഒരു ഫാക്ടറാണ്. സൺലൈറ്റും ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമുക്കറിയാം ട്രോപ്പിക്കൽ റീജിയൻസിലായിരിക്കും ടെമ്പറേറ്റ് റീജിയൻസിനെ കാണുന്നത്. അപ്പം കൂടുതൽ സൺലൈറ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ടിവിറ്റി കൂടും പ്ലാന്റ്സിന്റെ. അപ്പം അവിടെ കൂടുതൽ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടാവും. സോ നമ്മൾ മൂവിങ് ഫ്രം ദ ഇക്വേറ്റർ ടു ദ പോൾസ് നമുക്ക് ഡൈവേഴ്സിറ്റി കൂടുതൽ കാണാൻ പറ്റുന്നത് ഇക്വേറ്റർ റീജിയൻസിനോട് അടുത്തുള്ള റീജിയൻസിലായിരിക്കും. ഓക്കെ, പോൾസിലേക്ക് പോയി കഴിയുമ്പോൾ ഡൈവേഴ്സിറ്റി വളരെ കുറവായിട്ടായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. So that is about this question. Okay, then moving on to the next question. Section A-ലെ 4th ക്വസ്റ്റ്യനിലോട്ട് വരാം. Name the genus of baculovirus that acts as a biological control agent in spite of being a pathogen. Justify by giving 3 reasons that make it an excellent candidate for the job. ഇത് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ മൈക്രോബ്സ് ആസ് ബയോ കൺട്രോൾ ഏജൻസ് എന്ന സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നെയിം ദ ജീനസ് ഓഫ് ബാക്കുലോ വൈറസ്. അപ്പോൾ ബാക്കുലോ വൈറസ് പൊതുവെ ഒരു പാത്തോജനിക് ആയിട്ടുള്ളൊരു വൈറസാണ്. പക്ഷേ അതിന് നമുക്ക് ബയോ കൺട്രോൾ ഏജൻ്റായിട്ട് ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ അതിനുള്ള 3 കാരണങ്ങളാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റിഫൈ ബൈ ഗിവിംഗ് 3 റീസൺസ് ദാറ്റ് മേക്ക് ഇറ്റ് ആൻ എക്സലന്റ് കാൻഡിഡേറ്റ് ഫോർ ദ ജോബ്. അപ്പോൾ ഇവയെ എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക അല്ലെ, ബയോ കൺട്രോൾ ഏജൻ്റായിട്ട് യൂസ് ചെയ്യാനുള്ള 3 കാരണങ്ങൾ. അപ്പോൾ ഈ ബാക്കുലോ വൈറസ് എന്നത് വരുന്നത്
ന്യൂക്ലിയോ പോളിഹീഡ്രോ വൈറസ് എന്ന ജീനസിൽ വരുന്ന ഒരു വൈറസാണ് ബാക്കുലോ വൈറസ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവയെ യൂസ് ചെയ്യുന്നത് ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ട്? ഒന്ന്, ഇവയ്ക്കൊരു നാരോ സ്പെക്ട്രം ആക്ടിവിറ്റിയാണ്. പിന്നെ സ്പീഷീസ് സ്പെസിഫിക് ആണ്. അത് ടാർഗറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ മാത്രമേ അത് ഉപദ്രവിക്കുകയുള്ളൂ. ബാക്കി വളരെ പ്ലാന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ഒന്നും ഉപദ്രവിക്കില്ല. അതുമാത്രമല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള ഇൻസെക്ട്സിനെ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം എഴുതേണ്ട പോയിന്റ്സ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ബാക്കുലോ വൈറസസ് ഹാവ് ഡബിൾ സ്ട്രാൻഡഡ് DNA ആൻഡ് ബിലോങ് ടു ദ ജീനസ് ന്യൂക്ലിയോ പോളിഹീഡ്രോ വൈറസ്. അപ്പോൾ ഫസ്റ്റ് അല്ലെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് അല്ലെ, ബാക്കുലോ വൈറസ് ഹാവ് ഡബിൾ സ്ട്രാൻഡഡ് DNA ആൻഡ് ബിലോങ് ടു ദ ജീനസ് ന്യൂക്ലിയോ പോളിഹീഡ്രോ വൈറസ്. ന്യൂക്ലിയോ പോളിഹീഡ്രോ വൈറസ് എന്ന ആ ജീനസിൽ വരുന്ന ടൈപ്പ് വൈറസ് ആണ് ബാക്കുലോ വൈറസ്. ഇതിനൊരു ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ്. ഇനി എന്തുകൊണ്ടാണ് അതിനെ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദീസ് വൈറസസ് ആർ എക്സലന്റ് കാൻഡിഡേറ്റ്സ് ഫോർ സ്പീഷീസ് സ്പെസിഫിക്, ശ്രദ്ധിക്കുക, സ്പീഷീസ് സ്പെസിഫിക് നാരോ സ്പെക്ട്രം ഇൻസെക്ടിസൈഡൽ ആപ്ലിക്കേഷൻ. അപ്പം മറ്റൊരു ഇൻസെക്ടിസൈഡിന്റെ ആവശ്യമില്ല അല്ലെ, നമുക്ക് ഇൻസെക്ട്സിനെ അഫക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇൻസെക്ടിസൈഡ്സ് എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് ഇതിനെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം, കാരണം അത് സ്പീഷീസ് സ്പെസിഫിക് ആണ്. പിന്നെ അത് മാത്രമല്ല നാരോ സ്പെക്ട്രം ആക്ടിവിറ്റി ആണ് അല്ലെ, ടാർഗറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ മാത്രമേ ഇത് ഇല്ലാതാക്കുള്ളൂ. ഓക്കെ, അടുത്ത പോയിന്റിലോട്ട് വരാം. They are used as a biological control agent. നമ്മൾ പറഞ്ഞു അല്ലെ, മൈക്രോബ്സ് ആസ് ബയോ കൺട്രോൾ ഏജൻസ് എന്ന സെക്ഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു. നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഈ പോയിന്റ് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ബയോളജിക്കൽ കൺട്രോൾ ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാം, ബിക്കോസ് ദേ കിൽ ദ ഇൻസെക്ട്സ് ആൻഡ് ആർത്രോപോഡ്സ്. ഓക്കെ, നൗ ദേ ഡു നോട്ട് ഹാവ് എനി നെഗറ്റീവ് ഇഫക്ട്സ് ഓൺ പ്ലാന്റ്സ്. കണ്ടോ, അവർക്ക് പ്ലാന്റ്സിന് അത് ഹാനി ഉണ്ടാക്കില്ല. കാരണം അത് സ്പീഷീസ് സ്പെസിഫിക് ആണ് അല്ലെ, നാരോ സ്പെക്ട്രം ആക്ടിവിറ്റി ആണെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിന് യാതൊരുവിധ ദോഷം ഉണ്ടാക്കുന്നില്ല. ആൻഡ് ആർ യൂസ്ഡ് ഇൻ ദ ഓർഗാനിക് ഫാമിംഗ്. അതുകൊണ്ട് തന്നെ ഓർഗാനിക് ഫാമിംഗിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം മറ്റൊരു പെസ്റ്റിസൈഡിൻ്റെയോ അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡിൻ്റെയോ യൂസേജ് ഇല്ലാണ്ട് തന്നെ നമുക്ക് ഓർഗാനിക് ഫാമിംഗ് ധൈര്യമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ, ഈ പറഞ്ഞ ബാക്കുലോ വൈറസിന്റെ ഹെൽപ്പോടുകൂടി. ഇറ്റ് ഈസ് യൂസ് ടു കൺസർവ് ബെനഫിഷ്യൽ ഇൻസെക്ട്സ് ആൻഡ് കിൽ ഹാംഫുൾ വൺസ് അല്ലെ. ബെനഫിഷ്യൽ ആയിട്ടുള്ള ഇൻസെക്ട്സിനെ കൺസർവ് ചെയ്യുന്നു, എന്നാൽ ഹാംഫുൾ ആയിട്ടുള്ള ഇൻസെക്ട്സിനെ അത് കില്ല് ചെയ്യുന്നു. ആൻഡ് ദീസ് ബെനഫിഷ്യൽ ഇൻസെക്ട്സ് ആർ കൺസർവ് ടു എയ്ഡ് ഇൻ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം. അപ്പോൾ ബെനഫിഷ്യൽ ഇൻസെക്ട്സിനെ കൺസർവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബെനഫിഷ്യൽ ഇൻസെക്ട്സിനെ യൂസ് ചെയ്ത് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ ഇതെല്ലാമാണ് ബാക്കുലോ വൈറസസിന് മെയിനായിട്ടും ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന്റെ മേജർ ബെനിഫിറ്റ്സ്. ബാക്കുലോ വൈറസ് അല്ലാതെ വേറെ ഓർഗാനിസംസ്? യെസ്, ബാക്കുലോ വൈറസ് അല്ലാതെ നമുക്ക് ട്രൈക്കോഡെർമ എന്ന ഫഞ്ചിയും യൂസ് ചെയ്യാം. അപ്പോൾ അതിന്റെ പേരും കൂടെ ഇവിടെ മെൻഷൻ ചെയ്യാം, ട്രൈക്കോഡെർമ. ഓക്കെ, ട്രൈക്കോഡെർമ ഇതൊരു ഫഞ്ചിയാണ്. ഇത് പ്ലാന്റ്സിന്റെ റൂട്ട്സിന്റെ വിസിനിറ്റിയിൽ കാണുന്ന ഒരു ഫഞ്ചിയാണ്. ഇത് പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോബ്സിനെ ഇത് പ്ലാന്റിനെ അഫക്ട് ചെയ്തതിൽ നിന്നും രക്ഷിക്കും. ഓക്കെ, ഇപ്പോൾ ട്രൈക്കോഡെർമയെ ഒരു ബയോ കൺട്രോൾ ഏജന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, then fifth question, that is compare giving reasons for the J-shaped and S-shaped models of population growth of a species. State the basis for the difference in the shape of these curves. ഓക്കെ, നമ്മൾ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ അതിനകത്ത് നമ്മൾ ഗ്രോത്ത് കർവ്സും അതിന്റെ പാറ്റേൺസും ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പം J-shaped curve, ഓക്കെ, then S-shaped or sigmoid curve എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതിനെ ബേസ് ചെയ്തിട്ട്, അതായത് പോപ്പുലേഷൻ ഗ്രോത്ത് പാറ്റേണിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം പോപ്പുലേഷൻ ഗ്രോത്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും അത് രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലെ. അതായത് നമുക്കറിയാം എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഉണ്ട്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആസ് വെൽ ആസ് ലോജിസ്റ്റിക് ഗ്രോത്ത്. ഓക്കെ, ഈ രണ്ട് പാറ്റേൺ ആണ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് പാറ്റേൺ എന്ന് പറയുമ്പോൾ അതാണ് J-shaped കർവ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതായത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നടക്കുന്ന ആ ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അവിടെ റിസോഴ്സസ് അൺലിമിറ്റഡ് ആയിരിക്കും, അതായത് ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കും. ലോജിസ്റ്റിക് ഗ്രോത്ത് എന്ന് പറയുമ്പോഴത്തേക്കും റിസോഴ്സസിന്റെ അവൈലബിലിറ്റി കുറയുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ രണ്ട് ഗ്രോത്ത് പാറ്റേൺസ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കമ്പാരിസൺ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്. അപ്പം J-shaped പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഒക്കേഴ്സ് വെൻ ദ റിസോഴ്സസ് ആർ അബൻഡന്റ്. ഓക്കെ, അബൻഡന്റ് റിസോഴ്സസ് നമുക്കുണ്ട്. S-shaped കർവ് ആകുമ്പോഴത്തേക്കും റിസോഴ്സസ് എന്ത് പറ്റും, they are limited in condition. Okay, then equilibrium എന്നൊരു കണ്ടീഷനിലേക്ക്, അതായത് ഒരു ഇക്വിലിബ്രിയം നമുക്ക് ഒരിക്കലും ഈ J-shaped കർവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് ഒരിക്കലും വരുന്നില്ല.
but an equilibrium is reached when the size of population approaches the carrying capacity of the ecosystem. ഓക്കെ, അതായത് എന്താണ് carrying capacity എന്ന് പറയുന്നത്? അതായത് ഒരു പെർട്ടിക്കുലർ ഓർഗാനിസം, ഒരു പോപ്പുലേഷൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോപ്പുലേഷനിൽ അവർക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ഓർഗാനിസം അല്ലെ, അതാണ് അതിന്റെ ക്യാരിയിങ് കപ്പാസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു ക്യാരിയിങ് കപ്പാസിറ്റി അല്ലെ, അതിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കും. പിന്നെ എൻവയോൺമെന്റൽ റെസിസ്റ്റൻസ് ഡസ് നോട്ട് ഓപ്പറേറ്റ് ടു സ്ലോ ഡൗൺ ദ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. അതായത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഒന്നും തന്നെ ഇതിനെ ബാധിക്കുന്നില്ല. ദാറ്റ് റെസിസ്റ്റൻസ് ഡസ് നോട്ട് ഓപ്പറേറ്റ് ടു സ്ലോ ഡൗൺ ദാറ്റ് exponential growth in J-shaped growth forms. Okay, then exponential resistance begins to operate to slow down the exponential phase. Okay, അപ്പോൾ അങ്ങനെയാണ് 3 പോയിന്റ്സ് വരുന്നത്. ഇനി അടുത്ത പോയിന്റ്സ് എന്തൊക്കെയാണോ? Then exponential growth is very rapid ആയിട്ടുള്ള ഒരു ഗ്രോത്ത് റേറ്റ് നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ മറ്റേതിനകത്തെന്ന് പറയുമ്പോഴത്തേക്ക് അത് അത്ര റാപ്പിഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലെസ് റാപ്പിഡ് ആണ് അതിന്റെ ഗ്രോത്ത് വരുന്നത്. Then ഒരു phase of deceleration that never occurs in the case of J-shaped curves. Then a phase of deceleration occurs before an equilibrium is reached. Okay, curves എന്തായാലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. കാരണം ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പത്തിന് കർവ് കൂടെ നമ്മൾ കാണിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ നമ്മൾ 2 ആക്സിസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസിന് നമുക്ക് ടൈം കൊടുക്കാം. ഓക്കെ, ദെൻ വൈ ആക്സിസിൽ നമുക്ക് പോപ്പുലേഷൻ ഡെൻസിറ്റി ദാറ്റ് ഇസ് എൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ആ പോപ്പുലേഷന്റെ സൈസിനെ നമ്മൾ എൻ എന്ന് പറയും. ദെൻ എക്സ് ആക്സിസിൽ ടി നമുക്ക് കൊടുക്കാം, ദാറ്റ് ഇസ് എ ടൈം ടേക്കൺ. ഓക്കെ, ആ ഗ്രോത്തിന് എടുക്കുന്ന ടൈമാണ്. ദെൻ നമ്മൾ ക്യാരിയിങ് കപ്പാസിറ്റി മാർക്ക് ചെയ്യുവാണ്. ദിസ് ഇസ് കെ, ദാറ്റ് ഇസ് ക്യാരിയിങ് കപ്പാസിറ്റി. ഓക്കെ, ദാറ്റ് ഇസ് ഒരു എൻവയോൺമെന്റിനകത്ത് എത്ര ഓർഗാനിസം ഒക്കർ ചെയ്യാനായിട്ട് പറ്റും, അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും, അതാണ് ക്യാരിയിങ് കപ്പാസിറ്റി. ദെൻ നമ്മൾ ജെ ഷേപ്ഡ് കർവ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നമ്മൾ പറഞ്ഞല്ലേ, ഈ ഒരു രീതിയിലായിരിക്കും അതിന്റെ പാറ്റേൺ. നമുക്ക് അതിനെ എ എന്നൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, എ ദാറ്റ് ഇസ് ജെ ഷേപ്ഡ് കർവ്. ദെൻ നമ്മൾ സിഗ്മോയിഡ് അല്ലെങ്കിൽ എസ് ഷേപ്ഡ് കർവ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ ഒരു ഡിസിലറേഷൻ നമുക്ക് അല്ല ഇക്വിലിബ്രിയത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഫേസസ് പറയാം. ഓക്കെ, ജെ ഷേപ്ഡ് കർവ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 ഫേസസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആദ്യം ഒരു ലാഗ് ഫേസും ഉണ്ടാവും, ഒരു ലോഗ് ഫേസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ജെ ഷേപ്ഡ് കർവിൽ. ദെൻ നമ്മൾ എസ് ഷേപ്ഡ് കർവിലേക്ക് പോയി കഴിയുമ്പോൾ 3 ഫേസസ് ആണ്. ആദ്യം ഒരു ലാഗ് ഫേസ് ഉണ്ട്, ഇനീഷ്യൽ ലാഗ് ഫേസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഒരു എക്സ്പോണൻഷ്യൽ ഫേസ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഫേസ് വരുന്നുണ്ട്. അതിനുശേഷം ഒരു ഫേസ് ഓഫ് എന്താ പറയാ സ്റ്റഡി സ്റ്റേറ്റ്, ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് നമ്മൾ സ്റ്റേഷനറി ഫേസ് എന്നും കൂടെ പറയാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ബി എന്ന് പറയുന്ന ഗ്രാഫ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എ എന്ന് പറയുന്നത് ജെ ഷേപ്ഡ് കർവിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ ബി എന്ന് പറയുന്നത് എസ് ഷേപ്ഡ് അല്ലെങ്കിൽ സിഗ്മോയിഡ് കർവിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഹാസ് 2 ഫേസസ്, ലാഗ് ആൻഡ് ലോഗ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ജെ ഷേപ്ഡ് കർവിന്. ഓക്കെ, ഒരു ലാഗ് ഫേസും ലോഗ് ഫേസും ആണ് കാണുന്നത്. ആൻഡ് ദ അതർ വൺ വിൽ ബി ഹാവിംഗ് എ ലാഗ്, എക്സ്പോണൻഷ്യൽ ഓർ ഗ്രോത്ത് ഫേസ് ആൻഡ് എ സ്റ്റഡി ഫേസ്. Okay, then population grows well beyond the carrying capacity of the ecosystem. അതായത് carrying capacity കഴിഞ്ഞ് population growth പോകുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് കർവിനകത്ത് നമ്മൾ പറയുമ്പോൾ. മറ്റേതിൽ നമ്മൾ നോക്കുമ്പോൾ population seldom grows beyond the carrying capacity of the ecosystem. ഓക്കെ, ദെൻ ഇക്വേഷൻസ് ഉണ്ട് അല്ലെ, നമ്മൾ ഈ 2 ഗ്രോത്ത് ഫോമിനും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള 2 ഇക്വേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ എ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജെ ഷേപ്ഡ് കർവിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ്, ദാറ്റ് ഇസ് dn/dt = Rn. ഓക്കെ, അപ്പൊ അതിന് ഓരോന്നും നമുക്ക് അറിയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ സൈസ് ആണ്. ഓക്കെ, ടി എന്ന് പറയുന്നത് ടൈം ടേക്കൺ. ഓക്കെ, ദെൻ ആർ ഇസ് ദ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. ഓക്കെ, അതിന് നമുക്ക് എഴുതാൻ പറ്റും ആർ ഇസ് ഈക്വൽ ടു ബി മൈനസ് ഡി എന്ന് എഴുതാം. അതായത് ഒരു പോപ്പുലേഷന്റെ ബർത്ത് റേറ്റ് മൈനസ് ഇറ്റ്സ് ഡെത്ത് റേറ്റ്, അതാണ് ആർ എന്ന് പറയുന്നത്, ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. പിന്നെ എന്ന് നമുക്കറിയാം ദാറ്റ് ഇസ് population density. So dn/dt = Rn എന്നുള്ള ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ജെ ഷേപ്ഡ് ഗ്രോത്ത് കർവ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ദെൻ എസ് ഷേപ്ഡ് കർവ് ആയി കഴിയുമ്പോഴത്തേക്കും ഒരു ഡിഫറൻസ് ഉണ്ട് ഇക്വേഷനകത്ത്. dn/dt = Rn × k - n/k. അതായത് k എന്താണ് നമ്മൾ പറഞ്ഞു, ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു അല്ലെ. സോ ക്യാരിയിങ് കപ്പാസിറ്റി മൈനസ് ദ പോപ്പുലേഷൻ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ ദാറ്റ് ക്യാരിയിങ് കപ്പാസിറ്റി. എന്നാൽ മാത്രമേ നമുക്ക് എസ് ഷേപ്ഡ് കർവ് അല്ലെങ്കിൽ സിഗ്മോയിഡ് ഗ്രോത്ത് ഫോം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. So these are the basic differences when we are observing population growth.
J-shaped and H-shaped curves. അതിന്റെ ഡിഫറെന്റ് പോയിന്റ്സ്, ഇതുപോലെയുള്ള പോയിന്റ്സ് നമ്മൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതിന്റെ ഫേസസ് ഏതൊക്കെയാണ്, അതിന്റെ ഇക്വേഷൻ ഏതൊക്കെയാണ്. ഇക്വേഷൻ പ്രധാനപ്പെട്ടതാണോ? ഇക്വേഷൻ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഇപ്പൊ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ കമ്പയർ ചെയ്ത് ഈസി ആയിട്ട് അതിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് ഈ കർവ് ടെക്സ്റ്റിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ കർവും ഈ പറയുന്ന ഗ്രാഫും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം എക്സാമിന് വേണ്ടിയിട്ട് പോകാനായിട്ട്. ഓക്കെ, so that is about this question. Moving on to the next question. Section A യിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് explain the roles of the following in biotechnology. And the first one, it is restriction enzymes. Second, selectable marker in PBR 322. Where ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ആൻഡ് അതിൽ ആദ്യത്തത് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുമ്പോൾ restriction enzymes are a group of enzymes which are derived from prokaryotic organisms like bacteria എന്നെല്ലാം derive ചെയ്തിട്ടുള്ള different types of bacteria എന്ന് derive ചെയ്തിട്ടുള്ള enzymes ആണ് restriction enzymes, which usually help them in defending themselves against bacteriophages. അവരെ അറ്റാക്ക് ചെയ്യുന്ന ബാക്ടീരിയോഫേജസിനെല്ലാം ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം, ഒരു ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് ആണ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. where these restriction enzymes belong to a large group of enzymes known as nucleases. And they are known as nucleases because they are used in cleaving nucleic acids. Nucleic acidകളെ ക്ലീവ് ചെയ്യാനായിട്ട്, ബ്രേക്ക് ചെയ്യാൻ, കട്ട് ചെയ്യാനായിട്ടൊക്കെയാണ് ഇവർ കൂടുതലും യൂസ് ചെയ്യുന്നത്. So they are known as nucleases. And these restriction enzymes are of two types, exonucleases and endonucleases. Exonucleases എന്ന് പറയുമ്പോൾ they usually make the cut in the ends. ഇപ്പോൾ നമ്മളൊരു DNA സെഗ്മെന്റ് എടുക്കുകയാണെങ്കിൽ എക്സോന്യൂക്ലിയസസ് വന്നിട്ട് എൻസിലായിരിക്കും കട്ട് ചെയ്യുന്നത്, ക്ലീവ് ചെയ്യുന്നത്. സംവെയർ ഒരു എൻഡ് റീജിയൻ ആകുമ്പോഴായിരിക്കും കട്ട് ചെയ്യുന്നത്. വേർ എൻഡോന്യൂക്ലിയസസ് മേക്സ് ദ കട്ട് ഇൻ പെർട്ടിക്കുലർ റെക്കഗ്നിഷൻ സൈറ്റ്സ്. ഏതെങ്കിലും ഒരു റെക്കഗ്നിഷൻ സൈറ്റിൽ ഇൻ ദ മിഡിലായിരിക്കും കട്ടിങ് നടത്തുന്നത്. ഓക്കെ, ആൻഡ് ലെറ്റ് us see the answer in detail. എന്തൊക്കെയാണ് പോയിന്റ്സ് വെക്കേണ്ടത് നോക്കാം. These restriction enzymes, they are known as molecular scissors or chemical scalpels because they are certain chemicals or molecules which are used in cleaving the DNA segment. അല്ലെ, അപ്പോൾ ഒരു molecular scissor ആയിട്ട് അവർ ആക്ട് ചെയ്യുന്നുണ്ട്. And they are obtained from prokaryotes, where these prokaryotes, in these prokaryotes, they are used in defending the bacteriophages and all. Then they are belonging to a larger class of enzymes called nucleases, where there are two types of nucleases, exonucleases and endonucleases. അങ്ങനെ രണ്ട് ഗ്രൂപ്പ് ആയിട്ടാണ് വരുന്നത്. And exonucleases remove nucleotides from the ends of the DNA, while endonucleases make cuts at specific positions within the DNA. നമ്മൾ പറഞ്ഞായിരുന്നു exo means എപ്പോഴും outside എന്നുള്ള ഒരു സെൻസിലാണല്ലേ. So they are removing the nucleotides, or they are making the cuts at the ends of the DNA segments, where endo means ഉള്ളിൽ എന്നുള്ള ഒരു സെൻസ് ആണ്. So they are making the cuts at specific positions within the DNA, and these positions are known as recognition sites. Recognition sites. Okay, they are the recognition sites. And the DNA, they cut the DNA molecules at specific recognition sequences, and they are palindromic in nature. ഫോർവേഡും ബാക്ക്വേർഡും നമുക്ക് ഒരുപോലെ റീഡ് ചെയ്യാൻ പറ്റുന്ന സീക്വൻസുകളാണ് നമ്മൾ പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ കൺസിഡറിങ് എ DNA segment like this, so if you are considering a DNA segment like this and see GAATTC എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണെന്ന് വയ്ക്കാം. GAATTC. Okay, so let us consider two restriction enzymes, ECO R1 and ECO R5. Okay, ഇതിൽ ഈ നെയിമിംഗ് വരുമ്പോൾ തന്നെ ECO means a capital E represents the genus of that particular bacteria from which the enzyme is isolated, and it is Escherichia. And CO coli എന്നുള്ള സെൻസിൽ അതിന്റെ സ്പീഷീസ് നെയിം എടുക്കുന്നു. Then R represents the RY13 strain, and 1 എന്ന് പറയുന്നത് the number എങ്ങനെയാണ് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ളത്. It is the first enzyme, അതുകൊണ്ട് ECO R1. ഫിഫ്ത്ത് എൻസൈം ആയതുകൊണ്ടിട്ട് അത് ECO R5 വന്നു. Where ECO R1, it is an endonuclease.
both are endonucleases and they are making the cuts in two different ways. Let us see how they are making these cuts. Okay, both are endonucleases. And ഇവിടെ ഇക്കോ R1ന്റെ കട്ടിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ they usually make the cut at somewhere away from the middle. ഇപ്പോൾ ഇതാണ് അവരുടെ റെക്കഗ്നീഷൻ സീക്വൻസ് എങ്കിൽ they will make the cut. See, അവർ കട്ട് ചെയ്യുന്നത് മിഡിൽ എവിടെയാണോ മിഡിലിൽ നിന്ന് കുറച്ച് അകലെ ആയിട്ടായിരിക്കും കട്ട് ഉണ്ടാക്കുക. സോ അതും ആ കട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ CM നൈട്രജൻ ബേസിസിന് ഇടയിലായിരിക്കും. സോ ഇക്കോ R1 മേക്സ് ദ കട്ട് സംവെയർ ഹിയർ. സോ ആ കട്ടിന് ശേഷം നമുക്ക് കിട്ടുന്ന ഫ്രാഗ്മെന്റ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഇറ്റ് വിൽ അപ്പിയർ ലൈക്ക് ദിസ്. CTTA ഇതൊരു ഫ്രാഗ്മെന്റും അടുത്ത ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത് AATTC ആൻഡ് ഇങ്ങനെ രണ്ട് ഫ്രാഗ്മെന്റ്സ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. സോ ദേ ആർ റിസൾട്ടിങ് ഇൻ ആൻ അൺപെയർഡ് എൻഡ്സ് അല്ലെ. അവിടെ അൺപെയർഡ് ആയിട്ടുള്ള എൻഡുകൾ നമുക്ക് കാണാം. ഇവിടെ ഈ രണ്ട് എൻഡ്സും അൺപെയർഡ് ആണ്. സോ ദേ ആർ നോൺ ആസ് സ്റ്റിക്കി എൻഡ്സ്. അങ്ങനെ സ്റ്റിക്കി എൻഡ്സും ഉണ്ടാക്കാം. While in some cases these restriction enzymes make the cut at the middle. എക്സാക്ട് മിഡിലാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെയാണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ that fragment will look like this. GAACTT and here also TTC and AAG. Okay, so ഇവിടെ ഉണ്ടാവുമ്പോൾ എന്തായിരിക്കും കാണുന്നത്? അൺപെയർഡ് ആയിട്ടുള്ള എൻഡ്സ് ഇല്ല. So they are resulting in the formation of blunt ends. And sticky ends ആണെങ്കിൽ അവിടെ DNA ലൈഗേസിന്റെ ഫംഗ്ഷനിങ് കുറച്ചും കൂടെ ഈസിയർ ആയിട്ട് നടക്കും അല്ലെ. അവിടെ ഫോറിൻ DNA കുറച്ചുകൂടി എളുപ്പത്തിൽ ഫോറിൻ DNA കട്ട് ചെയ്യുന്നത് ഈ സെയിം റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ചിട്ടായിരിക്കും. കാരണം എന്നാലേ ആ ഒരു പെയറിംഗ് പ്രോപ്പർ ആയിട്ട് നടക്കുകയുള്ളൂ. സോ ദ സെയിം റെസ്ട്രിക്ഷൻ എൻസൈംസ് വിൽ ബി യൂസ് ടു കട്ട് ദ വെക്ടർ DNA ഓൾസോ. നമുക്ക് ഏതാണോ വേണ്ടത് അതിനെ വെക്ടർ അല്ല ഏതാണോ ഫോറിൻ DNA സെഗ്മെന്റ് വേണ്ടത് അതിനെയും കട്ട് ചെയ്യാനായിട്ട് ഇത് തന്നെയായിരിക്കും യൂസ് ചെയ്യുക. And it will be joined together with this vector by using DNA ligase. അപ്പോൾ DNA ligase ആ ഒരു ഫംഗ്ഷനിങ് കുറെ കൂടി എളുപ്പത്തിൽ നടക്കും സ്റ്റിക്കി എൻഡ്സ് ആണെങ്കിൽ. വേറെ ബ്ലണ്ട് എൻഡ്സ് ആണെങ്കിൽ ആ ഒരു സ്റ്റിക്കിനെസ് ഉണ്ടാവില്ല. സോ പെയറിംഗ് അവിടെ പ്രോപ്പർ ആയിട്ട് നടക്കില്ല. ഇതുപോലെയാണ് RDNA ഫോം ചെയ്യുക അല്ലേ? അതെ, റിക്കോമിനന്റ് DNA ഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ആ റിക്കോമിനന്റ് DNA ഫോർമേഷന് വെക്ടറിനെ കട്ട് ചെയ്യാനും ഫോറിൻ DNA സെഗ്മെന്റ് കട്ട് ചെയ്യാനും ഒരേ റെസ്ട്രിക്ഷൻ എൻസൈംസിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, and that's about the restriction enzymes. Then next we have to see selectable marker. So recombinant DNA എന്ന് പറയുമ്പോൾ എന്താണ്? ഏതെങ്കിലും ഒരു വെക്ടറിൽ നമുക്ക് വേണ്ട DNA സെഗ്മെന്റ് ഏതാണോ അതിനെ അവിടെ പ്ലേസ് ചെയ്യുക അല്ലെ, ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന്റെ കൂടുതൽ കോപ്പീസ് ഉണ്ടാക്കുക. അതാണല്ലോ നമ്മളുടെ പ്രിൻസിപ്പൽ എയിം എന്ന് പറയുന്നത്. So for that we need some vector, isn't it? And ഇതിലേക്ക് recombinant DNA കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സെലക്ടബിൾ മാർക്കർ. അതായത് നമുക്ക് വേണ്ട DNA സെഗ്മെന്റ് അവിടെ കയറിയിട്ടുണ്ടോ ഇൻസേർട്ടഡ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയണം അല്ലെ. സോ ഫോർ ദാറ്റ് വി ആർ യൂസിങ് സെലക്ടബിൾ മാർക്കേഴ്സ്. ആൻഡ് ഈ ബയോടെക്നോളജിയിൽ DNA ഇങ്ങനെയുള്ള മാസ് പ്രൊഡക്ഷന്റെ ഒക്കെ സമയത്ത് ഈ വെക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ വെക്ടർ ആണ് PBR322 എന്ന് പറയുന്നത്. PBR322 and selectable marker, it helps in identifying and eliminating non-transformants and selectively permitting the growth of transformant. So what is transformation? ഇപ്പൊ ഇതറിയുന്നതിന് മുൻപ് ആദ്യം തന്നെ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് അറിയണം അല്ലെ. When a foreign DNA is inserted, foreign DNA if it is inserted into a vector അല്ലെ, വെക്ടറിലേക്ക് കയറിയെന്ന് വയ്ക്കുക. ഓക്കെ, that is known as recombinant DNA, isn't it? Foreign DNA is inserted in vector DNA to form a recombinant DNA and we usually എന്താ ചെയ്യുന്നത്? ഈ recombinant DNA നമ്മൾ ഏത് ഹോസ്റ്റിലേക്കാണോ ഇൻസേർട്ട് ചെയ്യുന്നത് അവരുള്ള മീഡിയത്തിലേക്ക് കൊണ്ടുപോവാണ് അല്ലെ, അവിടെ അവരെ കൾച്ചർ ചെയ്യാണ്. സോ ദാറ്റ് ആ ബാക്ടീരിയ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈക്കോളി ആണെന്നുണ്ടെങ്കിൽ ഈക്കോളി വിൽ ടേക്ക് അപ്പ് ദാറ്റ് recombinant DNA to their body, isn't it? And ആ ഈക്കോളിയുടെ റെപ്ലിക്കേഷൻ ഒപ്പം ഇവരും റെപ്ലിക്കേറ്റഡ് ആവുകയാണ്. ആൻഡ് ഈ recombinant DNA എടുത്തിട്ടുള്ള ബാക്ടീരിയകളെയാണ് നമ്മൾ ട്രാൻസ്ഫോർമൻസ് എന്ന് പറയുക. ദോസ് ബാക്ടീരിയ വിച്ച് ആർ
taken up this recombinant DNA, they are known as transformants. Those who are not taken this, they are known as non-transformants. അല്ലേ? അപ്പോ ഈ ഫോറിൻ ഡി എൻ എ തന്നെ ഇൻസേർട്ടഡ് ആയിട്ടുള്ളവരെ നമ്മൾ റീകോമിനന്റ് ഡി എൻ എ എന്ന് പറയുന്നു. റീകോമിനന്റ് ഡി എൻ എ എടുത്തിട്ടുള്ളവരെ we call it as transformants, and other are known as non-transformants. And ഈ ട്രാൻസ്ഫോർമെന്റ്സിനെയും നോൺ ട്രാൻസ്ഫോർമെന്റിനെയും തിരിച്ചറിയുക, അതാണ് ഏറ്റവും ആദ്യത്തെ പ്രോസസ്. ഇനി തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഏതിനെയാണ്? ട്രാൻസ്ഫോർമെന്റ്സിനെയാണ്. അപ്പൊ അതിനെ കൂടുതലായിട്ട് കൾച്ചർ ചെയ്യുക, അതാണ് ഇവിടുത്തെ മെയിൻ പേർപ്പസ് എന്ന് പറയാം. അപ്പൊ സെലക്ടബിൾ മാർക്കർ ഇൻ PBR 322 എന്ന് പറയുമ്പോൾ, in case of E. coli and all, they are not having antibiotic resistance to ampicillin, tetracycline പോലുള്ളവയ്ക്കെതിരെയുള്ള റെസിസ്റ്റൻസ് ഇല്ല, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇല്ല. പക്ഷേ this PBR 322, it is having resistance to ampicillin as well as tetracycline. Ampicillin resistant ജീനും ഉണ്ട്, tetracycline resistance ജീനും അവിടെ പ്രസന്റ് ആണ്. സോ ഈ വെക്ടറിനെ എടുത്തിട്ടുള്ള ബാക്ടീരിയക്കൊക്കെ എന്ത് കിട്ടും? ആംബിസിലിൻ റെസിസ്റ്റൻസും ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസും കിട്ടും, അല്ലെ? സ്വാഭാവികമായിട്ട് അത് കിട്ടുമല്ലോ. സോ സെലക്ടബിൾ മാർക്കർ ആയിട്ട് യൂസ് ചെയ്യാൻ നേരത്ത് വി വിൽ ബി ഇൻസേർട്ടിംഗ്, ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ഇൻസേർട്ടിംഗ് ദ ഫോറിൻ ഡി എൻ എ, ലൈക്ക് റീകോമിനന്റ് ഡി എൻ എ ഫോർമേഷൻ സമയത്ത് നമ്മൾ എന്താ പറയുന്നത്? ഒരു ഡി എൻ എ സെഗ്മെന്റ് നമുക്കുണ്ട്, വി വിൽ മേക്ക് എ കട്ട് ഹിയർ യൂസിങ് എനി റെസ്ട്രിക്ഷൻ എൻസൈം ആൻഡ് വി വിൽ ഇൻസേർട്ട് എ ഫോറിൻ ഡി എൻ എ ഇൻ ടു ദാറ്റ് പ്ലേസ്, അല്ലെ? അപ്പോൾ ഇവിടെ വെക്ടർ വരുന്നു, വെക്ടറിലേക്ക് നമ്മൾ ഫോറിൻ ഡി എൻ എ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു. സപ്പോസ് വി ആർ ഇൻസേർട്ടിംഗ് ദിസ് into this BAM H1 site. Okay, BAM H1 സൈറ്റിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, BAM H1 സൈറ്റിൽ എന്താ ഉള്ളത്? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ ആണ് അവിടെ ഉള്ളത്. ഇഫ് യു ആർ ഇൻസേർട്ടിംഗ് ദിസ് ഫോറിൻ ഡി എൻ എ ഇൻ ടു ദിസ് BAM H1 സൈറ്റ്, ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ വിൽ ബി ടേൺഡ് ഓഫ്, അല്ലെ? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് അവിടെ ലോസ്റ്റ് ആവുകയാണ്, അല്ലെ? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് is lost at that time. ടെട്രാസൈക്ലിന്റെ റെസിസ്റ്റൻസ് അവിടെ പോവാണ്. സോ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമുക്കറിയാം നോൺ റീകോമ്പിനന്റില്, അതായത് ഈ റീകോമ്പിനേഷൻ ഫോറിൻ ഡി എൻ എ ഇൻസേർട്ടഡ് അല്ലാത്ത എല്ലാ വെക്ടറിലും എന്തുണ്ടാവും? ആംബിസിലിൻ റെസിസ്റ്റൻസും ഉണ്ടാവും, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസും ഉണ്ടാവും. പക്ഷേ ഫോറിൻ ഡി എൻ എ വന്നിട്ടുള്ള ഈ വെക്ടറിൽ എന്തായിരിക്കും സംഭവിക്കുക? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. ആൻഡ് നമുക്കറിയില്ല ഇതിൽ ഏതൊക്കെ വെക്ടർ ആണ് ഈ പറയുന്ന ഫോറിൻ ഡി എൻ എ കയറിയിട്ടുള്ളത്, ഏതിലൊക്കെയാണ് കയറാത്തതെന്ന് വി ഡോണ്ട് നോ. സോ വി വിൽ ബി എൻറ്റയർലി യൂസിങ് ദിസ് മീഡിയം. ഈ മീഡിയത്തിലേക്ക് ഫുൾ ഈ വെക്ടേഴ്സിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ് ആൻഡ് വി വിൽ ടെൻഡ് ടു ഗ്രോ ദിസ് E. coli ഇൻ ദാറ്റ് പെർട്ടിക്കുലർ മീഡിയം. അപ്പോൾ E. coliക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്നല്ലെങ്കിൽ എടുക്കാം, ഈ വെക്ടറിനെ ഉള്ളിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ എടുക്കാതെയും ഇരിക്കാം. ഇനി എടുത്ത കണ്ടീഷനിൽ എന്ത് വരാം? ചിലപ്പോൾ റീകോമ്പിനന്റ് ആയിരിക്കാം, ചിലപ്പോൾ അത് നോൺ റീകോമ്പിനന്റ് ആയിരിക്കാം. അപ്പൊ 3 പോസിബിലിറ്റീസ് ആണ് അവിടെ വരുന്നത്, അല്ലെ? There is 3 possibilities. One, if you are inserting E. coliയിലേക്ക് നമ്മൾ ഈ വെക്ടർ ഉള്ള മീഡിയത്തിലിട്ട് വളർത്തുകയാണെങ്കിൽ there is 3 possibility. One, അവിടെ എന്തായിരിക്കും? ഒന്നിനെ എടുക്കത്തില്ല, അതായത് ഈ വെക്ടറിനെ എടുക്കത്തില്ല. അപ്പൊ അവിടെ നോൺ ട്രാൻസ്ഫോർമൻസ് ഉണ്ടാവാം. നോൺ ട്രാൻസ്ഫോർമൻസ് ഒരു പോസിബിലിറ്റിയാണ്, വേർ ദേ ആർ നോട്ട് ഹാവിങ് നോ വെക്ടർ, വെക്ടറിനെ ഇൻസേർട്ട് ചെയ്യാത്തവര്. രണ്ടാമത്തത് ട്രാൻസ്ഫോർമൻസ്, അല്ലെ? അപ്പൊ ട്രാൻസ്ഫോർമൻസിൽ തന്നെ എന്തുള്ളത്? അതായത് വെക്ടർ എടുത്തിട്ടുണ്ട്, പക്ഷെ ആ വെക്ടറില് എന്തില്ല? ഫോറിൻ ഡി എൻ എ ഇല്ല. സോ ട്രാൻസ്ഫോർമൻസ് ആണ്, പക്ഷെ നോൺ റീകോമ്പിനൻസ് ആവാം. മൂന്നാമത്തെ ഒരു പോസിബിലിറ്റി റീകോമ്പിനന്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമൻസ് ആവാം, അതായത് നമ്മുടെ ഫോറിൻ ഡി എൻ എ ഉള്ളവരുമാവാം, അല്ലെ? ഇവരെങ്ങനെ തിരിച്ചറിയാം? നോൺ ട്രാൻസ്ഫോർമൻസ് ആണ്, അതായത് വെക്ടർ ഇല്ലാത്തവരാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരിൽ എന്തില്ല? ആംബിസിലിൻ റെസിസ്റ്റൻസും ഇല്ല, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസും ഇല്ല. കാരണം E. coliക്ക് സ്വതവേ അവർക്ക് ആ ഒരു റെസിസ്റ്റൻസ് ഇല്ല, അല്ലെ? സോ അവർക്ക് എന്തായിരിക്കും? ഈ ആന്റിബയോട്ടിക്സിനെതിരെയുള്ള റെസിസ്റ്റൻസ് ഇല്ല.
രണ്ടാമത്തെ കേസിൽ ദേ ആർ ട്രാൻസ്ഫോർമൻസ് നോൺ റീകോമ്പിനൻസ്. നോൺ റീകോമ്പിനന്റ് ആയതുകൊണ്ട് ആ വെക്ടറിൽ എന്തൊക്കെ ജീനുണ്ടോ അതെല്ലാം ഇവരിലും ഉണ്ടാവും. സോ ആംബിസിലിൻ റെസിസ്റ്റൻസും ഉണ്ടാവും, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസും അവിടെ ഉണ്ടാവും. തേർഡ് കാറ്റഗറി ആണെങ്കിലോ റീകോമ്പിനന്റ് ട്രാൻസ്ഫോർമൻസ് ആണ്. അവർക്ക് നഷ്ടമായിരിക്കുന്നത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീനാണ്. അപ്പൊ അവര് ആംബിസിലിനെതിരെ റെസിസ്റ്റന്റ് ആയിരിക്കും, പക്ഷെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് അവർക്ക് ഉണ്ടാവില്ല. സോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒറിജിനൽ കൾച്ചർ മീഡിയം, ഒറിജിനൽ കൾച്ചർ മീഡിയത്തിന് നമ്മൾ റെപ്ലിക്കാറ്റ് ചെയ്യാണ്. അതായത് കറക്റ്റ് അതെങ്ങനെയാണോ അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി എടുക്കുന്ന പോലെ എടുക്കുകയാണ്. ആൻഡ് ഒന്ന് നമ്മൾ നോർമൽ മീഡിയത്തിൽ കൾച്ചർ ചെയ്യുന്നു, നോർമൽ മീഡിയത്തിൽ കൾച്ചർ ചെയ്യുന്നു. രണ്ട്, ഈ മീഡിയത്തിലേക്ക് ആന്റിബയോട്ടിക്സ് ഇട്ട് കൊടുത്തിട്ട് അവിടേക്ക് നമ്മൾ പ്ലേറ്റ് ചെയ്യാണ്. അപ്പോ ഈ ആന്റിബയോട്ടിക്സ് ഇട്ട് പ്ലേറ്റ് ചെയ്യാൻ നേരത്തെ ലൈക്ക് വി ക്യാൻ ആഡ് ഒരെണ്ണത്തില് ആംബിസിലിൻ ഇട്ട് കൊടുക്കാം, ആന്റിബയോട്ടിക് ഇട്ട് കൊടുക്കാം. അടുത്തതില് നമുക്ക് ആംബിസിലിൻ പ്ലസ് ടെട്രാസൈക്ലിൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ പ്ലേറ്റ് ചെയ്യാൻ നേരത്ത് ആംബിസിലിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബയോട്ടിക് യൂസ് ചെയ്യും, അതായത് ആംബിസിലിൻ ഇട്ട് കൊടുക്കുമ്പോൾ ആംബിസിലിൻ റെസിസ്റ്റൻസ് ഉള്ളവര് മാത്രമേ അവിടെ വളരുള്ളൂ അല്ലെ. അവരാരായിരിക്കാം? ആംബിസിലിൻ റെസിസ്റ്റൻസ് ഉള്ളത് ആർക്കാണ്? ട്രാൻസ്ഫോർമൻസിനാണ് ഉള്ളത് അല്ലെ. അപ്പൊ എല്ലാ ട്രാൻസ്ഫോർമൻസും അവിടെ ഗ്രോ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ ആംബിസിലിൻ പ്ലസ് ടെട്രാസൈക്ലിനിൽ ആര് മാത്രമേ വളരുള്ളൂ? അവിടെ ട്രാൻസ്ഫോർമൻ പക്ഷെ നോൺ റീകോമ്പിനന്റ് ആയിട്ടുള്ളവർ മാത്രമേ വളരുള്ളൂ. കാരണം എന്താ? റീകോമ്പിനേഷൻ നടന്നു കഴിഞ്ഞാൽ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ അവിടെ നഷ്ടപ്പെട്ടു. സോ റീകോമ്പിനന്റ് ട്രാൻസ്ഫോർമന്റ് അവിടെ വളരില്ല, ഇവർ വരില്ല. സോ സി, ഇവിടെ നമുക്കൊരു 4 കോളനി കിട്ടിയെങ്കിൽ ഇവിടെ ചിലപ്പോ 1 കോളനിയോ 2 കോളനിയോ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? ഇവിടെ ഇവർക്ക് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ദേ ഹാവ് ദാറ്റ് റെസിസ്റ്റൻസ് ടു ആംബിസിലിൻ, ബട്ട് ദേ ആർ നോട്ട് ഹാവിംഗ് ദ റെസിസ്റ്റൻസ് ടു ദ ആംബിസിലിൻ ആന്റിബയോട്ടിക്. സോ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ താഴെയുള്ള 2 പേർക്കാണ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഇല്ലാത്തത്, അതായത് അവരാണ് അവിടെ റീകോമ്പിനന്റ് ആയിട്ട് വരുന്നത്. സോ അത് ട്രേസ് ചെയ്ത് നമുക്ക് ഒറിജിനൽ മീഡിയത്തിൽ നിന്ന് ആരാണോ റീകോമ്പിനന്റ് ആയിട്ടുള്ളവർ അവരെ ഐസൊലേറ്റ് ചെയ്തെടുക്കാം. സെലക്റ്റീവ്ലി നമുക്ക് അവരെ എടുക്കാം, അവരെ മാത്രം കൾച്ചർ ചെയ്തെടുക്കാം. That really helps us in selecting and permitting the growth of this recombinant transformers. Okay, that is selectable marker in PBR 322. Okay, അതോടെ സെക്ഷൻ എ കഴിയാണ്. നെക്സ്റ്റ് വി ഹാവ് ടു സീ സെക്ഷൻ ബി. നെക്സ്റ്റ് സെക്ഷൻ ബി ആണ്. ഇതിൽ 6 ക്വസ്റ്റ്യൻസ് കാണാം. ഓരോ ക്വസ്റ്റ്യൻസും 3 മാർക്ക് വീതമായിരിക്കും ഉണ്ടാവും. നമുക്ക് ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എ ചൈൽഡ് ഈസ് ബോൺ വിത്ത് ADA ഡെഫിഷ്യൻസി. Suggest and explain a procedure for possible lifelong permanent cure. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് അതിൽ. നെയിം എനി അതർ പോസിബിൾ ട്രീറ്റ്മെൻറ്റ് ഫോർ ദിസ് ഡിസീസ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുക എന്താണ് ADA ഡെഫിഷ്യൻസി. അല്ലെ, ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടിക്ക് ADA ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ എന്താണ് ADA ഡെഫിഷ്യൻസി? എഡിനോസിൻ ഡി അമിനേസ് ഡെഫിഷ്യൻസി, അതാണ് ADA ഡെഫിഷ്യൻസി. അപ്പോൾ ഈ കുട്ടിയിൽ എഡിനോസിൻ ഡി അമിനേസ് എന്ന എൻസൈം ഇല്ല. കാരണം ഈ അഡനോസിൻ ഡി അമിനേസ് എന്ന എൻസൈമിനെ കോഡ് ചെയ്യുന്ന ജീൻ ആ കുട്ടിയിൽ ഡിഫക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാവുകയില്ല. ഈ കണ്ടീഷനിൽ ഈ പർട്ടിക്കുലർ എൻസൈം ആ കുട്ടിയുടെ ബോഡി ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും? ഇമ്മ്യൂണിറ്റി ഉണ്ടാവുകയില്ല അങ്ങനെയുള്ളവരിൽ, അല്ലേ. ADA ഡെഫിഷ്യൻസി ഉള്ളവരിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവുകയില്ല. ഓക്കെ, അപ്പോൾ എപ്പോഴും രോഗം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്: സജസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എ പ്രൊസീജിയർ ഫോർ പോസിബിൾ ലൈഫ് ലോങ് പെർമനന്റ് ക്യൂർ. അപ്പോൾ നമുക്ക് പെർമനന്റ് ക്യൂറായിട്ട് ഇതിനെ എങ്ങനെ പരിഹരിക്കാം, അതിന് ഒരു പ്രൊസീജിയറാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന ചാപ്റ്ററിലെ ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ് ഇൻ മെഡിസിൻ എന്ന ഭാഗത്ത് വരുന്നതാണ്. അതിൽ ജീൻ തെറാപ്പി എന്ന ആ ഒരു സെക്ഷനിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജീൻ തെറാപ്പി, അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം അല്ലേ, എന്താണ് ജീൻ തെറാപ്പി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. വാട്ട് ഈസ് ജീൻ തെറാപ്പി? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് മെത്തേഡ്സ് ഇൻ ഓർഡർ ടു കറക്റ്റ് എ ജെനറ്റിക് ഡിഫക്റ്റ്. അതും നമുക്ക് ഈ ജെനറ്റിക് ഡിഫക്റ്റ് ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അതുകൊണ്ട് മാത്രമേ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി ഇപ്പോൾ ജീൻ തെറാപ്പി ഒരു മെത്തേഡാണ്. അപ്പോൾ ഈ ജീൻ തെറാപ്പിയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമുക്ക് അറിയാം അല്ലേ, ബോൺ മാരോ. അപ്പോൾ ബോൺ മാരോയിൽ നിന്നാണ് ലിംഫോസൈറ്റ്സ് ആദ്യം ഐസൊലേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ബോൺ മാരോയിൽ നിന്ന് ലിംഫോസൈറ്റ്സ് ഐസൊലേറ്റ് ചെയ്യുക.
അപ്പോൾ ഈ ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ADA ഡെഫിഷ്യൻസി ഉള്ള വ്യക്തിയുടെ ബോൺ മാരോയിൽ നിന്ന് ലിംഫോസൈറ്റ്സ് ഐസൊലേറ്റ് ചെയ്യുക. അത് ഏറ്റവും എംബ്രിയോണിക് സ്റ്റേജിൽ ചെയ്താൽ അത്രയും നല്ലത്, നമുക്ക് പെർമനന്റ് ആയിട്ട് തന്നെ ക്യൂർ ചെയ്യാം. അപ്പോൾ ലിംഫോസൈറ്റ്സ് ഐസൊലേറ്റ് ചെയ്ത് എന്ത് ചെയ്ത് ഞാൻ ഇവിടെ വരയ്ക്കാം, ലിംഫോസൈറ്റ്സ് ഇവിടെ വരച്ചു. അതിനുശേഷം അതിനെ കൾച്ചറിങ്ങിന് വിധേയമാക്കുകയാണ് അല്ലേ, അങ്ങനെ കൾച്ചറിങ് ചെയ്യുകയാണ്. നമുക്ക് ധാരാളം ലിംഫോസൈറ്റ്സ് കിട്ടി. ഓക്കെ, പിന്നീട് നമുക്കറിയാം ഈ പറഞ്ഞ ADA എന്ന് പറഞ്ഞ ഈ പറഞ്ഞ എൻസൈമിനെ കോഡ് ചെയ്യുന്ന ഹെൽത്തി ആയിട്ടുള്ള ADA-cDNA അല്ലേ, എഡ്നോസിൻ ഡി അമിനേസ് എന്ന് പറഞ്ഞ എൻസൈമിനെ കോഡ് ചെയ്യുന്ന കോംപ്ലിമെന്ററി DNA. ഓക്കെ, ഈ ജീൻ ഇതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ജീൻ ഈ പറഞ്ഞ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ലിംഫോസൈറ്റ്സിൽ അല്ലേ അതിലോട്ട് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റെട്രോ വൈറസിനെ യൂസ് ചെയ്യാം. ഓക്കെ, റെട്രോ വൈറസ് ഒരു ആനിമൽ വൈറസ് ആണല്ലേ. ഇപ്പോൾ റെട്രോ വൈറസിന്റെ സഹായത്തോടു കൂടി ഈ ADA-cDNA, അതായത് ഇതൊരു ഹെൽത്തി ജീനാണ് അല്ലേ, അപ്പോൾ ഒരു ഹെൽത്തി ജീൻ ഇവിടെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഈ പറഞ്ഞ ലിംഫോസൈറ്റ്സിലോട്ട്, കാരണം ഈ ലിംഫോസൈറ്റ്സിൽ ഈ പറഞ്ഞ ADA-cDNA ഡിഫക്റ്റീവ് ആണ്, അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ എൻസൈം അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്തത്. അപ്പോൾ ഇതിന് പകരമായിട്ട് ADA, അതായത് അഡെനോസിൻ ഡി അമിനേസിനെ കോഡ് ചെയ്യുന്ന കോംപ്ലിമെന്ററി DNA, അതായത് ഹെൽത്തി ആയിട്ടുള്ള ഈ ജീൻ ഈ ലിംഫോസൈറ്റ്സിലോട്ട് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റെട്രോ വൈറസ്. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ അതിനുശേഷം എന്ത് സംഭവിക്കും അല്ലേ, ഈ പറഞ്ഞ ലിംഫോസൈറ്റ്സിലെല്ലാം ഈ പർട്ടിക്കുലർ ആ ഹെൽത്തി ജീൻ വന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ഡിഫക്റ്റീവ് ജീനെ ഒരു ഹെൽത്തി ജീനാക്കി മാറ്റി അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഹെൽത്തി ജീൻ പിന്നീട് എന്ത് ചെയ്യും, ഇറ്റ് വിൽ സിന്തസൈസ് ADA അല്ലേ. അപ്പോൾ അതുവഴി ഈ കുട്ടിയിൽ എന്ത് സംഭവിക്കും, ആ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻ പോയി ഒരു ഹെൽത്തി ജീൻ വന്നു. അതിനുശേഷം ഈ പറഞ്ഞ ലിംഫോസൈറ്റ്സ് തിരിച്ച് അല്ലേ ഇവരുടെ ബോഡിയിലോട്ട് അല്ലെങ്കിൽ ബോൺ മാരോയിലോട്ട് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ്. ബോൺ മാരോയിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തു. പിന്നീട് അത് നോർമലായിട്ട് ഈ പറഞ്ഞ അഡെനോസിൻ ഡെമനീസ് എന്ന് പറഞ്ഞ എൻസൈം സിന്തസൈസ് ചെയ്യും. ഈ കുട്ടിക്ക് രോഗപ്രതിരോധ ശക്തി കൈവരുകയും ചെയ്യും. ഇതാണ് ഈ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും ഉത്തമം ഒരു ഏർലി എംബ്രിയോയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, നെയിം എനി അതർ പോസിബിൾ ട്രീറ്റ്മെന്റ് ഫോർ ദിസ് ഡിസീസ്. ഈ പർട്ടിക്കുലർ ഡിസീസിനെ ഭേദമാക്കാനായിട്ട് 2 കാര്യങ്ങൾ കൂടെ ചെയ്യാം. അതിൽ ഒന്നാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ വഴി ഈ രോഗത്തിനെ അല്ലേ നമുക്ക് ഇതിനൊരു പോസിബിൾ ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനും ഇതിനൊരു പോസിബിൾ ട്രീറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെയാണ് എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി. എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി. അപ്പോൾ എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡെനോസിൻ ഡിഅമിനേസ് എന്ന് പറഞ്ഞ എൻസൈം ഈ കുട്ടിയിലോട്ട് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ്, ഈ ഇൻസുലിൻ്റെ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്നത് പോലെ. പക്ഷേ ഇത് പീരിയോഡിക് ആയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. നമുക്കിനി എക്സാമിന് നിങ്ങൾ എഴുതേണ്ട പോയിന്റ്സ് ഒന്ന് നോക്കാം. ജീൻ തെറാപ്പി is a procedure through which a permanent solution can be reached. അപ്പോൾ ജീൻ തെറാപ്പിയാണ് ഒരു വഴി അല്ലെ പെർമനന്റ് സൊല്യൂഷൻ. ഈ പറയുന്ന അഡെനോസിൻ ഡിഅമിനേസ് എന്ന് പറഞ്ഞ ഡെഫിഷ്യൻസി അത് ഭേദമാക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ജീൻ തെറാപ്പിയാണ്. In this procedure, lymphocytes from the blood of a patient are grown in a culture outside the body. അല്ലേ, അപ്പോൾ ഈ ലിംഫോസൈറ്റ്സ് അതായത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ലിംഫോസൈറ്റ്സ് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം അതിനെ കൾച്ചറിങ് ചെയ്യുന്നു. ആൻഡ് ഫങ്ഷണൽ ADA-cDNA, അപ്പോൾ ഫങ്ഷണൽ ആയിട്ടുള്ള ഈ ജീൻ അതാണ് അഡെനോസിൻ ഡെമനീസിനെ കോഡ് ചെയ്യുന്ന ആ കോംപ്ലിമെന്ററി ആയിട്ടുള്ള DNA ഈ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ലിംഫോസൈറ്റ്സിലോട്ട് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. അതാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഫങ്ഷണൽ ADA-cDNA which is introduced into these lymphocytes. These lymphocytes എന്ന് ഉദ്ദേശിക്കുന്നത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ലിംഫോസൈറ്റ്സിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. ആരുടെ സഹായത്തോടെയാണ്? യൂസിങ് റെട്രോവൈറൽ വെക്ടേഴ്സ്. These functional genes can be transferred to the embryo at early embryonal developmental stage. അപ്പോൾ ഇതൊരു ഏർലി എംബ്രിയോണൽ ഡെവലപ്മെന്റൽ സ്റ്റേജിലാണ് ഈ പറയുന്ന അല്ലെ നമ്മളിപ്പോൾ കറക്റ്റീവ് ആയിട്ടുള്ള ജീനാക്കി അല്ലെ ഈ പറഞ്ഞ ലിംഫോസൈറ്റ്സിലോട്ട് ഈ ADA-cDNA ജീനുകൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത ശേഷം ഇതിനെ, അപ്പോൾ അതൊരു ഫങ്ഷണൽ ജീനായല്ലോ, അതിനുശേഷം ഇതിനെ എംബ്രിയോയിലോട്ട്, അത് ഏർലി എംബ്രിയോണിക് സ്റ്റേജിലോട്ട് തന്നെ ഇതിലോട്ട് നമ്മൾ കൊടുക്കണം, ഇൻകോർപ്പറേറ്റ് ചെയ്യണം അറ്റ് ഏർലി എംബ്രിയോണൽ ഡെവലപ്മെന്റൽ സ്റ്റേജസ് കേട്ടോ. അപ്പോൾ ഇത് ഒരു മെത്തേഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് മെത്തേഡ് ഏതാണ്? Adenosine deaminase deficiency can be treated by bone marrow transplantation. പ്രത്യേകം ശ്രദ്ധിക്കുക, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, മജ്ജ മാറ്റിവെക്കൽ അല്ലേ. അൺഹെൽത്തി ബോൺ മാരോ ഈസ് റീപ്ലേസ്ഡ് ബൈ ഹെൽത്തി ബോൺ മാരോ. ഉണ്ടോ, അൺഹെൽത്തി ആയിട്ടുള്ള ബോൺ മാരോയ്ക്ക് പകരം ഹെൽത്തി ബോൺ മാരോ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു ആ പേഷ്യൻറ്റിലോട്ട്. നെക്സ്റ്റ്, ഓർ ബൈ
എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി. ഇനി അടുത്ത ചികിത്സാ രീതിയാണ് എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി, അല്ലെ? ആ ഡിഫക്റ്റീവ് ആയിട്ടുള്ള എൻസൈമിന് പകരം, അതായത് അഡെനോസിൻ ഡെഅമിനേസ് അത് ഡിഫക്റ്റീവ് ആയിരുന്നല്ലോ, അപ്പോൾ അതിന് പകരം ഒരു ഹെൽത്തി, അല്ലെ, അത് ഉണ്ടാവുന്നില്ല, ആ പേഷ്യൻസിൽ അഡെനോസിൻ ഡെഅമിനേസ് എന്ന് പറഞ്ഞ എൻസൈം ഉണ്ടാവുന്നില്ല. അപ്പോൾ അതിന് പകരം നമ്മളായിട്ട് തന്നെ അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം, ആ എൻസൈമിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം ആ പേഷ്യൻറ്റിലോട്ട്. ഇൻ വിച്ച് ഫങ്ഷണൽ ADA ഈസ് ഗിവൺ ടു ദ പേഷ്യൻറ്റ് ബൈ ഇഞ്ചക്ഷൻ. അപ്പോൾ ഇഞ്ചക്ഷൻ രൂപത്തിൽ ഈ പറഞ്ഞ അഡെനോസിൻ ഡെഅമിനേസ് എന്ന് പറഞ്ഞ എൻസൈം ഈ പേഷ്യൻറ്റിൽ കൊടുക്കുന്നു. അപ്പോൾ അതുവഴി നമുക്ക് തൽക്കാലത്തേക്ക് ഇതൊന്നും ഭേദാക്കാൻ സാധിക്കും. റെഗുലർ ഇന്റർവെൽസിൽ അത് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ഓർക്കുക. അപ്പോൾ 1 ജീൻ തെറാപ്പി, അത് ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ ആണ് ചെയ്യേണ്ടത്. 2 ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. 3 എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി. ഈ പോയിന്റ്സ് എല്ലാം കറക്റ്റായിട്ട് തന്നെ എഴുതുക, എല്ലാം ഹൈലൈറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യുക. ഓക്കെ, സെക്ഷൻ ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, അല്ലെ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അതിൽ 2 പാർട്ടായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്, A and B. സോ വാട്ട് ഈസ് എൻഡമിസം? മെൻഷൻ ദ ഇവൾ ക്വാർട്ടറ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലൂസ്. ഓക്കെ, അങ്ങനെ 2 പാർട്ടായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ എൻഡമിസം എന്താണെന്ന് നമ്മൾ അറിയണം, അതുപോലെ തന്നെ ഇവൾ ക്വാർട്ടറ്റ്, അല്ലെ? ബയോഡൈവേഴ്സിറ്റി ലോസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, അല്ലെ? സോ അതിന്റെ ഇവൾ ക്വാർട്ടറ്റ് ഏതൊക്കെയാണ്, അല്ലെ? 4 പോസിബിൾ ആയിട്ടുള്ള 4 ഫാക്ടേഴ്സ് അതിൽ പറയുന്നുണ്ട്, അല്ലെ? അതിനെയാണ് ഇവൾ ക്വാർട്ടറ്റ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എൻഡമിസം. സോ എൻഡമിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അല്ലെ? അതായത് ഒരു പർട്ടിക്കുലർ റീജിയൻ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ യുണീക്ക് ആയിട്ട് ചില സ്പീഷീസുകൾ കാണാൻ പറ്റും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആ യുണീക്നെസ്, ആ സ്പീഷീസുകളുടെ, അതിനാണ് നമ്മൾ എൻഡമിസം അല്ലെങ്കിൽ എൻഡമിക് സ്പീഷീസുകൾ എന്ന് പറയുന്നത്, അല്ലെ? സോ നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് എൻഡമിസം? Endemism is the ecological state of a species being unique to a defined geographical location, such as island, nations, country, or other defined zones. അല്ലെ? ഈ ഏരിയാസിലെ ചില സ്പീഷീസുകൾ യുണീക്ക് ആയിട്ട് നമുക്ക് കാണാനായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കാം നീലഗിരി ടാർ, അല്ലെ? അത് ദേ ആർ എൻഡമിക് ടു നീലഗിരി ഹിൽസ്. ആ ഒരു റീജിയനിൽ സ്പെസിഫിക് ആയിട്ട് കാണുന്ന ചില ഓർഗാനിസംസ് ആണ്. അതുപോലെ തന്നെ ലയൺ ടെയിൽ മാക്കാക്ക, അല്ലെ? അവരെവിടെയാണ്? വെസ്റ്റേൺ ഗാർഡ്സിലാണ് എൻഡമിക് ആയിട്ട് കാണുന്നത്. യെസ്. അപ്പം ആ 2 കാര്യങ്ങളാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടത്. എന്താണ് എൻഡമിസം എന്ന് പറയണം, എക്സാമ്പിൾസും കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. അത് നിങ്ങൾ എടുത്തെഴുതുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. പിന്നെ ചോദിച്ചിരിക്കുന്നത് സെക്ഷൻ ബി, ദാറ്റ് ഈസ് ഇവൾ ക്വാർട്ടറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 4 റീസൺസ്, അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 4 റീസൺസ്, അല്ലെ? അതാണ് ഇവൾ ക്വാർട്ടറ്റ്. ഏതൊക്കെയാണത്? ജസ്റ്റ് നോക്കാം നമുക്ക്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, അല്ലെ? നമുക്കറിയാം, അതായത് ചില നമ്മളുടെ ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നോർമൽ ആയിട്ട് ഈ സ്പീഷീസുകളുടെ ഒക്കെ ഹാബിറ്ററ്റ് നഷ്ടപ്പെടും, അല്ലെ? ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും പല രീതിയിൽ, അല്ലെ? അപ്പൊ അതൊക്കെ ഒരു കാരണമാണ് ബയോഡൈവേഴ്സിറ്റി ലോസ് ആവാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, അല്ലെ? പലതരത്തിലുള്ള ഓർഗാനിസത്തിനെ നമ്മൾ മിസ്യൂസ് ചെയ്യും പലപ്പോഴും, അല്ലെ? പിന്നെ അവർ ഓവറായിട്ട് അവരെ പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവുന്നുണ്ട്. പിന്നെ എക്സോട്ടിക് സ്പീഷീസ് ഇൻവേർഷൻസ്, അതായത് നമുക്കറിയാം ഏലിയൻ സ്പീഷീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അതായത് ചില ഏരിയാസിൽ നമ്മുടെ ഇവിടെ ഉള്ളതല്ല, ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ചില സ്പീഷീസുകൾ, ആഫ്രിക്കൻ പായലുകൾ, അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐക്കോർണിയ, വാട്ടർ ഹയാസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെ അതെ. അപ്പം അങ്ങനെയുള്ള ഏലിയൻ സ്പീഷീസുകളുടെ ഇൻട്രൊഡക്ഷൻ വരുന്നത്, അല്ലെ? അതൊരു കാരണമാണ്. പിന്നെ അതുപോലെ തന്നെ കോ എക്സ്റ്റിങ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും 2 പർട്ടിക്കുലർ ഓർഗാനിസംസ് ഒരു മ്യൂച്വലിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലായിരിക്കും പോകുന്നത്. അപ്പം ഒന്ന് നഷ്ടപ്പെടുമ്പോൾ മറ്റത് ഓട്ടോമാറ്റിക്കലി തന്നെ നഷ്ടപ്പെടുവാണ്, അതിന്റെ ആ സർവൈവൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ ഈ പോയിന്റ്സ് നമുക്കറിയാം, പക്ഷെ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന്റെ എക്സാമ്പിൾസും ഒക്കെ കൊടുത്ത് അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. That is, first one, habitat loss and fragmentation. അതാണ് പറഞ്ഞത്. That is, when large habitats are broken into smaller fragments due to various man-made activities, anthropogenic activities. Then activities such as, അങ്ങനെയുള്ള ആക്ടിവിറ്റീസിന് എക്സാമ്പിൾ ആണ് cutting of trees, burning of forests, then plowing grasslands that results in extinction of that particular species. Example ആയിട്ട് വാഗ എന്ന് പറയുന്ന സ്പീഷീസിനെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. Clear? Then that is about habitat loss and fragmentation. Next point is over exploitation. നമ്മൾ സ്റ്റെല്ലർ സീ കൗ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, അല്ലെ? അതിനെ നമ്മൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട് പലപ്പോഴും. ഓവർ യൂസ് ഓർ മിസ്യൂസ് ഓഫ് റിസോഴ്സസ് ദാറ്റ് ത്രെറ്റൻസ് എർത്ത്സ് ബയോഡൈവേഴ്സിറ്റി. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് എ സ്പീഷീസ് that will reduce the size of its population leading to its extinction. Okay, അതിനൊരു എക്സാമ്പിൾ നമുക്ക് കൊടുക്കാം.
നെക്സ്റ്റ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എക്സോട്ടിക് സ്പീഷീസിന്റെ ഇൻവേർഷൻസ്. നമ്മൾ പറഞ്ഞു വാട്ടർ ഹാസ് എന്നൊരു പോയിന്റ് മിസ് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ നൈൽ പേർച്ച് എന്ന് പറയുമ്പോഴത്തേക്കും അത് ലേക്ക് വിക്ടോറിയ അവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെ. അപ്പൊ അവിടെ സിച്ചിലേഡ് ഫിഷിന്റെ എക്സ്റ്റിങ്ഷന് കാരണമാണ്. 200 സ്പീഷീസ് ഓഫ് സിച്ചിലേഡ് ഫിഷ് നൈൽ പേർച്ചിന്റെ ഇൻട്രൊഡക്ഷൻ കാരണമായിട്ട് അല്ലെ. സോ ദ വൈഡ് സ്പ്രെഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഏലിയൻ സ്പീഷീസ് by human beings is threat to biodiversity. Then exotic species have proved harmful to both aquatic as well as terrestrial ecosystems. Example Nile perch പറയാം, അതുപോലെ തന്നെ water hyacinth നമുക്ക് പറയാം. Clear? Then last point co-extinctions. നമ്മൾ പറഞ്ഞു അല്ലെ. എക്സാമ്പിൾ പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഇൻസെക്ട്സ് ആൻഡ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അവർ തമ്മിലുള്ള ഒരു മ്യൂച്വലിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് അല്ലെ. So certain obligatory mutualistic relationships that exist in nature that we know. That when one species become extinct, the other dependent species on it also become extinct. പരസ്പരം ഡിപ്പെൻഡന്റ് ആയിട്ടാണ് അവർ ജീവിക്കുന്നത് അല്ലെ. അപ്പം ആ ഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഇൻസെക്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്ലവറിന്റെ പോളിനേഷൻ അത് എഫക്ട് ചെയ്യും അല്ലെ. സോ ദാറ്റ് ഈസ് അബൌട്ട് കോ എക്സ്റ്റിങ്ഷൻ. ഓക്കെ, സോ ഈ 4 പോയിന്റ്സ് ആണ് നമ്മൾ ഇവൾ ക്വാർട്ടറ്റ് പറയുമ്പോൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. ദെൻ എൻഡമിസം എന്താണെന്ന് എഴുതണം, അതിനുള്ള എക്സാമ്പിൾസും കൂടെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ? ദാറ്റ് ഈസ് അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. പിന്നെ മാം കൺസർവേഷനെ പറ്റിയിട്ട് അതെ അപ്പൊ നമ്മള് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് കേട്ടോ ക്വസ്റ്റ്യൻസ് വരുന്ന. ഓക്കെ, അപ്പൊ ആ ഒരു ഏരിയയും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് നോക്കുക. ക്ലിയർ? ബയോഡൈവേഴ്സിറ്റിയുടെ കൺസർവേഷനെ കുറിച്ച് നമ്മൾ പഠിക്കണം. നമുക്കറിയാം അത് 3 കൺസർവേഷന്റെ ആവശ്യം പറയുന്നുണ്ട്. നാരോലി യൂട്ടിലിറ്റേറിയൻ, ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ, എത്തിക്കൽ മെത്തേഡ്സ് ഓഫ് കൺസർവേഷൻ അല്ലെ. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫോറസ്റ്റിനെ അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യങ്ങൾ ഉണ്ടാവും നമുക്ക് അല്ലെ. പിന്നെ ഡയറക്റ്റ് ആയിട്ടല്ലാതെ എക്കോസിസ്റ്റം സർവീസുകൾ നമ്മൾ അല്ലെ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ബയോഡൈവേഴ്സിറ്റിനെ കൺസർവ് ചെയ്യണം. ആ ഒരു നീഡും കൂടെ നിങ്ങൾ പറയാം. പിന്നെ അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻസ് പറയുമ്പോൾ മെയിൻ ആയിട്ട് 2 മെത്തേഡ്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻസിറ്റീവ് ആസ് വെൽ ആസ് എക്സിറ്റീവ് കൺസർവേഷൻ. ഓക്കെ, ഇൻസിറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഓൺ സൈറ്റ് കൺസർവേഷൻ ആണ്. ഓക്കെ, അത് ഒരു മെത്തേഡ്. അതായത് നമ്മൾ ഏതൊരു ഹാബിറ്റിലാണോ ആ പർട്ടിക്കുലർ ഓർഗാനിസം ഉള്ളത് അവിടെ തന്നെ അതിനെ കൺസർവ് ചെയ്യാം ഡിസ്റ്റർബൻസ് ഇല്ലാതെ. ദെൻ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സിറ്റീവ് കൺസർവേഷൻ ആണ്. ഓക്കെ, ദറ്റ് ഈസ് അബൌട്ട് ഓഫ് സൈറ്റ് കൺസർവേഷൻ. നമ്മൾ അതിന്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് അതിനെ നമ്മൾ വേർപ്പെടുത്തി കൊണ്ടുവരിക, എന്നിട്ട് നമ്മൾ കൺസർവ് ചെയ്യണം. നമ്മൾ മ്യൂസിയം, സൂസ് അല്ലെ, അങ്ങനെയുള്ള അക്വേറിയം, നഴ്സറീസ് അല്ലെ, അതൊക്കെ ഈ പറയുന്ന എക്സിറ്റീവ് മെത്തേഡിൽ വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം ഇൻസിറ്റീവ് കൺസർവേഷന്റെ മെത്തേഡ്സ് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് അല്ലെ. ഹോട്ട്സ്പോട്ട്സ് വരുന്നുണ്ട്. 34 ഹോട്ട്സ്പോട്ട്സ് ആണ് നമുക്ക് വേൾഡ് വൈഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഹോട്ട്സ്പോട്ട്സിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ 3 നമ്മൾ തിരിക്കുന്നുണ്ട്. അതായത് വെസ്റ്റേൺ ഗാർഡ്സ് വരുന്നുണ്ട്. ഓക്കെ, വെസ്റ്റേൺ ഗാർഡ്സ്. പിന്നെ ഏതൊക്കെയാണ്? ഇൻഡോ ബർമ, പിന്നെ വരുന്നത് ഹിമാലയസ്. ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും, പോയിന്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അങ്ങനെ ഹോട്ട്സ്പോട്ട്സ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഏതൊക്കെയാണ്? സേക്രഡ് ഗ്രൂവ്സ് വരുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം കാവുകളെയൊക്കെ നോർമലി നമ്മൾ കൺസേർവ് ചെയ്യുന്നതാണ് അല്ലെ, സേക്രഡ് ഗ്രൂവ്സ്. പിന്നെ അതുപോലെ വരുന്നത് നാഷണൽ പാർക്കുകൾ. എത്ര നാഷണൽ പാർക്കാണ്? 90 നാഷണൽ പാർക്സ് ആണ് നമുക്ക് ടോട്ടൽ ആയിട്ടുള്ളത് അല്ലെ. ഏറ്റവും ലാർജസ്റ്റ് നാഷണൽ പാർക്ക് ഏതാണ് വരുന്നത്? ഗ്രീൻലാൻഡ് നാഷണൽ പാർക്ക് അല്ലെ. നോർത്ത് ഈസ്റ്റ് ഗ്രീൻലാൻഡ് നാഷണൽ പാർക്ക് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് അല്ലെ. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വരുന്നത് ഏതൊക്കെയാണ്? ബയോസ്ഫിയർ റിസർവ്സ് വരുന്നുണ്ട്. ഓക്കെ, ബയോസ്ഫിയർ റിസർവ്സ്. അപ്പൊ ബയോസ്ഫിയർ റിസർവ്സ് നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്കറിയാം, നമ്മൾ സോൺസ് എല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലെ ബയോസ്ഫിയർ റിസർവ്സിന്റെ. ഓക്കെ, അതിന് ഏറ്റവും ആക്ടിവിറ്റീസ് ഒന്നും അലൗഡ് അല്ലാത്ത കോർ സോൺ ഉണ്ട് അല്ലെ, കോർ സോൺ. പിന്നെ അതുപോലെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാണുന്ന ബഫർ സോൺ നമുക്കുണ്ട്. ഓക്കെ, ബഫർ സോൺ. പിന്നെ അതുപോലെ തന്നെ ട്രാൻസിഷൻ സോൺ. ഇവിടെയാണ് സെറ്റിൽമെന്റുകളൊക്കെ കാണുന്നത്. ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് ഒക്കെ കൂടുതൽ കാണുന്നത് ട്രാൻസിഷൻ സോണിലായിരിക്കും. ആക്ടിവിറ്റീസ് എല്ലാം പെർമിറ്റഡ് ആയി. അപ്പൊ ഇങ്ങനെയുള്ള സോൺസ് തിരിച്ചുള്ള കാര്യങ്ങളൂടെ അതിനകത്ത് വരുന്നുണ്ട്. ക്ലിയർ? പിന്നെ അതുപോലെ തന്നെ നമുക്ക് എക്സിറ്റീവ് മെത്തേഡ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ. എക്സിറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ എന്താ പറയാ ഗാർഡൻസ് അല്ലെ, സുവോളജിക്കൽ പാർക്കുകൾ, നഴ്സറീസ്, പിന്നെ ക്രയോ പ്രിസർവേഷൻ ഒക്കെ പറയാം അല്ലെ. ലിക്വിഡ് നൈട്രജനിൽ നമ്മൾ -190 ഡിഗ്രി സെൽഷ്യസിൽ കൺസേർവ് ചെയ്യുന്ന ക്രയോ പ്രിസർവേഷൻ ഒക്കെ എക്സിറ്റീവ് -196 ഡിഗ്രി സെൽഷ്യസിൽ. ഓക്കെ, അതൊക്കെ നമുക്ക് ഇതിനകത്ത് പറയാവുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. അപ്പം കൺസർവേഷൻ, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനും കൂടെ നമ്മളൊന്നും കൂടെ സ്ട്രെസ് ചെയ്ത് നോക്കുക. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ക്ലിയർ? ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ.
Moving on to the next question. So next, let us move on to the third question. At what stage does Plasmodium gain entry into the human body? Write the different stages of its life cycle in the human body. That's a question. So Plasmodium in the parayumbo, we know that Plasmodium is the malarial parasite. It is the malarial parasite. And അതിന് രണ്ട് ഹോസ്റ്റ് ആണുള്ളത്, ഒന്ന് ഹ്യൂമൻ ബീയിങ്ങും ആൻഡ് മോസ്കിറ്റോ. രണ്ട് ഹോസ്റ്റിലാണ് അതിന്റെ ലൈഫ് സ്പാൻ അത് കംപ്ലീറ്റ് ചെയ്യുന്നത്, മോസ്കിറ്റോ ആൻഡ് ഹ്യൂമൻ ബീയിങ്. Where human beings, this Plasmodium is having different stages, porozoite, merozoite, then schizonte, അങ്ങനെ കുറേ stages ഉണ്ട്, where it is gaining the entry into the human body in the stage known as porozoite. Okay, so the first question answer sporozoite ആണ്. Then write the different stages of its life cycle in human body ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ പറയാനുള്ളത്, വൺസ് ഹ്യൂമൻ ബീയിങ്ങിൽ അത് എൻ്റർ ചെയ്ത് കഴിയാണ്, ദി സ്പോറോസോയിഡ്സ് വിൽ എൻ്റർ ഇൻസൈഡ് ദ ഹ്യൂമൻ ബോഡി. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഇൻഫെക്ട് ദ liver cells. It will go and infect the liver cells, where liver cells ingested ആയി കഴിയുമ്പോൾ അവിടെ ചെന്ന് അവർ മൾട്ടിപ്ലൈ ചെയ്യണം. They are producing more and more progenies. ഒരുപാട് പ്രോജനീസ് ഉണ്ടാവുന്നു. And then it will rupture the liver cells. Liver cellsനെ റപ്ചർ ചെയ്തിട്ട് അവർ പുറത്തേക്ക് ബ്ലഡ് സ്ട്രീമിലേക്ക് വരികയാണ്. Where രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് ബ്ലഡ് സ്ട്രീമിൽ അവരുടെ എന്താ പറയാ ട്രാൻസ്മിഷൻ പിന്നീട് നടക്കുകയാണ്. ഫ്രം ദ ബ്ലഡ് സ്ട്രീം ദേ വിൽ ഗോ ഇൻ ടു ദ മോസ്കിറ്റോ, ഗാമിറ്റോസൈറ്റ്സ് ആയിട്ട് മോസ്കിറ്റോസിലേക്ക് പോവാണ്. ആൻഡ് അവിടെ നിന്ന് ലൈഫ് സൈക്കിൾ കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ആ ബ്ലഡ് സെല്ലിന്റെ ഉള്ളിലേക്ക് കയറി എർത്രോസൈറ്റിക് സ്റ്റേജും കൂടെ അവർ കാണിക്കുന്നുണ്ട്. ഷൈസോണ്ട് ആയിട്ട് മാറുന്നുണ്ട്. വേർ ദേ വിൽ റെപ്ലിക്കേറ്റ് മൾട്ടിപ്ലൈ മോർ ആൻഡ് മോർ ഇൻസൈഡ് ദ ബ്ലഡ് സെൽസ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദേ വിൽ റിച്ചർ ദ ബ്ലഡ് സെൽസ് ടു റിലീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ പ്രൊഡ്യൂസ് എ ടോക്സിൻ കോൾഡ് ഹീമോസോയിൻ. ഹീമോസോയിൻ ആണ് ഈ ഡിസീസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ ഒരു ചില്ലും ഹൈ ഫീവർ ഒക്കെ കോസ് ചെയ്യുന്നത്. സോ ഇത്രയും പോയിന്റ്സ് ആണ് അതിൽ ഓർക്കാനുള്ളത്. പിന്നെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫ്ലോ ചാർട്ട് ഒന്ന് കാണാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ, ഇറ്റ് ഇസ് ദ സ്പോറോസോയിഡ് ആൻഡ് ലെറ്റ് us see the flow chart. So here first stage നോക്കുക, it is transmitted into human being അല്ലെ. ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് it is in the form of sporozoite. സ്പോറോസോയിറ്റ് ആയിട്ടാണ് മോസ്കിറ്റോയിൽ നിന്ന് ഹ്യൂമൻ ബീയിങ്സിലേക്ക് ഇൻജസ്റ്റഡ് ആയിട്ട് വരുന്നത്. Where the sporozoites enter the liver and infect the hepatocytes. Hepatocytes എന്ന് പറഞ്ഞാൽ it is the liver cells. The liver cells are known as the hepatocytes. So sporocytes പോയിട്ട് ഹെപ്പാറ്റോസൈറ്റിനെയാണ് ഇൻഫെക്ട് ചെയ്യുന്നത്. ആൻഡ് there undergoes mitotic replication. കണ്ടിന്യൂസ് ആയിട്ട് അവിടെ സെൽ ഡിവിഷൻ ഉണ്ടായി കൂടുതൽ സ്പോറോസോയിറ്റ്സ് അവിടെ ഫോം ചെയ്യാണ്. ആൻഡ് ഇവൻച്വലി ദ ലിവർ സെൽസ് വിൽ റപ്ചർ. ആൻഡ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സ്പോറോസോയിറ്റ് കഴിഞ്ഞ് കുറെ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ് വരുന്ന ആ സ്റ്റേജിനെയാണ് മീറോസോയിറ്റ്സ് എന്ന് പറയാം. ഇഫ് ദേ ആർ റിലീസ്ഡ് ഔട്ട്സൈഡ് ഇൻ ദ ഫോം ഓഫ് മീറോസോയിറ്റ്സ്. ഓക്കെ, സോ ആ പേരുകൾ ഓർത്ത് വെക്കാനില്ല, ജസ്റ്റ് ലൈഫ് സൈക്കിൾ മാത്രം ഇപ്പോൾ അറ്റ് പ്രസന്റ് ഇപ്പോൾ ഓർക്കാനുള്ളൂ. സോ മീറോസൈറ്റ്സ് ആർ റിലീസ്ഡ് ആൻഡ് ഒന്ന് ദേ വിൽ എൻറ്റർ ഇൻ ടു ദ എറിത്രോസൈറ്റ്സ്, അതായത് റെഡ് ബ്ലഡ് സെൽസിലേക്ക് കയറുന്നു. ഓക്കെ, വേർ ദേ ആർ കൺവേർട്ടഡ് ടു ട്രോഫോസൈറ്റ് ആൻഡ് ഷൈസോൺ സ്റ്റേജസ് കൂടെ കൺവേർട്ടഡ് ആവുകയാണ്. ആൻഡ് ഒരുപാട് റെപ്ലിക്കേറ്റഡ് ആയി കൂടുതൽ പ്രോജനീസ് ഉണ്ടായി കഴിയുമ്പോൾ ദ RBCs are being ruptured, releasing them into the bloodstream more and more. Okay, then പിന്നെ ഒരു പോസിബിലിറ്റി ഉള്ളത് ഹ്യൂമൻ ബീയിങ്സിൽ നിന്ന് മീറോസൈറ്റ് സ്റ്റേജിൽ നിന്ന് they are producing the gametocytes and they enter inside the mosquito while they are sucking the blood from the infected person. Mosquito വഴി അത് കയറിയിട്ട് this gametocytes are undergoing meiosis, reduction division, forming the gametes form ചെയ്യുന്നു. Where these gametes will fuse together to form what they are forming. അവർ എന്താ പറയാ ഫ്യൂഷൻ ഫെർട്ടിലൈസേഷൻ നടക്കുകയാണ്. ആൻഡ് ദേ ആർ അഗെയിൻ ഫോമിങ് ദ സ്പോറോസോയിഡ്സ്. വീണ്ടും സ്പോറോസോയിഡ്സ് അവിടെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദേ ആർ അഗെയിൻ infecting another person and this transmission continues. Okay, so ഓർത്ത് വെക്കേണ്ട points here, the sporozoites enter the human body through the bite of Anopheles mosquito, and these sporozoites move to the liver through the bloodstream വഴിയാണ് പോകുന്നത്, where they multiply in this hepatocytes or in the liver cells, and the liver cells burst to release the parasites again into the bloodstream. അല്ലെ, bloodstream in the liver cells കയറുന്നു, വീണ്ടും it is released into the bloodstream, and the parasites multiply rapidly in the
RBCs. RBC-ലാണ് നമ്മൾ erythrocytic stage പറഞ്ഞത്. Where they are forming, we already told that they are forming the schizones. Okay, and they are rupturing where they release certain toxin known as hemozoin, which causes high fever and chills in the body of an infected person. And from the infected person, it is again carried while having blood. Other mosquito like it is getting transmitted to another healthy person. That's how the transmission of malaria occurs. Okay. Then let us move on to the next question. Okay, moving on to the next question. That is, study the table showing the population interaction between species Y and Z respectively. Assign the appropriate positive or negative sign for A, B, D, E and respective interactions for C and F. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ടേബിൾ ആണ് തന്നിരിക്കുന്നത്. അതിനകത്ത് 2 സ്പീഷീസുകളാണ് എഴുതിയിരിക്കുന്നത്, സ്പീഷീസ് Z ആൻഡ് Y. ദെൻ അവരുടെ ഇന്ററാക്ഷൻസിനെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചിലതൊക്കെ മിസ്സിംഗ് ആണ്. സോ നമ്മളത് കറക്റ്റ് ആയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കുക. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സയൻസ് കൊടുക്കണം. പിന്നെ ചിലതൊക്കെ ഇന്ററാക്ഷൻസ് ഏതൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പം ഈ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഇത് മാത്രമല്ല, നമ്മൾ എന്തും കൂടെ ചെയ്യണം, ഈ പറഞ്ഞ ഇന്ററാക്ഷൻസും കൂടെ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന് എക്സാമ്പിൾസ് കൊടുക്കാം. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ആണ് അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്പീഷീസ് Z ആൻഡ് Y തന്നിട്ടുണ്ട്. അത് A, B എന്ന് തന്നിരിക്കുകയാണ്. ബിക്കോസ് അവിടുത്തെ ഇന്ററാക്ഷൻ ഇസ് മ്യൂച്വലിസം. ഓക്കെ, നമുക്കറിയാം മ്യൂച്വലിസം എന്ന് പറയുന്ന ഇന്ററാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അവിടെ 2 സ്പീഷീസുകൾ ഉണ്ടെങ്കിൽ 2 സ്പീഷീസിനെയും അത് എങ്ങനെയായിരിക്കും എഫക്ട് ചെയ്യുക? 2 സ്പീഷീസിനും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് അല്ലെ. അതായത് 2 പേർക്കും നമുക്ക് പോസിറ്റീവ് ആണ് അല്ലെ. അതായത് 2 സ്പീഷീസുകൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആകുമ്പോൾ 2 പേർക്കും ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ക്ലിയർ? സോ ദാറ്റ് ഈസ് അബൌട്ട് മ്യൂച്വലിസം. അതുപോലെ തന്നെ നെക്സ്റ്റ് 2 ഓർഗാനിസത്തിനും നെഗറ്റീവ് സൈൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ആയിരിക്കാം? ഇറ്റ് വിൽ ബി കോമ്പറ്റീഷൻ അല്ലെ. കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു ഇന്ററാക്ഷൻ ആകുമ്പോൾ 2 സ്പീഷീസ് അല്ലെ പലതരത്തിലുള്ള റിസോഴ്സസിന് വേണ്ടിയിട്ട് തമ്മിൽ കോമ്പീറ്റ് ചെയ്യുന്നു അല്ലെ. കോമ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ 2 പേർക്കും എന്താണ് നെഗറ്റീവ് എഫക്ട് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അവിടെ. ക്ലിയർ? സോ ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് വരുന്നത് കോമ്പറ്റീഷൻ എന്നാണ്. ഓക്കെ, കോമ്പറ്റീഷൻ. ക്ലിയർ? ദെൻ അടുത്തത് D ആൻഡ് E. 2 സ്പീഷീസിനും എന്ത് എഫക്റ്റ് ആണെന്ന് അറിയത്തില്ല. ഇന്ററാക്ഷൻ തന്നിരിക്കുന്നത് ദാറ്റ് ഇസ് പാരസൈറ്റിസം. ഓക്കെ, അപ്പം പാരസൈറ്റിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ ഇന്ററാക്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പാരസൈറ്റിസം, ഒരു ഓർഗാനിസം വേറൊരു ഹോസ്റ്റിനെ പാരസൈറ്റ് അല്ലെ പാരസൈറ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ഓർഗാനിസത്തിന് അത് പോസിറ്റീവ് ആയിരിക്കും അല്ലെ, അതിന് ബെനിഫിഷ്യറി ആയിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും. അടുത്തൊരു ഓർഗാനിസം എന്ന് പറയുമ്പോൾ അത് ഹാം അല്ലെ, അതിന് നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും. അതായത് ഹോസ്റ്റിൽ നിന്നും അതിന്റെ ന്യൂട്രിയൻസ് കംപ്ലീറ്റ് ആയിട്ട് അത് എടുക്കുവാണ് ഈ പാരസൈറ്റ്. അപ്പൊ ആ ഹോസ്റ്റിന് അതൊരു ഹാം ആയിരിക്കും, പാരസൈറ്റിന് ന്യൂട്രിയൻസ് കിട്ടുന്നത്. ക്ലിയർ? സോ ആ ഒരു രീതിയിലാണ് വരുന്നത്. ലാസ്റ്റ് വന്നിരിക്കുന്നത് ഒരു സ്പീഷീസിന് ബെനിഫിഷ്യറി എഫക്റ്റും ഒരു സ്പീഷീസിന് 0, അതായത് ഒരു എഫക്റ്റും ഇല്ല അല്ലെ, അതിന് ഹാമും ഇല്ല എന്നാൽ ബെനിഫിറ്റും ഇല്ല. ആ ഒരു കൈൻഡ് ഓഫ് ഇന്ററാക്ഷൻ ഏതായിരിക്കും? ദാറ്റ് ഈസ് കെമൻസാലിസം അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കെമൻസാലിസം. ദാറ്റ് ഈസ് ദിസ് ഇന്ററാക്ഷൻ. ഓക്കെ, അതായത് ഒരെണ്ണം ബെനിഫിറ്റഡ് ആണ് ആൻഡ് ദ നെക്സ്റ്റ് സ്പീഷീസ് ഇസ് നെയ്തർ ഹാം നോർ ബെനിഫിറ്റഡ്. ക്ലിയർ? അപ്പൊ ഇനി നമ്മൾ ഈ ഇന്ററാക്ഷൻസിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നോക്കാം. മ്യൂച്വലിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ഓർഗാനിസംസ് അവിടെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ 2 ഓർഗാനിസംസ് ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് വേർ ബോത്ത് ദ പാർട്ട്നേഴ്സ് ആർ ബെനിഫിറ്റഡ് ആൻഡ് കനോട്ട് ലീവ് സെപ്പറേറ്റ്ലി അല്ലെ. നമ്മൾ ആ ഇൻസെക്ടിന്റെയും പ്ലാന്റിന്റെയും കാര്യമൊക്കെ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ, മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പ് ആണ്. അപ്പം ഒരാളില്ലാതെ മറ്റേ ആൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സർവൈവൽ ഇല്ല. എക്സാമ്പിൾ നമുക്ക് പറയാം ആൽഗെ ആൻഡ് ഫംജൈ അല്ലെ. ലൈക്കൻസ് നമുക്കറിയാം, മൈക്കോബിയോൺ ഫൈക്കോബിയോൺ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം ഇവര് 2 പേരും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് എപ്പോഴും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മൈക്കോറൈസൽ അസോസിയേഷൻ അല്ലെ, ഫംജയും അതുപോലെ തന്നെ ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സും തമ്മിലുള്ള അസോസിയേഷൻ ആണ് അല്ലെ. അപ്പൊ 2 പേർക്കും മ്യൂച്വലിസ്റ്റിക് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് അവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ റൈസോബിയവും ലെഗ്യൂം പ്ലാന്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ ഫിഗ് ആൻഡ് വാസ്പ് സ്പീഷീസ് അല്ലെ. അപ്പം ഈ ഫിഗിനകത്ത് വാസ്പിന് അത് എഗ് ലേ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ദെൻ അതിന്റെ പോളിനേഷനും അല്ലെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും. സോ ദാറ്റ് ഇസ് അബൌട്ട് ദാറ്റ് മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് കംസ് കോമ്പറ്റീഷൻ. നമ്മൾ പറഞ്ഞു ദാറ്റ് ഇസ് 2 ഓർഗാനിസംസ് കോമ്പീറ്റ് ചെയ്യുകയാണ് അല്ലെ റിസോഴ്സസിന് വേണ്ടിയിട്ട്. സോ വെൻ 2 ഓർഗാനിസം ബിലോങ്ങിങ് ടു ക്ലോസ്ലി റിലേറ്റഡ് or unrelated groups, they compete for the same resources that are limited ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ റിസോഴ്സിന് വേണ്ടിയിട്ടാണ് കോമ്പറ്റീഷൻ ഒക്കെ അറിയുന്നത്. സോ ഇറ്റ്
ഇറ്റ് മേ ബി ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓഫ് സെയിം സ്പീഷീസ്. അതായത് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ നടക്കാം അല്ലെ. ഇൻട്രാ സ്പെസിഫിക് ആയിട്ടുള്ള കോമ്പറ്റീഷനും ഉണ്ട്, ഇന്റർ സ്പെസിഫിക് ആയിട്ടുള്ള കോമ്പറ്റീഷൻസും ഉണ്ട്. അതായത് ഒരു സ്പീഷീസിനകത്ത് തന്നെ നടക്കുമ്പോൾ ദാറ്റ് ഈസ് ഇൻട്രാ സ്പെസിഫിക് അല്ലെ. രണ്ട് സ്പീഷീസുകൾക്ക് ഇടയിലാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇന്റർ സ്പെസിഫിക് ഇന്ററാക്ഷൻസ്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നത് ഗാലപ്പഗോസ് ഐലൻഡിലുള്ള അബിംഗ്ടൺ ടോർട്ടോയ്സിന്റെ എക്സ്റ്റിങ്ഷന്റെ കാര്യമാണ് അല്ലെ. അവിടെ ഗോഡ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഗോഡ്സിന്റെ ഹയർ ബ്രോസിംഗ് എഫിഷ്യൻസി കാരണമായിട്ട് ഈ പറയുന്ന അബിംഗ്ടൺ ടോർട്ടോയ്സിന്റെ എക്സ്റ്റിങ്ഷൻ സംഭവിച്ചു. ക്ലിയർ. അതുപോലെ തന്നെ പറയാന്ന് പറഞ്ഞാണ് സുപ്പീരിയർ ബാർണക്കിൾ ബലാനസ് ആൻഡ് സ്മോളർ ബാർണക്കിൾ കെറ്റമാനസ്. ഓക്കെ, അവർ ഇതുപോലെ തന്നെ ഒരു ആളുടെ എന്താ പറയാ കൂടുതലായിട്ടുള്ള എഫിഷ്യൻസി, ആ എഫിഷ്യൻസിനെ ബേസ് ചെയ്ത് മറ്റു ഓർഗാനിസം പതുക്കെ അതിന്റെ എന്താ പറയാ ഡിറ്റീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് കോമ്പറ്റീഷൻ. നെക്സ്റ്റ് റിലേഷൻ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് പാരസൈറ്റിസം. സോ ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ലിവിംഗ് ഓർഗാനിസം ഓർ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ഇൻ വിച്ച് one organism obtain food from the another living organism. അല്ലെ, നമ്മൾ ഹോസ്റ്റും പാരസൈറ്റിന്റെ കാര്യം പറഞ്ഞു അല്ലെ. സോ കോൺടാക്ട് ബിറ്റ്വീൻ ഹോസ്റ്റ് ആൻഡ് പാരസൈറ്റ് മേ ബി ടെമ്പററി ഓർ പെർമനന്റ്. ടെമ്പററി ആയിട്ടാകാം അല്ലെങ്കിൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും ആകാം. എക്സാമ്പിൾ നമുക്ക് ഈ പാരസൈറ്റിസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ രണ്ട് രീതിയിലുണ്ട് അല്ലെ. ദാറ്റ് ഈസ് എക്ടോ പാരസൈറ്റ്സും ഉണ്ട്, എക്ടോ പാരസൈറ്റ്സ് ആൻഡ് എൻഡോ പാരസൈറ്റ്സ്. നമുക്കറിയാം എക്ടോ എന്ന് പറയുമ്പോഴത്തേക്കും ദ ടേം ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ആ പാരസൈറ്റ് ഹോസ്റ്റിന് പുറമെയാണ് കാണുന്നത് അല്ലെ. പുറമെയാണ് അതിന്റെ ലിവിങ് എന്താ പറയാ സർവൈവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എൻഡോ പാരസൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഹോസ്റ്റിന്റെ ഉള്ളിലായിരിക്കും അത് വരുന്നത്. എക്ടോ പാരസൈറ്റ്സ് നമുക്ക് എക്സാമ്പിൾ പറയാം അല്ലെ. ദ ലൈസ് സക്ക് ബ്ലഡ് ഓഫ് ആനിമൽസ് അല്ലെ, ടിക്സ്, അതൊക്കെ എക്ടോ പാരസൈറ്റ്സ് ആണ്. എൻഡോ പാരസൈറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ട്രിപ്പാനോസോമ അല്ലെ, ദാറ്റ് ഫീഡ് ഓൺ ബോഡി ഫ്ലൂയിഡ്സ്, അതൊക്കെ എൻഡോ പാരസൈറ്റ്സിൽ വരുന്നതാണ്. പിന്നെ കസ്ക്യൂട്ടയും ഹോസ്റ്റ് പ്ലാന്റും തമ്മിലുള്ള റിലേഷൻ, അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അവരുടെയൊക്കെ റിലേഷൻഷിപ്പ് പാരസൈറ്റിസം ആണ്. പിന്നെ ബ്രൂഡ് പാരസൈറ്റിസം വരുന്നുണ്ട് അല്ലെ, ക്രോവും കുക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതൊക്കെ ബ്രൂഡ് പാരസൈറ്റിസിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അവിടെയും പറയാം. Clear? So that is about parasitism. Then moving on to the next relation, that is commensalism. നമ്മൾ പറഞ്ഞു അതായത് ഒരു സ്പീഷീസിന് ബെനിഫിറ്റ് ആണ് ആൻഡ് അതർ വൺ ഇസ് നെയ്തർ ഹാം നോർ ബെനിഫിറ്റഡ്. So it's an association between two organisms in which only one is benefited. Okay, only one is benefited. Second is neither benefited nor harmed. ക്ലിയർ. എക്സാമ്പിൾ നമുക്ക് ഓർക്കിഡിന്റെ കേസ് പറയാം. ഓർക്കിഡ് ഒരു എപ്പിഫൈറ്റ് ആണ് അല്ലെ. മാംഗോ ട്രീയിൽ ഒരു എപ്പിഫൈറ്റിക് നേച്ചറിലാണ് അത് ഗ്രോ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഷാർക്സ് ആൻഡ് റെമോറ ഫിഷസ്, ദെൻ കാറ്റിൽ എഗ്രറ്റ് ഗ്രേസിംഗ് കാറ്റിൽ, ദെൻ സീ അനിമോൺ ആൻഡ് ക്ലൗൺ ഫിഷ് അല്ലെ. നമുക്കറിയാം ഈ പറഞ്ഞ സീ അനിമോണിന് സ്റ്റിങ്കിങ് ടെന്റക്കിൾസ് ഉണ്ട് അല്ലെ. സോ ആ ടെന്റക്കിൾസ് യൂസ് ചെയ്ത് ക്ലൗൺ ഫിഷ് ആണ് അതിനെ ഹോസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ അനിമോണിന് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടുന്നില്ല. ക്ലിയർ. സോ ദാറ്റ് ഇസ് അബൌട്ട് ദിസ് commensalism. Clear. Then moving on to the next one, that is amensalism. ഈ നമ്മൾ ആ ടേബിളിൽ പറയാത്തൊരു ഇന്ററാക്ഷൻ ആണ്. amensalism പറഞ്ഞില്ല, അതുപോലെ തന്നെ predation, അതും ഒരു ഇന്ററാക്ഷൻ ആണ്. ഓക്കെ, അപ്പം amensalism എന്ന് പറയുമ്പോൾ ഇറ്റ്സ് an association between organisms of different species that is detrimental to one of the species but has no effect on other. അതായത് ഒരു സ്പീഷീസിന് കൺഫേം ആയിട്ട് ഡെട്രിമെന്റൽ എഫക്റ്റ് ആണ്, അതായത് എന്താ പറയാ അതിന് ഹാം ആണ്. ആൻഡ് ദ അതർ വൺ ഇസ് നോ എഫക്ട് അല്ലെ, ഇറ്റ് വിൽ ബി ഹാവിംഗ് നോ എഫക്ട്. ക്ലിയർ. സോ അലിലോപ്പതി, അതുപോലെ തന്നെ പെൻസിലിയം, സ്റ്റഫൈലോകോക്കസ്, അവരുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ഒരു രീതിക്കാണ്. ഒരാൾക്ക് ഒന്നും ഇല്ല, മീൻസ് ഒരു എഫക്റ്റും ഇല്ല, മറ്റേ ആൾക്ക് ഹാം ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ദെൻ ട്രൈക്കോഡർമ, നമ്മൾ ബയോളജിക്കൽ കൺട്രോളിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ട്രൈക്കോഡർമ പറഞ്ഞിരുന്നു. ഓക്കെ, ദാറ്റ് ഇസ് എ ബയോളജിക്കൽ കൺട്രോൾ ഏജന്റ് ആൻഡ് പ്ലാന്റ് പാത്തോജൻ. ഈ ട്രൈക്കോഡർമയും പ്ലാന്റ് പാത്തോജനും തമ്മിലുള്ള റിലേഷൻ, ഇതൊക്കെ അമെൻസാലിസത്തിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് പ്രിഡേഷൻ. നമുക്കറിയാം പ്രേ പ്രിഡേറ്റർ റിലേഷൻഷിപ്പ് അല്ലെ, നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻ ആണ്. ഫുഡ് ചെയിനിലൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ, പ്രേ പ്രിഡേറ്റർ റിലേഷൻ. So a common feeding behavior is seen in nature in which one animal, that is a predator, it will capture, kills and feeds upon the other animal, that is the prey അല്ലെ. ആ പ്രേനെ ക്യാപ്ചർ, കിൽ ആൻഡ് ഫീഡ്, അതാണ് പ്രിഡേറ്റർ ചെയ്യുന്നത്. സോ എക്സാമ്പിൾ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റും. ടൈഗർ ആൻഡ് ഡിയർ, ഹോക്ക് ആൻഡ് സ്മോൾ ബേർഡ്, സ്നേക്ക് ആൻഡ് റാറ്റ് അല്ലെ. നമ്മൾ ഫുഡ് ചെയിൻ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് കിട്ടും അതിന്.
ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പ്ലാന്റ്സിന്റെ കേസിൽ വരുമ്പോൾ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ദേ ആർ ഓൾസോ പ്രിഡേറ്ററി ഇൻ നേച്ചർ. പ്രിഡേഷ്യസ് ആയിട്ടുള്ള ചില പ്ലാന്റ്സ് ഉണ്ടല്ലേ, നമുക്ക് അറിയാം എക്സാമ്പിൾസ് ഏതൊക്കെയായിട്ട് നമുക്ക് പറയാൻ പറ്റും. വീനസ് ഫ്ലൈ ട്രാപ്പ്, നെപ്പന്തസ് അല്ലെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിന്റെ കേസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് അതിനകത്ത് എക്സാമ്പിൾസ് പറയാം. സോ ദാറ്റ് ഇസ് അബൌട്ട് പ്രിഡേഷൻ. സോ ഈ ഇന്ററാക്ഷൻസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുക, എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഇതെല്ലാം ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെക്ഷൻ ബിയിലെ 5ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. മെൻഷൻ എ പ്രോഡക്റ്റ് ഓഫ് ഹ്യൂമൻ വെൽഫെയർ ഒബ്റ്റെയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഈച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മൈക്രോബ്സ്. അതിൽ നമുക്ക് ഇവിടെ 6 മൈക്രോബ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ LAB അല്ലെ, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. പിന്നെ ബി സക്കാറോമൈസിസ് സെർവീസി. 3ാമത്തെ പ്രൊപ്യൂണി ബാക്ടീരിയം ഷർമാനി. 4th വൺ ആസ്പെർജില്ലസ് നൈഗർ. 5th മൊണാസ്കസ് പെർപ്യൂറിയസ്. 6th വൺ ട്രൈക്കോഡെർമ പോളിസ്പോറം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബെനഫിറ്റ്സ് അല്ലെ, ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടിയിട്ട് ഈ മൈക്രോ ഓർഗാനിസംസ് എന്തൊക്കെ ചെയ്യുന്നു ആ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിലോട്ട് വരാം. അപ്പോൾ ആദ്യത്തെയാണ് അല്ലേ, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ, അതാണ് ലാബ്. അപ്പോൾ ലാക്ടോബാസില്ലസ് അല്ലെ, ലാക്ടോബാസില്ലസ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് കേർഡ് ഫ്രം മിൽക്ക് അല്ലെ, കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് അത് സംഭവിപ്പിക്കുന്ന ബാക്ടീരിയ ആണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ അഥവാ ലാക്ടോബാസില്ലസ്. ഓക്കെ, ഇത് മെയിനായിട്ടും എന്തെന്നാ ചെയ്യുക, മിൽക്ക് പ്രോട്ടീൻ കേസിന്റെ പാർഷ്യൽ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ. മിൽക്ക് പ്രോട്ടീൻ ആണ് കേസിൻ, ഇതിന്റെ പാർഷ്യൽ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നു. അതുമാത്രമല്ല ന്യൂട്രിറ്റീവ് ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതായത് വൈറ്റമിൻ B12 കണ്ടന്റ് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുമാത്രമല്ല ഇത് മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്, പത്തോജനിക് ബാക്ടീരിയയുടെ ഗ്രോത്ത് സ്റ്റൊമക്കിൽ പ്രിവെന്റ് ചെയ്യാനായിട്ടും കേർഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പർട്ടിക്കുലർ ബാക്ടീരിയ കേർഡിൽ ഉണ്ടാവും അല്ലേ, അപ്പോൾ ഇത് പത്തോജനിക് ബാക്ടീരിയയുടെ ഗ്രോത്തിനെ അത് അറസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനെ പ്രൊബയോട്ടിക് ഫുഡായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട് അല്ലേ. കേർഡ് എല്ലാം പ്രൊബയോട്ടിക്സ് ആണ്, പ്രൊബയോട്ടിക് ഫുഡായിട്ട് കണക്കാക്കാറുണ്ട്. ടാബ്ലറ്റ് ഫോംസിലൊക്കെ ഇപ്പോൾ അതെ, അവൈലബിൾ ആണ്. അപ്പോൾ ഇത് മെയിൻ പോയിന്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക, ലാക്ടോബാസില്ലസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സക്കാറോമൈസിസ് സെർവീസി. നമുക്കറിയാം അല്ലേ, ഇത് ഈസ്റ്റ് ആണ്. അപ്പോൾ ഈസ്റ്റിനെ എങ്ങനെയൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യുക? ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ദ ബേക്കിംഗ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ ബ്രൂയിങ് ഇൻഡസ്ട്രീസിലും യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ഇപ്പം മെയിനായിട്ട് നമുക്കറിയാം ഇത് ഫെർമെൻറ്റേഷനാണ് ചെയ്യുന്നത് അല്ലേ. ഈസ്റ്റ് എനറോബിക് റെസ്പിറേഷൻ, അതായത് ഫെർമെൻറ്റേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ആൽക്കഹോളെല്ലാം ഫോം ചെയ്യും. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെയൊക്കെ യൂസ് ചെയ്യാം അല്ലെ. ബേക്കിങ്ങിൽ എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആ ഒരു ഫോർമേഷൻ ബേക്കിംഗ് ഇൻഡസ്ട്രീസിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ എത്തനോളിൻ്റെ ഫോർമേഷൻ അല്ലെ, എത്തനോൾ എവിടെ യൂസ് ചെയ്യാം? മെയിനായിട്ടും ബ്രൂയിങ് ഇൻഡസ്ട്രീസിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിനെ മെയിനായിട്ടും ഇവിടെയെല്ലാം യൂസ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് പ്രൊപ്യൂണി ബാക്ടീരിയം ഷർമാനി. ഓക്കെ, ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സ്വിസ് ചീസ് അല്ലെ. ലാർജ് ഹോൾസ് കാണാം അല്ലെ സ്വിസ് ചീസിൽ. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫോർമേഷൻ കൊണ്ടാണ് ആ ലാർജ് ഹോൾസ് ഫോം ചെയ്യുന്നത്. സോ ദ ലാർജ് ഹോൾസ് ഈസ് മെയിൻലി ഫോം ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ പ്രൊപ്യൂണി ബാക്ടീരിയം ഷർമാനി ഈ ഓർഗാനിസത്തിനെയാണ് സ്വിസ് ചീസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഓർഗാനിസം ആണ് ആസ്പെർജില്ലസ് നൈഗർ. ഓക്കെ, ആസ്പെർജില്ലസ് നൈഗർ വിച്ച് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സിട്രിക് ആസിഡ് അല്ലെ. സിട്രിക് ആസിഡിന്റെ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മൈക്രോബാണ് ആസ്പെർജില്ലസ് നൈഗർ. ഇതൊരു ഫംജൈ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് മൊണാസ്കസ് പെർപ്യൂറിയസ് അല്ലെ. ഇതും ഏതാണ്? ഒരു ഈസ്റ്റ് വെറൈറ്റി തന്നെയാണ് അല്ലെ. ഇതും ഒരു ടൈപ്പ് ഈസ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു എൻസൈമാണ് സ്റ്റാറ്റിൻ. ഓക്കെ, അപ്പോൾ ഈസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഈസ്റ്റായ മൊണാസ്കസ് പെർപ്യൂറിയസിൽ നിന്ന് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന ഒരു എൻസൈമാണ് സ്റ്റാറ്റിൻ. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? മെഡിക്കൽ അല്ലെ, മെഡിക്കൽ സയൻസിലാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജന്റ് ആയിട്ട് ഇതിനെ ഉപയോഗിക്കാറുണ്ട്. കൊളസ്ട്രോളിന്റെ സിന്തസിസിന് സഹായിക്കുന്ന എൻസൈമിനെ ഇത് ഇൻഹിബിറ്റ് ചെയ്യും സ്റ്റാറ്റിൻ. അതുവഴി കൊളസ്ട്രോൾ ഫോം ചെയ്യുക നമുക്ക് ഇത് അല്ലെ മരുന്നായിട്ട് ഇതിനെ ഉപയോഗിക്കാറുണ്ട് സ്റ്റാറ്റിൻസിനെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ട്രൈക്കോഡെർമ പോളിസ്പോറം. ഓക്കെ, ട്രൈക്കോഡെർമ പോളിസ്പോറത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു ബയോ ആക്റ്റീവ് മോളിക്യൂളാണ് സൈക്ലോസ്പോറിൻ എ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആൻഡ് വിച്ച് ഈസ് മെയിൻലി യൂസ്ഡ് ആസ് ആൻ ഇമ്മ്യൂണോസപ്രസീവ് ഏജന്റ് ഇൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ്. അതായത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാർക്ക് അവർക്ക് എന്തായിരിക്കും ഒരു റിജക്ഷൻ, ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവും ബോഡിയിൽ അല്ലെ. ആ ഒരു ഡോണർ ഓർഗനെ റിജക്ട് ചെയ്യാനുള്ള ഒരു ഗ്രാഫ്റ്റിനെ റിജക്ഷൻ ചെയ്യാനുള്ള ഉള്ളൊരു ടെൻഡൻസി അവരുടെ ബോഡി കാണിക്കും.
അപ്പോൾ അവരുടെ ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഒന്ന് സപ്രസ് ചെയ്യണം നമുക്ക്, അല്ലേ? ആ ഇമ്മ്യൂണിറ്റി തൽക്കാലത്തേക്ക് ഒന്ന് സപ്രസ് ചെയ്ത് വെക്കുക. അതുവഴി ആ ഗ്രാഫ്റ്റിനെ അവിടെ വെച്ച്, അല്ലെ, അതിനെ അഡാപ്റ്റ് ചെയ്ത് ആ പർട്ടിക്കുലർ ആളിലോട്ട് അഡാപ്റ്റ് ചെയ്ത് നോർമൽ ആയിട്ടുള്ള മെറ്റാബോളിസം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കണം. അപ്പോൾ അതുവരെ അവരുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് കുറച്ച് സമയത്തേക്കൊന്ന് തടഞ്ഞേ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബയോ ആക്റ്റീവ് മോളിക്കൂളാണ് സൈക്ലോസ്പോറിൻ എ. ഇത് ഐസൊലേറ്റ് ചെയ്യുന്നത് ട്രൈക്കോഡർമ പോളിസ്പോറത്തിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഈ 6 മൈക്രോ ഓർഗാനിസംസ്, പ്രത്യേകിച്ചും ഈ പറയുന്ന 6 എണ്ണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം പഠിക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. സെക്ഷൻ ബിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ആംപ്ലിഫിക്കേഷൻ ഓഫ് ദ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് PCR ടെക്നിക്. ആൻഡ് PCR ടെക്നിക് എന്ന് പറഞ്ഞാൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇതും ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇഫ് വി നീഡ് എ പെർട്ടിക്കുലർ ജീൻ, ഒരു പെർട്ടിക്കുലർ DNA സെഗ്മെന്റ് വെക്കണം ആവശ്യമുണ്ടെന്ന് വെക്കുക. സോ ഇഫ് വി ആർ ഇൻ ദ നീഡ് ഓഫ് എ പെർട്ടിക്കുലർ DNA സെഗ്മെന്റ്, അതിന്റെ കൂടുതൽ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുക, അതാണ് ആംപ്ലിഫിക്കേഷൻ കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ഇപ്പോൾ ഒരു ക്രൈം സീനിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും സാമ്പിൾസ് എന്നൊക്കെ ആണെങ്കിൽ പർട്ടിക്കുലർ ഒരു DNA സെഗ്മെന്റ് ഐസൊലേറ്റ് ചെയ്യുന്നത്, വി നീഡ് ടു പ്രൊഡ്യൂസ് മോർ ആൻഡ് മോർ കോപ്പീസ് ഓഫ് ദാറ്റ്. ഓക്കെ, ആൻഡ് ഫോർ ദാറ്റ് വി ആർ യൂസിങ് ദ PCR ടെക്നിക്, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ആൻഡ് അവിടെ പ്രധാനമായിട്ട് 3 പ്രോസസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് denaturation, then comes annealing and extension. ഇങ്ങനെ 3 പ്രോസസ് ആണ് അവിടെ പ്രധാനമായിട്ട് നടക്കുന്നത്. ആൻഡ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ denaturation, വേർ ഇതിനൊരു ഹൈ ടെമ്പറേച്ചർ ആണ് നടക്കുന്നത്. ഡീനാച്ചുറേഷന്റെ സമയത്ത് എന്തായിരിക്കും നടക്കുക എന്ന് വെച്ചാൽ, ഡബിൾ സ്ട്രാൻഡഡ് DNA ഇറ്റ് ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു സിംഗിൾ സ്ട്രാൻഡഡ് DNA. അതിനെ രണ്ടും സെപ്പറേറ്റ് ചെയ്യാണ്, DNA സെഗ്മെന്റ്സിനെ നമ്മൾ അവിടെ സെപ്പറേറ്റ് ചെയ്യാണ്. ആൻഡ് ഫോർ ദാറ്റ് വി ആർ ആക്ച്വലി അപ്ലൈയിങ് ഹീറ്റ്, അല്ലെ? വി ആർ ഹീറ്റിംഗ് ദാറ്റ് DNA ഫ്രാഗ്മെന്റ്സ് ഓർ DNA സാമ്പിൾസിനെ നമ്മൾ ഹൈ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരികയാണ്. ഫോർ 90 to 94 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ഹയർ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരികയാണ്. ആൻഡ് ഹയർ ടെമ്പറേച്ചർ വരുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ഡബിൾ സ്ട്രാൻഡഡ് ആയി നിന്നിരുന്ന DNA ഫ്രാഗ്മെന്റ്സ് will become single stranded. They will become single stranded DNA. Okay, single stranded DNA ആയിട്ട് അവർ കൺവേർട്ട് ചെയ്യാണ്, ബോൺസ് ബ്രേക്ക് ചെയ്യും. അതെ, ബോൺസ് ബ്രേക്ക് ചെയ്യാണ് അവിടെ. സോ then comes the annealing process. സോ അനീലിങ്ങിന് അവിടെ എന്താണ് ആവശ്യം? സോ നമുക്ക് കുറച്ച് പ്രീ റിക്വിസിറ്റ്സ് ഉണ്ട്. ഒന്ന്, നമുക്ക് വേണ്ട DNA ഫ്രാഗ്മെന്റ് ഏതാണോ അത് വേണം. The gene of interest, we need that. So we need the DNA fragments. Then next annealing, ആ പ്രോസസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് we need certain primers. 2 sets of primers we need. Okay, 2 സെറ്റ് primers ആവശ്യമുണ്ട്. So if this is the 5'3' end of a DNA, ഈ DNA സിംഗിൾ സ്ട്രാൻഡഡ് ആയി കഴിയുമ്പോൾ സിംഗിൾ സ്ട്രാൻഡഡ് DNAയില് 3'5' എൻഡിൽ വന്നിട്ടായിരിക്കും പ്രൈമർ ബൈൻഡ് ചെയ്യുക. സോ ദാറ്റ് പ്രൈമറുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് 5'3' ആയിരിക്കും. ഇവിടെയും അതുപോലെ തന്നെ പ്രൈമർ വിൽ കം ആൻഡ് ബൈൻഡ് ഇൻ ദ 5'3' ഡയറക്ഷനിൽ. അവർ ആ ഒരു ഡയറക്ഷനിൽ അലൈൻ ചെയ്തിട്ടായിരിക്കും വന്ന് നിൽക്കുക. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇറ്റ് ഇസ് ദ annealing process where these primers are coming and binding to the single stranded DNA. Then ഇനി നടക്കാൻ പോകുന്നത് ഈ പ്രൈമറിന് എക്സ്റ്റൻഷൻ വരെയാണ്. അതായത് അപ്പൊ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ we need certain nucleotides. അപ്പൊ അടുത്ത റിക്വയർമെന്റ് എന്താണ്? we need nucleotides, നൈട്രജൻ ബേസസ് അല്ലെ, ന്യൂക്ലിയോടൈഡ്സ് അവിടെ ആവശ്യമുണ്ട്. ആൻഡ് ഇത് അവിടെ ലിങ്ക് ചെയ്ത് പോവാനായിട്ട് ദിസ് പ്രോസസ് ഇത് നടക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് വേണം? പോളിമറൈസ് എൻസൈം വേണം. പക്ഷെ വി ആർ ഡൂയിങ് ദിസ് ഇൻ എ വെരി ഹൈ ടെമ്പറേച്ചർ. സോ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പോളിമറൈസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അടുത്ത റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ടാക് പോളിമറൈസ് വിച്ച് ഇസ് തെർമോസ്റ്റേബിൾ. ടാക് DNA പോളിമറൈസ് ആണ് നമ്മൾ എടുക്കുന്നത്, വിച്ച് ഇസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം തെർമസ് അക്വാട്ടിക്കസ് ബാക്ടീരിയന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു DNA പോളിമറൈസ് ആണ് ടാക് DNA പോളിമറൈസ്. ആൻഡ് യൂസിങ് this extension is happening there. അങ്ങനെ നമുക്ക് വേണ്ട DNAയുടെ റെപ്ലിക്കാസ് കോപ്പീസ് നമുക്ക് ഉണ്ടാക്കാം. ഒരു സിംഗിൾ സൈക്കിൾ ആണ് കാണിക്കുന്നത്. ഇതുപോലെ സൈക്കിൾസ് ഒരു 30 സൈക്കിൾ കഴിയുമ്പോഴേക്കും നമുക്ക് മില്യൺസ് ഓഫ് കോപ്പീസ് ഓഫ് ദിസ് പർട്ടിക്കുലർ DNA ഫ്രാഗ്മെന്റ് കിട്ടും. ഓക്കെ, ആൻഡ് ദിസ് ടെക്നിക് വാസ്
ഇൻവെന്റഡ് ബൈ കാരി മുള്ളിസ്. കാരി മുള്ളിസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഇൻവെന്റ് ചെയ്തത്. ഓക്കെ, സോ ലെറ്റ് us go through the answer. So polymerase chain reaction was invented by Carey Mullis in 1985, and the prerequisites requirements are പറഞ്ഞത് we need the DNA template. ഏത് gene of interest ഉള്ള DNA templates വേണം. We need 2 sets of primers, tag DNA polymerase, and along with that we need some nucleotides also. അവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്ന അല്ലെ ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? റിമെമ്പർ, ന്യൂക്ലിയോടൈഡ്സ് ഹാവ് എ നൈട്രജൻ ബേസ്, എ ഷുഗർ ആൻഡ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. എന്നാലും ഒരു ന്യൂക്ലിയോടൈഡ് ആവത്തുള്ളൂ. സോ വി നീഡ് ന്യൂക്ലിയോടൈഡ് സോ ദാറ്റ് അത് വന്ന് ഇങ്ങനെ അഡീഷൻ നടക്കുമ്പോഴാണ് ആ എക്സ്റ്റൻഷൻ പ്രോസസ്സസ് ഹാപ്പനിങ്. സോ അത് നമുക്കൊന്ന് പിക്ചറിയൽ റെപ്രസെന്റേഷൻ ഒന്ന് കണ്ടുനോക്കാം അല്ലെ. Where the 3 steps are denaturation, annealing and extension. And see, first നമ്മുടെ requirements ഇവിടെ കാണിച്ചിട്ടുണ്ട്. Here these are our requirements. Requirements എന്ന് പറയുമ്പോൾ we need the DNA segment. അതിവിടെ കാണിച്ചിട്ടുണ്ട്. The DNA segment which we need to amplify. Then nucleotides ആണ് DNTPs എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. നമുക്ക് വേണ്ട ന്യൂക്ലിയോടൈഡ്സ് വന്നിട്ടുണ്ട്. Primers, 2 set primers, and the polymerase, the tag DNA polymerase. ഇത്രയാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. And the first step, ഇത്രയാണ് നമ്മുടെ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. And the first step, it is the denaturation. It is the denaturation where we are applying heat അല്ലെ. നമ്മൾ അവിടെ ഹീറ്റ് അപ്ലൈ ചെയ്യാണ്. And we are heating to 92 to 94 degrees Celsius വരെ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. So that the double-stranded DNA, it is getting single-stranded. See here, അവർ single-stranded ആയിട്ട് മാറിപ്പോവാണ് അല്ലെ. double-stranded ആയിരുന്നു and they are forming single-stranded DNA fragments. Then next process is, see, primers അവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യാണ് ഇല്ലേ. primers പോയിട്ട് ഓരോ ടെംപ്ലേറ്റ് സ്ട്രാൻഡിലും പോയിട്ട് ബൈൻഡ് ചെയ്യാണ്. and that process is known as annealing. അങ്ങോട്ട് വരുമ്പോഴേക്കും വീണ്ടും we are lowering the temperature. We are again lowering the temperature to, എത്രയാണ് ടെമ്പറേച്ചർ ലോവർ ചെയ്യുന്നത്? we are lowering it somewhat to 40 to 60 degrees Celsius വരെയൊക്കെ അത് ലോവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 40 degrees Celsius വരെ ലോവർ ചെയ്യുന്നുണ്ട്. and the annealing, അപ്പോഴാണ് ഈ primers അവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നത്. And once they are bound to that template strands, next process എന്ന് പറയുന്നത് extension ആണ്. So ഓരോ ന്യൂക്ലിയോടൈഡ്സും വന്നിട്ട് അവിടെ ബൈൻഡ് ചെയ്യാണ് എക്സ്റ്റൻഷൻ പ്രോസസ്സിൽ. അവിടെ വീണ്ടും ടെമ്പറേച്ചർ ഇസ് അഗെയിൻ റൈസ് ടു 70 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ അത് റൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഒരു സൈക്കിളിൽ നമുക്ക് 2 കോപ്പി കിട്ടുന്നുണ്ട്. 2 സൈക്കിൾ ആകുമ്പോൾ വീണ്ടും വി ആർ ഗെറ്റിംഗ് 4 then 8 അങ്ങനെ ഡബിൾ ചെയ്ത് ഒരു nth സൈക്കിൾ ആകുമ്പോഴേക്കും 2:1 കോപ്പീസ്, അതായത് മില്യൺസ് ഓഫ് കോപ്പീസ് വരെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു പ്രോസസ്സ് കൊണ്ടിട്ട് സാധിക്കും. ആംപ്ലിഫിക്കേഷൻ ആണ് നടക്കുന്നത്. We are actually amplifying the gene of interest, and it is a very important topic, PCR. So അത് ആ പ്രോസസ്, എൻറ്റയർ പ്രോസസ് നന്നായിട്ട് പഠിക്കുക. ഒരു പിക്ചർ പോലെ ഒന്ന് റെപ്രസെന്റ് ചെയ്ത് വരച്ചൊക്കെ ഒന്ന് വിശദീകരിച്ച കുറച്ചും കൂടെ നന്നായിരിക്കും. ടെമ്പറേച്ചേഴ്സും ഓർത്ത് മൂന്നെണ്ണത്തിനും ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ് ആണ്. ആദ്യം നമ്മൾ നന്നായിട്ട് ഹീറ്റ് ചെയ്യണം. then it is lowered, then again it is ഹീറ്റ് ചെയ്യുന്നു. എൻസൈമിന്റെ പേരും DNA polymerase. So അതോടെ സെക്ഷൻ ബി കഴിഞ്ഞു. നെക്സ്റ്റ് വി ഹാവ് ടു സീ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ആണ്. ദാറ്റ് ഇസ് കമ്മിങ് അണ്ടർ സെക്ഷൻ സി. So let us move on to the questions. നെക്സ്റ്റ് സെക്ഷൻ സി ആണ്. ഇത് 5 മാർക്കിന്റെ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അപ്പോൾ അതിൽ 2 ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ടർ സാമ്പിൾസ് ആർ കളക്റ്റഡ് അറ്റ് പോയിന്റ്സ് എക്സ്, വൈ ആൻഡ് ഇസഡ് ഇൻ എ സെഗ്മെന്റ് ഓഫ് എ റിവർ നിയർ എ ഷുഗർ ഫാക്ടറി ആൻഡ് ടെസ്റ്റഡ് ഫോർ BOD levels. The BOD levels of samples A, B and C were 400 milligram per liter, 480 milligram per liter and 8 milligram per liter respectively. First question, what is this indicative of? Second, explain why the BOD level gets reduced considerably at collection point C. Okay, അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഡയഗ്രാം ഉണ്ട്. നമുക്ക് ആ ഡയഗ്രാമിലോട്ട് വരാം. ആ ഡയഗ്രാം കാണിച്ച് പറയാം. അപ്പോൾ ഇവിടെ ഒരു ഷുഗർ ഫാക്ടറി കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ കാണാം ഒരു ഷുഗർ ഫാക്ടറി. അപ്പോൾ ഈ ഷുഗർ ഫാക്ടറിയുടെ അരികിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. കണ്ടോ, ഒരു റിവർ ഒഴുകുന്നുണ്ട്. ഇവിടെ
കണ്ടോ, ഇപ്പോൾ ഷുഗർ ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഈ നദിയിലോട്ടാണ് നിക്ഷേപിക്കുന്നത്. അത് മാത്രമല്ല ഇവിടെ ഒരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലൂടെ മാലിന്യ സംസ്കരണം എല്ലാം നടത്തിയ ശേഷം തിരിച്ച് ഈ നദിയിലോട്ട് തന്നെ ഒഴുക്കി വിടുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിലധികം ഈ പറഞ്ഞ കണ്ടാമിനൻസ് ഒന്നും കാണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലൂടെ ഒന്ന് സംസ്കരിച്ച ശേഷമാണ് നദിയിലോട്ട് ഒഴുക്കി വിടുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് തിരികെ വരാം. വാട്ടർ സാമ്പിൾസ് ആർ കളക്ടഡ് അറ്റ് പോയിന്റ്സ് എക്സ്, വൈ ആൻഡ് ഇസഡ് അല്ലെ. എക്സ്, വൈ, ഇസഡ് ഈ പോയിന്റ്സിൽ നിന്ന് വാട്ടർ സാമ്പിൾസ് കളക്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം അതിന്റെ BOD ലെവൽ പരിശോധിച്ചു. അപ്പോൾ BOD ലെവൽ എങ്ങനെയൊക്കെ കണ്ടത് ആ സാമ്പിളിൽ കണ്ടോ. സാമ്പിൾ എയിൽ എത്രയായിരുന്നു, 400 mg/L കണ്ടോ. സാമ്പിൾ ബിയിലോ 480 mg/L. സാമ്പിൾ സിയിൽ 8 mg/L. നമുക്കിനി ചിത്രത്തിലോട്ട് മടങ്ങി വരാം. കണ്ടോ, അപ്പോൾ സാമ്പിൾ എയിൽ എത്രയായിരുന്നു, 400 mg/L. സാമ്പിൾ ബിയിലോ 480 mg/L. സാമ്പിൾ സിയിൽ 8 mg/L. അപ്പോൾ ഇതാണ് ഇതിന്റെ BOD ലെവൽ. അപ്പോൾ ചോദ്യം ഇതാണ്, ഇത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. നമുക്കറിയാം BOD ലെവൽ എന്താണെന്ന് ആദ്യം പറയാം അല്ലെ. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അഥവാ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. എന്താണ് BOD എന്ന് പറഞ്ഞാൽ, അതായത് BOD is the amount of oxygen required by the aerobic bacteria അല്ലെ in the water in order to decompose the organic material present in the water at a given temperature and at a specific time. ഒരു പ്രത്യേക സമയത്ത് ഒരു സ്പെസിഫിക് ടൈമിൽ ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ആ വാട്ടറിൽ അടങ്ങിയിരിക്കുന്ന എയറോബിക് ബാക്ടീരിയ ഉപയോഗിക്കുന്ന ഓക്സിജൻ ഏതിനു വേണ്ടിയിട്ട്, ഡീകമ്പോസിഷന് വേണ്ടിയിട്ട് അല്ലെ. ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജൻ ആവശ്യമാണ്. ഈ ഓക്സിജൻ എവിടെ നിന്നാണ് എടുക്കുന്നത്, ഈ ബാക്ടീരിയ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ ആണ് അല്ലെ. ഓക്സിജൻ വിച്ച് ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ആ ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഈ ബാക്ടീരിയ ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ഇവിടെ BOD ലെവൽസ് നോക്കൂ നിങ്ങൾ, കണ്ടോ 8 mg/L. ഇത് വളരെ കുറവാണ്. അതായത് കളക്ഷൻ പോയിന്റ് സിയിൽ അല്ലെ, സാമ്പിൾ സിയിൽ അല്ലെ 8 mg/L ആണ് കാണിക്കുന്നത്. അതായത് എന്താണ്, BOD ലെവൽ ഇവിടെ കുറവാണ്. അപ്പൊ BOD ലെവൽ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്താണ്, വാട്ടർ പൊല്യൂഷൻ കുറവാണെന്ന് അർത്ഥം അല്ലെ. അതിൽ ഓർഗാനിക് മാറ്റർ അധികം പ്രസന്റ് ആയിട്ടില്ല. അതായത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളമായിരിക്കും അല്ലെ. കണ്ടാമിനന്റ് റേറ്റ് അല്ലെങ്കിൽ ആ കണ്ടാമിനൻസ് വളരെ കുറവാണ് വെള്ളത്തിൽ, അല്ലെങ്കിൽ BOD ലെവൽ അവിടെ കുറവാണ്. വിച്ച് മീൻസ് ഓർഗാനിക് മാറ്റർ ഇസ് ലെസ്. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ അല്ലെ, 480 mg/L. ഇത് ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്, BOD ലെവൽ ഹൈ BOD ആണ് അല്ലെ. ആൻഡ് ദിസ് ഇൻഡിക്കേറ്റ്സ് ഹൈ BOD. അപ്പൊ ഹൈ BOD എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ കൂടുതൽ ഓർഗാനിക് മാറ്റർ ധാരാളം ഉണ്ട്. പൊല്യൂഷൻ ലെവൽ കൂടുതലാണ് ആ ഏരിയയിൽ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നോക്കുക 400 mg/L ആണ്. അതായത് ഇവിടെ പൊല്യൂഷൻ റേറ്റ് ഉണ്ട് അല്ലെ. അപ്പോൾ 480 ആണ് ഏറ്റവും കൂടുതൽ. അതിനുശേഷം അല്ലെ ഈ പറഞ്ഞ സാമ്പിൾ എയിൽ 400 mg/L ആണ് BOD കാണിക്കുന്നത്. സാമ്പിൾ സിയിൽ 8 mg/L ആണ് കാണിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട് അല്ലെ, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ഇപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിനോടകം അല്ലെ. മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന ചാപ്റ്റർ ആണ്. അതിൽ മൈക്രോബ്സ് ഇൻ ദ സീവേജ് ട്രീറ്റ്മെന്റ് അല്ലെ. സീവേജ് ട്രീറ്റ്മെന്റിന്റെ സമയത്ത് മൈക്രോബ്സിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം അല്ലെ, ആ ഭാഗത്ത് വരുന്ന ഒരു സെക്ഷനാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 തരം ട്രീറ്റ്മെന്റ് ഉണ്ട്. ഒന്ന് പ്രൈമറി ട്രീറ്റ്മെന്റ്, മറ്റൊന്ന് സെക്കൻഡറി ട്രീറ്റ്മെന്റ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നാണ് നിങ്ങൾക്ക് സീവേജ് ട്രീറ്റ്മെന്റ് ആയിട്ട് വരുന്നത് അല്ലെ. സീവേജ് ട്രീറ്റ്മെന്റ് ആദ്യത്തെയാണ് പ്രൈമറി ട്രീറ്റ്മെന്റ്, രണ്ടാമത്തെയാണ് സെക്കൻഡറി ട്രീറ്റ്മെന്റ്. ഇതിലെ പ്രൈമറി ട്രീറ്റ്മെന്റ്, അപ്പോൾ പ്രൈമറി ട്രീറ്റ്മെന്റിൽ മെയിനായിട്ട് എന്തെന്നാ ചെയ്യുക, അതിൽ ഫിൽട്രേഷൻ ആൻഡ് സെഡിമെന്റേഷൻ, ഈ കാര്യങ്ങളാണ് പ്രൈമറി ട്രീറ്റ്മെന്റിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രൈമറി ട്രീറ്റ്മെന്റിൽ മെയിനായിട്ടും ഫിൽട്രേഷൻ അല്ലെ, ഫിൽട്രേഷൻ പിന്നെ സെഡിമെന്റേഷൻ. അപ്പൊ പ്രൈമറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ജലത്തിന് നമുക്ക് എങ്ങനെ വിളിക്കാം, പ്രൈമറി എഫ്ലുവന്റ് എന്ന് വിളിക്കാം അല്ലെ. അപ്പോൾ ഈ ഫിൽട്രേഷൻ സെഡിമെന്റേഷൻ ഒക്കെ കഴിഞ്ഞ ആ വാട്ടറിനെ നമുക്ക് പ്രൈമറി എഫ്ലുവന്റ് എന്ന് വിളിക്കാം. അപ്പോൾ അതിൽ ഫിൽട്രേഷൻ സെഡിമെന്റേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം അതിനുശേഷം അതിനെ സെക്കൻഡറി ട്രീറ്റ്മെന്റിന് വേണ്ടി വിധേയമാവുകയാണ്. അപ്പോൾ ഈ പ്രൈമറി എഫ്ലുവന്റ് പിന്നീട് സെക്കൻഡറി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വരുന്നു അല്ലെ. സെക്കൻഡറി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ട്രീറ്റ്മെന്റ് പ്ലാന്റിലോട്ട് ഇതിനെ കയറ്റി വിടുന്നു. അപ്പോൾ സെക്കൻഡറി ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണത്, എയറേഷൻ ടാങ്ക് ഉണ്ടാവും അല്ലെ. എയറേഷൻ ടാങ്ക് കാണാം. ഈ എയറേഷൻ ടാങ്കിൽ ധാരാളം മൈക്രോബിയൽ ഫ്ലോക്സ് കാണാം. മൈക്രോബിയൽ ഫ്ലോക്സ് ആർ പ്രസന്റ്. എന്താണ് മൈക്രോബിയൽ ഫ്ലോക്സ്?
ബാക്ടീരിയൽ കോളനീസ് ഇൻ ദ ഫംഗൽ ഫിലമെന്റ്സ് അല്ലെ, ഫംഗൽ ഫിലമെന്റ്സിൽ ബാക്ടീരിയൽ കോളനി വളരും. ഇതിനാണ് മൈക്രോബിയൽ ഫ്ലോക്സ് എന്ന് പറയുക. അപ്പോൾ എന്താണ് ഇവരുടെ ഒരു ഫംഗ്ഷൻ? ഇവര് ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യും. മനസ്സിലായോ? ഇവർ ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാനാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. അപ്പോൾ ഈ സെക്കൻഡറി ട്രീറ്റ്മെന്റിന് വിധേയമാക്കുന്ന ഈ പ്രൈമറി എഫ്ലുവന്റിൽ അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് മാറ്ററിനെ ഈ പറഞ്ഞ എയറേഷൻ ടാങ്കിൽ പ്രസന്റ് ആയിരിക്കുന്ന മൈക്രോബിയൽ ഫ്ലോക്സ് ഇതിനെ ഡീകമ്പോസിഷന് വിധേയമാക്കും. ഓക്കെ, അപ്പോൾ എയറേഷൻ ടാങ്കിന് പേരിട്ടാൽ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. കോൺസ്റ്റന്റ് എയറേഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യും അല്ലെ, സർട്ടൺ അജിറ്റേറ്റേഴ്സിന്റെ ഹെൽപ്പോട് കൂടി കോൺസ്റ്റന്റ് എയറേഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓക്സിജന്റെ ഒരു എന്താ പറയുക, ഒരു പ്രസൻസ് ആ ടാങ്കിൽ ഉണ്ടാവും. അപ്പോൾ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മൈക്രോബിയൽ ഫ്ലോക്സ് ഈ പറഞ്ഞ ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യുക. കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ചു അല്ലേ, ഡീകമ്പോസിഷൻ എന്ന പ്രക്രിയയ്ക്ക് ഓക്സിജൻ അനിവാര്യമാണ്. ഓക്സിജൻ വളരെ നിർബന്ധമാണ് ഡീകമ്പോസിഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഡിസോൾവ്ഡ് ഓക്സിജനെയാണ് ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസം യൂട്ടിലൈസ് ചെയ്തിട്ട് അതിനെ ഡീകമ്പോസ് ചെയ്യുന്നത്, ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യുന്നു. അപ്പോൾ എയറേഷൻ ടാങ്ക് കണ്ടു. അപ്പോൾ അതിലും മൈക്രോബിയൽ ഫ്ലോക്സ് ഉണ്ട്, അവർ ഡീകമ്പോസ് ചെയ്യുന്നു എന്ന് പറയും. പിന്നീട് ഇതിനെ ഒരു സെറ്റിലിംഗ് ടാങ്കിലോട്ട് പറഞ്ഞു വിടുന്നു അല്ലെ, ഈ എഫ്ലുവന്റിനെ ഒരു സെറ്റിലിംഗ് ടാങ്കിലോട്ട് പറഞ്ഞു വിടുന്നു. അവിടെ ഈ പറഞ്ഞ മൈക്രോബിയൽ ഫ്ലോക്സ് എല്ലാം സെറ്റിൽ ആവുന്നു. അങ്ങനെ അത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഫോം ചെയ്യും. പിന്നീട് ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജിന് നമുക്ക് അല്ലെ എനേറോബിക് ഡൈജസ്റ്ററിലോട്ട് പറഞ്ഞു വിടാം. എനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിൽ ചില മെഥനോജനിക് ബാക്ടീരിയ ഉണ്ടാവും. അവർ ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ ഡീകമ്പോസ് ചെയ്ത് ഈ പറഞ്ഞ പോലെ മീഥെയിൻ, കാർബൺ ഡൈഓക്സൈഡ് ഈ പറഞ്ഞ ഗ്യാസ് എല്ലാം ഫോം ചെയ്യാനായിട്ട് സഹായിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആക്ടിവേറ്റഡ് സ്ലഡ്ജിലെ കുറച്ചു ഭാഗം തിരിച്ച് എയറേഷൻ ടാങ്കിലോട്ട് നിക്ഷേപിക്കുന്നുണ്ട്. കാരണം ഈ മൈക്രോബിയൽ ഫ്ലോക്സ് നമുക്ക് തിരിച്ചിൽ നിക്ഷേപിച്ചാൽ മാത്രമേ വീണ്ടും ഈ പറഞ്ഞ പ്രൈമറി എഫ്ലുവന്റ് വരുമ്പോൾ അതിലുള്ള ഓർഗാനിക് മാറ്റർ ഇതിന് വീണ്ടും ഡീകമ്പോസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് കുറച്ച് ഭാഗം എടുത്ത് എയറേഷൻ ടാങ്കിലോട്ട് നിക്ഷേപിക്കുക, ബാക്കി ഭൂരിഭാഗം എടുത്ത് എനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിലോട്ട് നിക്ഷേപിക്കുക. അവിടെ മെഥനോജനിക് ബാക്ടീരിയ പ്രസന്റ് ആണ്. ഇവർ ഈ എനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ഈ പറഞ്ഞ ആക്ടിവേറ്റഡ് സ്ലഡ്ജിലെ മൈക്രോ ഓർഗാനിസത്തിനെ ഡീകമ്പോസ് ചെയ്ത് ഈ പറഞ്ഞ കാർബൺ ഡൈഓക്സൈഡ്, മീഥെയിൻ പോലുള്ള ഇൻഫ്ലമബിൾ ആയിട്ടുള്ള ഗ്യാസ് ഫോം ചെയ്യും. ഇതിനെ നമുക്ക് ബയോഗ്യാസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ സെറ്റിലിംഗ് ടാങ്കിലിന്റെ കാര്യം എല്ലാം നമ്മൾ പറഞ്ഞതിന് ശേഷം ഇവിടുന്ന് തിരിച്ച് ഈ പറഞ്ഞ എഫ്ലുവന്റിനെ തിരിച്ച് നമുക്ക് നദികളിലോട്ട് പറഞ്ഞു വിടാം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലെ. ഈ സെക്കൻഡറി ട്രീറ്റ്മെന്റ് പ്ലാന്റ് അല്ലെങ്കിൽ സെക്കൻഡറി ട്രീറ്റ്മെന്റിന് ശേഷം അതാണ് ഈ CBS ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡറി ട്രീറ്റ്മെന്റ് ആണ് CBS ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ മെയിനായിട്ട് ഹാപ്പൻ ചെയ്യുന്നത് അല്ലെ. അതിനുശേഷം ഓർഗാനിക് മാറ്ററിന്റെ കണ്ടന്റ് കുറച്ച് ആ വെള്ളത്തിനെയാണ് ഈ നദിയിലോട്ട് ഒഴുക്കി വിടുന്നത്. അതുകൊണ്ടാണ് അത് സേഫാണ്. അതുകൊണ്ടാണ് അതിലെ BOD ലെവൽ 8 mg/L മാറിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം സീവേജ് ഡിസ്ചാർജ് പോയിന്റ് എന്ന് എഴുതിയിട്ടുണ്ട്, കണ്ടോ? സീവേജ് ഡിസ്ചാർജ് പോയിന്റിൽ BOD ലെവൽ ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ കൂടുതലായിട്ട് കാണിച്ചിരിക്കുന്നത് അല്ലെ. BOD ലെവൽ അത് തന്നെ 480 mg/L 400 mg/L അധികമായിട്ട് വരുന്നുണ്ട് അല്ലെ. BOD ലെവൽ ഇവിടെ ഹൈ ആണ് കാണിക്കുന്നത്. കാരണം ഇത് സീവേജ് ഡിസ്ചാർജ് പോയിന്റ് ആണ്. കാരണം ഇവിടെ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഈ സീവേജ് ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലാതെയാണ് ഈ സീവേജിനെ ഇവിടെ നിക്ഷേപിക്കുന്നത് അല്ലെ. പക്ഷേ ഇവിടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ കൂടെ കയറ്റി ഇറക്കിയ ആ വെള്ളത്തിനെയാണ് പിന്നീട് ആ എഫ്ലുവന്റിനെയാണ് നദിയിലോട്ട് ഒഴുക്കുന്നത് കൊണ്ടാണ് ഇവിടെ BOD ലെവൽ കുറഞ്ഞതിന് കാരണം. അതുകൊണ്ടാണ് നമുക്ക് 8 mg/L ഇവിടെ കിട്ടുന്നത്. അപ്പോൾ BOD ലെവൽ ശരിക്കും പൊല്യൂഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് BOD ലെവലിൽ നോക്കിയാൽ മതി. BOD is ആക്ച്വൽ മെഷർ ഓഫ് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ. ഓക്കെ, BOD ലെവൽ ഹൈ ആണെങ്കിൽ അത് പിന്നീട് ഉപയോഗിക്കാൻ കൊള്ളില്ല. അത് ഓർഗാനിക് കണ്ടന്റ് ഒരുപാടുള്ള വെള്ളമായിരിക്കും, അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ മാലിന്യം കൂടുതലുള്ള വെള്ളത്തിന് ഹൈ BOD ആയിരിക്കും, മാലിന്യം കുറവുള്ള വെള്ളത്തിന് ലോ BOD ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിന് ആൻസർ എങ്ങനെ നിങ്ങൾ എഴുതണം എന്നുള്ള കാര്യത്തിലോട്ട് വരാം. ഇപ്പോൾ സാമ്പിൾ A കണ്ടോ 400 mg/L ആണ്, സാമ്പിൾ B 480 mg/L, സാമ്പിൾ C 8 mg/L. അതിന് നമുക്ക് നോക്കാം എന്താണ് മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻക്രീസസ് ദ മൈക്രോബ് പോപ്പുലേഷൻ വിച്ച് ഇൻ ടേൺ ഇൻക്രീസസ് ദ BOD അല്ലെ. ഓർഗാനിക് മാറ്റർ കൂടുന്നതോടുകൂടി എന്ത് സംഭവിക്കും? മൈക്രോ ഓർഗാനിസത്തിന്റെ കണ്ടന്റ് കൂടും അല്ലെ. മൈക്രോ ഓർഗാനിസം കൂടുതൽ ഫോം ചെയ്യണം. ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ മൈക്രോ ഓർഗാനിസംസ് വേണ്ടേ? അവർ ഡീകമ്പോസിഷൻ ഏത് വഴിയാണ് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഓക്സിജൻ, വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജനെ എടുത്തുകൊണ്ടാണ് അവർ ഡീകമ്പോസിഷൻ ചെയ്യുന്നത് അല്ലെ. ഇപ്പം വെള്ളത്തിലുള്ള ഓക്സിജൻ അവർ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യുന്നത്. അതോടുകൂടി വെള്ളത്തിലുള്ള ഓക്സിജന്റെ കണ്ടന്റ് കുറയുന്ന ഒരു സാധനത്തിന് ഡിമാൻഡ് കൂടും. ശരിയല്ല. ഇപ്പോൾ ഓക്സിജൻ കുറഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലാവും ഓക്സിജൻ ഡിമാൻഡ് കൂടി, അപ്പോൾ BOD ഹൈ ആയി. അപ്പോൾ BOD ഹൈ ആയ മനസ്സിലാക്കിക്കോളാം. ആ വെള്ളത്തിൽ
ഈ പറഞ്ഞ ഓർഗാനിക് മാറ്ററിന്റെ കണ്ടന്റ് ധാരാളമാണ്. കാരണം മൈക്രോ ഓർഗാനിസം ഈ ഓർഗാനിക് കണ്ടന്റിനെ ഡീകമ്പോസ് ചെയ്യാൻ ഓക്സിജൻ വെള്ളത്തിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്തു. അതോടുകൂടി വെള്ളത്തിൽ ഓക്സിജന്റെ കണ്ടന്റ് കുറഞ്ഞൊരു സാധനത്തിന് ഡിമാൻഡ് കൂടും, അപ്പോൾ BOD കൂടും. ഇതാണ് BOD, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അഥവാ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. സോ BOD ഇസ് ദ ഡയറക്റ്റ് മെഷർ ഓഫ് പൊല്യൂഷൻ. ഈ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടാണ്. ഈ പോയിന്റ് നിങ്ങൾ നിർബന്ധമായിട്ടും എക്സാമിന് എഴുതണം കേട്ടോ. BOD ഇസ് എ ഡയറക്റ്റ് മെഷർ ഓഫ് പൊല്യൂഷൻ. നെക്സ്റ്റ് പോയിന്റ് നോക്കുക. എമംഗ് ദ ഗിവൺ സാമ്പിൾസ്, നമുക്ക് 3 സാമ്പിൾ തന്നു അല്ലേ, A, B, C. ആ നദിയുടെ പല ഭാഗത്തു നിന്നായിട്ട് കളക്ട് ചെയ്ത വെള്ളമാണത്. ലെസ് പൊല്യൂട്ടഡ് വാട്ടർ ആൻഡ് മിനിമം BOD ഈസ് സാമ്പിൾ C. നോക്കൂ, സാമ്പിൾ സിക്കാണ് ഏറ്റവും കുറവ് BOD. കാരണം എന്താണ്, അതിൽ ലെസ് പൊല്യൂട്ടഡ് വാട്ടർ ആണ്, മിനിമം BOD ആണ് അല്ലെ. BOD കുറഞ്ഞാൽ മനസ്സിലാക്കുക അത് എന്താണ്, ലെസ് പൊല്യൂഷൻ ആണ്. ഇനി അൺട്രീറ്റഡ് സീവേജ് വാട്ടർ ഈസ് ദ റിച്ചസ്റ്റ് ഇൻ ഓർഗാനിക് വേസ്റ്റ്. അൺട്രീറ്റഡ് സീവേജ് വാട്ടർ നമ്മൾ ആദ്യം കണ്ടു, ആ ചിത്രം ഒന്നും കൂടെ എടുക്കാം. കണ്ടോ, സീവേജ് ഡിസ്ചാർജ് പോയിന്റ് ഇവിടെ അൺട്രീറ്റഡ് ആണ് അല്ലെ. സീവേജ് ഡിസ്ചാർജ് പോയിന്റിൽ അൺട്രീറ്റഡ് സീവേജ് ആണ് അല്ലെ. ഈ പറഞ്ഞ മാലിന്യ സംസ്കരണം ഒന്നും ചെയ്യാണ്ട് തന്നെ നദിയിലോട്ട് ഒഴുകി വിടുന്ന മാലിന്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ BOD ലെവൽ ഹൈ ആയിരിക്കും ഈ പോയിന്റ്സിൽ അല്ലെ, എയിലും ബിയിലും. കാരണം ഇതൊരു ഡൗൺ സ്ട്രീമാണ് കാണിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാം അല്ലെ. ഒഴുക്ക് താഴോട്ടാണ് ഒഴുകുന്നത് അല്ലെ, ഹൈന്ന് താഴോട്ടാണ്. ഇത് അപ്സ്ട്രീമാണ്, അവിടെ നിന്ന് ഡൗൺ സ്ട്രീം താഴോട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ എന്തായാലും മാലിന്യം അല്ലെ ഈ ഭാഗത്തെല്ലാം കൂടുതലായിരിക്കും അല്ലെ. അപ്പോൾ എയിലും ബിയിലും എല്ലാം കൂടുതൽ മാലിന്യം കാണാം. അതുകൊണ്ട് തന്നെ BOD ലെവൽ ഹൈ ആയിരിക്കുന്നു. ഇനി പോയിന്റ്സിലോട്ട് വരാം. അൺട്രീറ്റഡ് സീവേജ് വാട്ടർ ഈസ് എ റിച്ചസ്റ്റ് ഇൻ ദ ഓർഗാനിക് വേസ്റ്റ് ആൻഡ് വിൽ എക്സിബിറ്റ് ദ ഹൈയസ്റ്റ് BOD ആൻഡ് ഹൈലി പൊല്യൂട്ടഡ്. അതാണ് സാമ്പിൾ B അല്ലെ. ബിയിലാണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ കാണാം. കാരണം വാല്യൂ നോക്കൂ, 480 mg/L. ഇനി അടുത്ത പോയിന്റ്. അറ്റ് കളക്ഷൻ പോയിന്റ്സ് A and B അല്ലെ, BOD ലെവൽ ഈസ് ഹൈ ഡ്യൂ ടു ഹൈ ഓർഗാനിക് പൊല്യൂഷൻ അല്ലെ. എയില് 400 mg/L, ബിയില് 480 mg/L ആണ്. ഇത് ഹൈ പൊല്യൂഷനെ കാണിക്കുന്നു. വിച്ച് ഈസ് കോസ്ഡ് ബൈ ദ ഷുഗർ ഫാക്ടറീസ് ആൻഡ് സീവേജ് ഡിസ്ചാർജ് അല്ലെ. ഷുഗർ ഫാക്ടറിയിൽ നിന്ന് പുറത്തോട്ട് ഒഴുക്കി വിടുന്ന സീവേജ് മൂലമാണ് ഇത്രയും ഹൈ BOD ഈ സാമ്പിൾസ് കാണിക്കുന്നത്. ഇനി ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ BODയുടെ ഒരു ഡെഫിനിഷനാണ് ഇനി ചേർത്തിരിക്കുന്നത്. ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഓർ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ നീഡഡ് ബൈ ദ എയറോബിക് ബയോളജിക്കൽ ഓർഗാനിസം അല്ലെ. എയറോബിക് എന്ന് പറഞ്ഞാൽ എന്താണ്, എയർ ഓക്സിജൻ റിക്വയറിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം. അവർ യൂസ് ചെയ്യണല്ലേ ഓക്സിജൻ. ഈ ഓക്സിജൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഓക്സിജൻ വിച്ച് ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഏതിനു വേണ്ടിയിട്ട് അവർ ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യുന്നത്, ഇൻ ഓർഡർ ടു ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മെറ്റീരിയൽസ് പ്രസന്റ് ഇൻ എ ഗിവൺ വാട്ടർ സാമ്പിൾ അറ്റ് എ സർട്ടൺ ടെമ്പറേച്ചർ ഓവർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഇതാണ് BODയുടെ ഡെഫിനിഷൻ ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്ത പോയിന്റ്. വെൻ BOD ലെവൽസ് ആർ ഹൈ അല്ലെ, വിച്ച് മീൻസ് ഡിസോൾവ്ഡ് ഓക്സിജൻ ലെവൽസ് ഡിക്രീസ്. ശ്രദ്ധിക്കുക, ഡിസോൾവ്ഡ് ഓക്സിജൻ ലെവൽ കുറഞ്ഞു, അതുകൊണ്ടാണ് BOD ഹൈ ആയത്. Because oxygen that is available in the water is consumed by the bacteria അല്ലെ. ബാക്ടീരിയ കൺസ്യൂം ചെയ്തു ആ ഓക്സിജനെ. അത് കൺസ്യൂം ചെയ്തുകൊണ്ടാണ് ഈ ഡീകമ്പോസിഷൻ എന്ന പ്രക്രിയ അവർ മുഴുമിപ്പിച്ചത് അല്ലെ. ഓക്സിജൻ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജനെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഡീകമ്പോസിഷൻ നടത്തിയത്. ഹെൻസ് ഹയർ ദ BOD, ഹയർ ദ വാട്ടർ ഈസ് പൊല്യൂട്ടഡ് അല്ലെ. അപ്പോൾ ഹൈ BOD വിച്ച് ഇൻഡിക്കേറ്റ്സ് ഹൈ പൊല്യൂഷൻ. എന്നാൽ BOD കുറയുന്തോറും പൊല്യൂഷൻ ലെവൽ കുറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വരാം. എക്സ്പ്ലെയിൻ വൈ ദ BOD ലെവൽസ് ഗെറ്റ് റെഡ്യൂസ്ഡ് കൺസിഡറബിളി അറ്റ് കളക്ഷൻ പോയിന്റ് C. അതാണ് ക്വസ്റ്റ്യൻ. കളക്ഷൻ പോയിന്റ് സിയിൽ എന്തുകൊണ്ടാണ് BOD ലെവൽ കുറഞ്ഞത്? അതായത് കളക്ഷൻ പോയിന്റ് സിയിൽ 8 mg/L ആണ് നമ്മൾ പഠിച്ചത് അല്ലെ, വായിച്ചെടുത്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് കുറയാൻ കാരണം കളക്ഷൻ പോയിന്റ് സിയിൽ? അതിന്റെ ആൻസറിലോട്ട് വരാം. കാരണം അറ്റ് കളക്ഷൻ പോയിന്റ് C the water was released after secondary treatment or biological treatment അല്ലെ. നമ്മൾ കണ്ടു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, അവിടെ പ്രൈമറി ട്രീറ്റ്മെന്റ് ഉണ്ട്, സെക്കൻഡറി ട്രീറ്റ്മെന്റ് ഉണ്ട്. പ്രത്യേകിച്ചും പ്രൈമറി ട്രീറ്റ്മെന്റിൽ നമ്മൾ പറഞ്ഞു അല്ലെ, ഫിൽട്രേഷൻ, സെഡിമിനേഷൻ, ഈ 2 സ്റ്റെപ്സ് ആണ് പ്രൈമറി ട്രീറ്റ്മെന്റിൽ ഹാപ്പൻ ചെയ്യാം. എന്നാൽ സെക്കൻഡറി ട്രീറ്റ്മെന്റിലാണ് എന്ത് ഹാപ്പൻ ചെയ്യാം നമുക്ക് അറിയാം അല്ലെ. ഈ പറഞ്ഞ എയറേഷൻ ടാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ സെറ്റിലിംഗ് ടാങ്ക് ഉണ്ട് അല്ലെ. അപ്പോൾ ഇവിടെ എല്ലാം മൈക്രോബ്സ് ഉണ്ടല്ലേ, പ്രത്യേകിച്ചും എയറേഷൻ ടാങ്കിൽ മൈക്രോബിയൽ ഫ്ലോക്സ് ഉള്ളത് കൊണ്ട് ഇവര് ഈ പറഞ്ഞ ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യും. ഓക്കെ, സോ ദ സെക്കൻഡറി ട്രീറ്റ്മെന്റ് ഓർ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്. കാരണം ബയോളജിക്കൽ എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ പ്രത്യേകം പഠിക്കുക, ഇവിടെ മൈക്രോ ഓർഗാനിസത്തിനെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ സെക്കൻഡറി ട്രീറ്റ്മെന്റിന് ബയോളജിക്കൽ ട്രീറ്റ്മെന്റിന്റെ പേര് കൂടി കിട്ടിയത്. കാരണം എയ്റോബിക് ആയിട്ടുള്ള മൈക്രോബിയൽ ഫ്ലോക്സിനെ ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. മൈക്രോബിയൽ ഫ്ലോക്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ ബാക്ടീരിയം, ഫഞ്ചൈ, ഇതിന്റെ ഒരു കോമ്പിനേഷനാണ് കാണാം മൈക്രോബിയൽ ഫ്ലോക്സിൽ അല്ലെ. ബാക്ടീരിയൽ കോളനീസ് ഇൻ ദ ഫംഗൽ ഫിലമെന്റ്സ്
അല്ലെ, അവരുടെ ഒരു കമ്പൈൻഡ് ഫോമിലാണ് മൈക്രോബിയൽ ഫ്ലോക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിവിടെ പ്രസന്റ് ആണ്. അതാണ് ഇതിന്റെ ബയോളജിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേർ വിഗറസ് ഗ്രോത്ത് ഓഫ് യൂസ്ഫുൾ എയറോബിക് മൈക്രോബ്സ് ഇൻടു ഫ്ലോക്സ് കൺസ്യൂം ദ മേജർ പാർട്ട് ഓഫ് ദ ഓർഗാനിക് മാറ്റർ. അല്ലെ, ആ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് മാറ്ററിന്റെ ആ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് മാറ്ററിന്റെ മേജർ പാർട്ടും ഈ പറഞ്ഞ മൈക്രോബിയൽ ഫ്ലോക്സ് ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ ഡീകമ്പോസ് ചെയ്യുന്നുണ്ട്. ഏത് യൂസ് ചെയ്തിട്ട്? ഓക്സിജൻ. അല്ലെ, എയറേഷൻ ടാങ്കിൽ ഓക്സിജൻ നമ്മൾ തുടർച്ചയായിട്ട് അജിറ്റേഷൻ പ്രോസസ്സ് മൂലം ഓക്സിജൻ കൊടുക്കുന്നുണ്ട്. ആ ഓക്സിജന്റെ പ്രസൻസിൽ ഈ പറഞ്ഞ എയറോബിക് ആയിട്ടുള്ള മൈക്രോബിയൽ ഫ്ലോക്സ് ഈ പറഞ്ഞ ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യുന്നു, അല്ലെ, വിച്ച് ഈസ് പ്രസന്റ് ഇൻ ദ റിവർ വാട്ടർ ഓർ എഫ്ലുവൻറ്റ് ഡ്യൂ ടു ദ ഷുഗർ ഫാക്ടറി ആൻഡ് സിവേജ് ഡിസ്ചാർജ്. അപ്പോൾ ഇവർ പരമാവധി ഈ പറഞ്ഞ ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള ഈ പറഞ്ഞ എഫ്ലുവൻറ്റ് നദിയിലോട്ട് ഒഴുക്കി വിടുന്നത്. അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൽ ഈ സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വെള്ളത്തിൽ അധികം ഓർഗാനിക് മാറ്ററിന്റെ പ്രസൻസ് കാണില്ല. അതുകൊണ്ടാണ് BOD ലെവൽ കുറഞ്ഞിരുന്നതിന് കാരണം. അതുകൊണ്ടാണ് സാമ്പിൾ സിയിൽ വെറും 8 mg/L ആണ് BOD ലെവൽ കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയെന്ന് മനസ്സിലാവും. ഓക്കെ, നമുക്കിനി അടുത്ത ഒരു ഓർ ക്വസ്റ്റ്യനും കൂടെ ആയിട്ട് നമുക്ക് അതിലോട്ട് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരാം. GM ക്രോപ്സ് എസ്പെഷ്യലി ടുബാക്കോ പ്ലാന്റ്സ് ആർ നോൺ ടു ഹാവ് ഹയർ റെസിസ്റ്റൻസ് ടു പെസ്റ്റ് അറ്റാക്സ്. ടു സബ്സ്റ്റാൻഷിയേറ്റ് ദിസ്, an experimental study was conducted on 2 different farmlands growing nematode-resistant tobacco and non-nematode-resistant tobacco plants. The farmlands had the same dimensions and fertility and were under similar climatic conditions. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ടുബാക്കോ പ്ലാന്റ് നമ്മൾ ഉണ്ടാക്കി. ഈ ടുബാക്കോ പ്ലാന്റിന് പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇതിനെ ജനറ്റിക്കലി മോഡിഫൈഡ് ടുബാക്കോ എന്ന് വിളിക്കുന്നത്, അല്ലേ? ടു സബ്സ്റ്റാൻഷിയേറ്റ് ദിസ് ആൻ എക്സ്പെരിമെന്റൽ സ്റ്റഡി വാസ് കണ്ടക്റ്റഡ്. അല്ലെ, ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഒരു എക്സ്പെരിമെന്റൽ സ്റ്റഡി ഇവിടെ കണ്ടക്ട് ചെയ്തു. 2 ഫാം ലാൻഡ്സ് എടുത്തു, അല്ലേ? അതിൽ ഒരു ഫാം ലാൻഡിൽ നിമാറ്റോഡ് റെസിസ്റ്റന്റ് ടുബാക്കോ അവർ കൾട്ടിവേറ്റ് ചെയ്തു. മറ്റൊരു ഫാം ലാൻഡിൽ നോൺ നിമാറ്റോഡ് റെസിസ്റ്റന്റ് ടുബാക്കോ പ്ലാന്റ്സും കൾട്ടിവേറ്റ് ചെയ്തു. ഈ 2 ഫാം ലാൻഡ്സിനും അല്ലെ സെയിം ഡയമെൻഷൻസ് ആണ്, ഫെർട്ടിലിറ്റി ഒരേപോലെയാണ്, ആൻഡ് വർ അണ്ടർ സിമിലർ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, ഒരേ ക്ലൈമാറ്റിക് കണ്ടീഷൻസും പ്രൊവൈഡ് ചെയ്തു, അല്ലേ? അപ്പോൾ ഒരു ഫാം ലാൻഡിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സ് ആണ്, പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോപ്പും മറ്റൊരു ഫാം ലാൻഡിൽ നോൺ നിമാറ്റോഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോപ്പുമാണ് കൾട്ടിവേറ്റ് ചെയ്തത്. രണ്ടിനും ഒരേ സാഹചര്യം തന്നെ പ്രൊവൈഡ് ചെയ്തു, ഒരേ ഫെർട്ടിലിറ്റി, ഒരേ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, ഈ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. വിച്ച് ഓഫ് ദ എബോവ് 2 farmlands have successfully applied the concepts of biotechnology to show better yield? അപ്പോൾ ഇതിൽ ഏത് ഫാം ലാൻഡിലാണ് ബയോടെക്നോളജിയുടെ ഈ പറഞ്ഞ കോൺസെപ്റ്റ് എല്ലാം അപ്ലൈ ചെയ്ത് നല്ലൊരു ഉൽപാദനം അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂടിയത് ഏത് ഫാം ലാൻഡിലാണ്? ഇപ്പോൾ ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്ത ക്രോപ്സിനായിരിക്കും പ്രൊഡക്ടിവിറ്റി കൂടുതൽ, കാരണം അതിനാണല്ലോ പെസ്റ്റ് റെസിസ്റ്റന്റ് കൂടുതൽ, അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രൊഡക്ടിവിറ്റി കാണിക്കും, അല്ലേ? ഇനി ഇഫ് യു ഹാവ് ടു കൾട്ടിവേറ്റ് വിച്ച് ക്രോപ്പ് വുഡ് യു പ്രിഫർ ആൻഡ് വൈ? അപ്പോൾ ഇത് നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഏത് ക്രോപ്പിനായിരിക്കും നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുക, എന്തുകൊണ്ട്? ഒരു സംശയം വേണ്ട, അല്ലേ? നമുക്കറിയാം ജനറ്റിക്കലി മോഡിഫൈഡ് ടുബാക്കോ പ്ലാന്റ്സിനായിരിക്കും നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക, കാരണം അത് പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അതിന്റെ കാരണം വിശദമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ആ സെക്ഷനിലെ ബയോടെക്നോളജി, അതിലെ മെയിൻ ആപ്ലിക്കേഷൻ അഗ്രികൾച്ചർ ആ സെക്ഷനിൽ വരുന്ന ഒരു ഭാഗമുണ്ട്, അല്ലേ? ബയോടെക്നോളജി ആപ്ലിക്കേഷൻ ഇൻ ദ പെസ്റ്റ് റെസിസ്റ്റൻസ്, എങ്ങനെ പെസ്റ്റ് റെസിസ്റ്റന്റ് ക്രോപ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ബയോടെക്നോളജി ഉപയോഗിക്കാം, അല്ലേ? ആ ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊന്ന് കാണാം. മെലോഡിഗൈൻ ഇൻകോഗ്നീഷ്യ. മെലോഡിഗൈൻ ഇൻകോഗ്നീഷ്യ ഇതൊരു നിമാറ്റോഡാണ്, ഒരു റൗണ്ട് വേമിൽ വരുന്ന ഒരു ഓർഗാനിസം ആണ് ഈ പറഞ്ഞ മെലോഡിഗൈൻ ഇൻകോഗ്നീഷ്യ. ഇതൊരു നിമാറ്റോഡാണ്, ഒരു റൗണ്ട് വേമാണ്. ഇത് മെയിനായിട്ടും അഫക്റ്റ് ചെയ്യുന്നത് ടുബാക്കോ പ്ലാന്റ്സിനെയാണ്. ടുബാക്കോ പ്ലാന്റ്സിനെ അഫക്റ്റ് ചെയ്യുന്നു. അതുവഴി ടുബാക്കോ പ്ലാന്റ്സിന്റെ ഈൽഡ് കുറഞ്ഞു പോകും, ഈൽഡ് ഗെറ്റ് ഡിക്രീസ്ഡ്, അല്ലെ? അതിന്റെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു പോകും. കാരണം ഇത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രോഗമുണ്ട് ടുബാക്കോ പ്ലാന്റ്സിൽ. ആ രോഗത്തിന്റെ പേരാണ് റൂട്ട് നോട്ട് ഡിസീസ്. റൂട്ട് നോട്ട് ഡിസീസ് എന്ന രോഗം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടുബാക്കോ പ്ലാന്റ്സിന്റെ വേരുകൾ ചെറിയ ചെറിയ മുഴകൾ പോലെ കാണാൻ സാധിക്കും. ഇതാണ് റൂട്ട് നോട്ട് ഡിസീസ്. ഇവിടെ ഈ പർട്ടിക്കുലർ നിമാറ്റോഡ് ഇൻഹാബിറ്റ് ചെയ്യുന്നുണ്ട്. അതുവഴി ടുബാക്കോന്റെ പ്രൊഡക്ടിവിറ്റി കുറയും. കാരണം ടുബാക്കോ പ്ലാന്റ്സിന്റെ വേരുകൾക്ക് മതിയായ അളവിൽ ഈ പറഞ്ഞ വാട്ടറും ന്യൂട്രിയൻസും അബ്സോർബ് ചെയ്യാൻ കഴിയാതെ വരും. അതോടുകൂടി പ്ലാന്റ് ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷനിലേക്ക് പോകും, ഒരു വാട്ടർ സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ന്യൂട്രിയൻ സ്ട്രെസ്
അത് പിന്നീട് പ്ലാന്റിന്റെ വിൽറ്റിങ്ങിനും സ്റ്റണ്ടഡ് ഗ്രോത്തിനും ഇടയാക്കുന്നു. അതുവഴി പ്ലാന്റിന്റെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു പോകും. ഇതാണ് മെയിനായിട്ടും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പാരസൈറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ നിമാറ്റോഡിനെ നമുക്ക് എങ്ങനെയും തുരത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ടുബാക്കോ പ്ലാന്റിനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നോർമൽ കേസിൽ ഈ പറഞ്ഞ നിമാറ്റോഡ് ഈ ടുബാക്കോ പ്ലാന്റിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ലെ, ടുബാക്കോ പ്ലാന്റിന്റെ പ്ലാന്റ് പാർട്സ് ഈ നിമാറ്റോഡ് ഭക്ഷിക്കും അല്ലെ. ഭക്ഷിച്ചു കഴിയുമ്പോൾ നോർമലായിട്ടുള്ള മെറ്റാബോളിസം ഈ നിമാറ്റോഡിൽ സംഭവിക്കും. അപ്പോൾ നോർമൽ മെറ്റാബോളിസത്തിന്റെ ഭാഗമായിട്ട് നിമാറ്റോഡിൽ പ്രോട്ടീൻസ് ഫോം ചെയ്യും അല്ലെ. പ്രോട്ടീൻസ് എങ്ങനെ ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലെ. ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ മുതലായ ഫിനോമിനൻസിലൂടെയാണ് പ്രോട്ടീൻസ് എല്ലാം ഫോം ചെയ്യുക. നമുക്കറിയാം അല്ലെ, ഈ പറഞ്ഞ DNA നിന്ന് RNA ഉണ്ടാവുന്നു അല്ലെ. അതായത് mRNA ഫോം ചെയ്യുന്നു അല്ലെ. mRNAയിൽ നിന്നാണ് പ്രോട്ടീൻസ് ഫോം ചെയ്യുക. ഇതിപ്പോൾ നിമാറ്റോഡിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ DNAയിൽ നിന്ന് mRNA ഫോം ചെയ്യുന്നു, mRNAയിൽ നിന്ന് പ്രോട്ടീൻ ഫോം ചെയ്യും. നിങ്ങൾക്കറിയാം DNAയിൽ നിന്ന് mRNA ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ എന്താണ് പറയുക? യെസ്, ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ പിന്നീട് mRNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്ന പ്രോസസ്സിന്റെ പേരെന്താ? ട്രാൻസ്ലേഷൻ. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ ഈ പ്രോസസ്സ് എല്ലാം വഴി പ്രോട്ടീൻസ് ഫോം ചെയ്തു അല്ലെ. അതായത് mRNAയിൽ നിന്ന് പ്രോട്ടീൻ ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. അപ്പോൾ നോർമലായിട്ടുള്ള പ്രോട്ടീൻ ഫോം ചെയ്ത് ഈ പറഞ്ഞ നിമാറ്റോഡിന്റെ മെറ്റാബോളിസം ശരിയായ അളവിൽ നടക്കുകയും ഇൻഫെക്ഷൻ കൂടുകയേ ഉള്ളൂ അല്ലെ. നമുക്ക് എന്താ വേണ്ടത്? ഈ പ്രോട്ടീൻ ഉണ്ടാവരുത്. നിമാറ്റോഡിൽ പ്രത്യേകമായ പ്രോട്ടീൻ ഉണ്ടാവരുത്. അതായത് അവരുടെ ഈ മെറ്റബോളിക് പാത്വേ നമുക്ക് ഒബ്സ്ട്രക്റ്റ് ചെയ്യണം അല്ലെ. പ്രോട്ടീൻ്റെ ഫോർമേഷൻ നടക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു പ്രോസസ്സിനെ ഇവിടെ സൈലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. ഈ പ്രോസസ്സ് ഇവിടെ നടക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിനോമിനൻ പറഞ്ഞ പേരാണ് ജീൻ സൈലൻസിങ്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ത്രൂ RNA ഇന്റർഫറൻസ്. ത്രൂ RNA ഇന്റർഫറൻസ്, അതായത് ഇവിടെ ഇന്റർഫറൻസ്. അപ്പോൾ RNA എന്നും പറയാറുണ്ട്. RNA ഇന്റർഫറൻസ് എന്ന ഈ ഒരു പ്രോസസ്സ് വഴിയാണ് അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിനൻ വഴിയാണ് നമ്മൾ ഈ mRNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്ന ഈ പ്രക്രിയയെ ഇവിടെ തടസ്സപ്പെടുത്തുകയാണ് അല്ലെ, സൈലൻസിങ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNA ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഈ പ്രോസസ്സിനെ തടസ്സപ്പെടുത്താനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNA. ഇപ്പോൾ dsRNA, ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ചെന്ന് ഈ പറഞ്ഞ mRNAയിൽ നിന്ന് പോയി ബൈൻഡ് ചെയ്യും. അതുവഴി mRNAയിൽ നിന്ന് പ്രോട്ടീൻ ഫോർമേഷൻ ഇവിടെ സംഭവിക്കാതെ ഇരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഉദ്ദേശിച്ച പ്രോട്ടീൻ ഉണ്ടാവുകയില്ല. അതോടുകൂടി ഈ നോർമൽ മെറ്റാബോളിസം തടസ്സപ്പെടുന്നു. ആരുടെ? ഈ നിമാറ്റോഡിന്റെ. അതുവഴി നിമാറ്റോഡിന്റെ സർവൈവൽ ബുദ്ധിമുട്ടാവുന്നു ഈ പ്ലാന്റിൽ. അങ്ങനെ നിമാറ്റോഡ് സ്വയമേവ ഒഴിഞ്ഞു പോകും. മനസ്സിലായി? അപ്പോൾ പ്ലാന്റിന് നമുക്ക് യാതൊരുവിധ പെസ്റ്റിസൈഡ്സിൻ്റെയോ അല്ലെങ്കിൽ നിമാറ്റിസൈഡിൻ്റെ ഒന്നും യാതൊരു ഉപയോഗമില്ലാതെ തന്നെ നമുക്ക് ഈ പ്ലാന്റിനെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും. മനസ്സിലായോ? ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണെന്ന് പറഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണ് ഇവിടെ ഈ പറഞ്ഞ ജീൻ സൈലൻസിങ് അല്ലെങ്കിൽ RNA ഇന്റർഫറൻസ്. ഇന്റർഫിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഇടപെടുക അല്ലേ. നമ്മൾ ഇന്റർഫിയർ ചെയ്യാം. ഇവിടെ ഡബിൾ സ്റ്റാൻഡേർഡ് RNA കൊണ്ട് ഈ ട്രാൻസ്ലേഷൻ പ്രോസസ്സിൽ നമ്മൾ ഒരു തടസ്സപ്പെടുത്തുകയാണ്, ഒരു തടസ്സം ചെയ്യുകയാണ്. അപ്പോൾ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNA നമുക്ക് എങ്ങനെയെല്ലാം ഇതിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാം, അതാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് DNA നിങ്ങൾക്ക് 3 തരത്തിൽ ഇതിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. ഒന്ന്, ഏതെങ്കിലും ഒരു RNA വൈറസിന്റെ ഹെൽപ്പോട് കൂടി അല്ലെ. ഈ പറഞ്ഞ RNA ജിനോമുള്ള വൈറസ്, അതായത് RNA വൈറസിന്റെ ഹെൽപ്പോട് കൂടി ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഈ പ്ലാന്റിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യും. 2, ട്രാൻസ്പോസോൺസിന്റെ സഹായത്തോടു കൂടി. ട്രാൻസ്പോസോൺസ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ജെനറ്റിക് എലിമെന്റ്സ് ആണ്. ജമ്പിങ് ജീൻസ് എന്ന് പറയും. അത് തന്നെ മൊബൈൽ ജെനറ്റിക് എലിമെന്റ്സ് അഥവാ ജമ്പിങ് ജീൻസ്. ഇതിന്റെ സഹായത്തോടു കൂടി ട്രാൻസ്പോസോൺ ട്രാൻസ്പോസോൺസിന്റെ ഹെൽപ്പോട് കൂടി ഈ പറഞ്ഞ നമുക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഈ പറഞ്ഞ പ്ലാന്റിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ഇനി മൂന്നാമത്തെ മെത്തേഡാണ് എഗ്രോബാക്ടീരിയം വെക്ടേഴ്സ്. അപ്പോൾ എഗ്രോബാക്ടീരിയത്തിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ഈ പ്ലാന്റിലോട്ട് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ RNA വൈറസ് അതുപോലെ തന്നെ ട്രാൻസ്പോസോൺസ് വഴി നമ്മൾ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. ഈ പറഞ്ഞ ട്രാൻസ്ലേഷൻ പ്രോസസ്സ് ഇവിടെ തടസ്സപ്പെടുന്നു, പ്രോട്ടീൻ ഉണ്ടാവുന്നില്ല. പക്ഷേ എഗ്രോബാക്ടീരിയത്തിനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനെ പറ്റിയിട്ട് ടെക്സ്റ്റ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല.
അപ്പോൾ എഗ്രോബാക്ടീരിയത്തിനെ യൂസ് ചെയ്യുമ്പോൾ ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ് നമ്മളിവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ എഗ്രോബാക്ടീരിയം ഡബിൾ സ്ട്രാൻഡഡ് DNA അല്ലേ, ഇത് എഗ്രോബാക്ടീരിയത്തിനെ യൂസ് ചെയ്തുകൊണ്ട്, എഗ്രോബാക്ടീരിയം വെക്ടേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് ഡബിൾ സ്ട്രാൻഡഡ് DNA പ്ലാന്റിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. ഈ ഡബിൾ സ്ട്രാൻഡഡ് DNA ഇവിടെ വരയ്ക്കുകയാണ്. ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ് വരച്ചിരിക്കുന്നത്. ഡബിൾ സ്ട്രാൻഡഡ് DNA, ഈ ഡബിൾ സ്ട്രാൻഡഡ് DNA പിന്നീട് അൺവൈൻഡ് ചെയ്യും. ഉണ്ടോ, ഇതുപോലെ അൺവൈൻഡ് ചെയ്യുന്നു. ഇതിൻ്റെ ബോൺസ് എല്ലാം ബ്രേക്ക് ചെയ്ത് ഇതുപോലെ അൺവൈൻഡ് ചെയ്യുന്നു. അൺവൈൻഡ് ചെയ്ത ശേഷം ഇവിടെ ഒരു സെൻസ് സ്ട്രാൻഡ് ഫോം ചെയ്യും. മറ്റൊരു കളറിൽ കാണിക്കാം, റെഡ് കളറിൽ കാണിക്കാം. ഒരു സെൻസ് സ്ട്രാൻഡ് ഫോം ചെയ്യുന്നു, അതായത് ഒരു സെൻസ് RNA ഫോം ചെയ്യുന്നു. ഇവിടെ ഒരു ആൻറ്റി സെൻസ് RNA ഫോം ചെയ്യും. അപ്പോൾ ഈ സ്ട്രാൻഡിൽ നിന്ന് ഒരു സെൻസ്, ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് സെൻസ് സ്ട്രാൻഡാണ്. ഇത് ആൻറ്റി സെൻസ് സ്ട്രാൻഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സെൻസ് RNAയും ആൻറ്റി സെൻസ് RNA ഇത് രണ്ടും സിംഗിൾ സ്ട്രാൻഡഡ് ആണ് കേട്ടോ. ഇത് സെൻസ് ആയിട്ടുള്ള സിംഗിൾ സ്ട്രാൻഡഡ് RNA ഫോം ചെയ്യുന്നു ഈ DNAയിൽ നിന്ന്. ഇത് ആൻറ്റി സെൻസ് സ്ട്രാൻഡ് ആയിട്ടുള്ള RNA ആണ്. ഇതും ഈ DNA, ഈ പർട്ടിക്കുലർ ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്ന ആ DNAയിൽ നിന്നും ഈ ആൻറ്റി സെൻസ് RNA ഫോം ചെയ്യും. പിന്നീട് ഈ സെൻസ് സ്ട്രാൻഡും ആൻറ്റി സെൻസ് സ്ട്രാൻഡും കോംപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അവർ ഒരുമിച്ച് ചേർന്ന് ആരാവും? ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNA ഫോം ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ സെൻസ് സ്ട്രാൻഡും ആൻറ്റി സ്ട്രാൻഡും കൂടെ ചേർന്ന് ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNA ഫോം ചെയ്തു. ഈ ഡബിൾ സ്ട്രാൻഡഡ് RNA ആണ് പിന്നീട് കണ്ടോ ജീൻ സൈലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എഗ്രോബാക്ടീരിയത്തിനെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ DNAയിൽ നിന്നും ഡബിൾ സ്ട്രാൻഡഡ് RNA, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഡബിൾ സ്ട്രാൻഡഡ് RNA ആണ് ശരിക്കും RNA ഇന്റർഫറൻസ് ചെയ്യുന്നത് കേട്ടോ. അതിപ്പോൾ RNA വൈറസ് ആയാലും ട്രാൻസ്പോസോൺസ് ആയാലും എഗ്രോബാക്ടീരിയ ആയാലും, അഗ്രോബാക്ടീരിയത്തിൽ നമ്മൾ ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ് കൊടുത്തെങ്കിലും അതിൽ നിന്ന് ഡബിൾ സ്ട്രാൻഡഡ് RNA ഫോം ചെയ്യുന്നുണ്ട്. അതാണ് അറ്റ് ലാസ്റ്റ് ഈ ട്രാൻസ്ലേഷൻ പ്രോസസ്സിനെ അതിനെ സൈലൻസ് ചെയ്ത് ഈ പറഞ്ഞ നിമാറ്റോഡിൽ ഉദ്ദേശിച്ച പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതോടുകൂടി പ്രോട്ടീൻ ഉണ്ടാകുന്നില്ല അല്ലേ, അതുവഴി പ്ലാന്റ് രക്ഷപ്പെടും. കാരണം ഈ പറഞ്ഞ നിമാറ്റോഡിനെ സർവൈവ് ചെയ്യാൻ സാധിക്കാതെ പോകും. അപ്പോൾ നമുക്ക് യാതൊരു പെസ്റ്റിസൈഡ്സിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ ഈ പറഞ്ഞ പെസ്റ്റിനെ എല്ലാം റെസിസ്റ്റ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആക്കുകയാണ് പ്ലാന്റിനെ. മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ആക്ടിവിറ്റി. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾ എക്സാമിന് പ്രത്യേകിച്ചും എഴുതേണ്ട പോയിന്റ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഓർക്കുന്നുണ്ടോ? Which of the above two farmlands have successfully applied the concept of biotechnology to show better yield? അല്ലേ, ഏതായിരിക്കും? നമുക്ക് ആൻസറിലേക്ക് വരാം. The farmland with nematode resistant tobacco crops show better yield. അല്ലേ, നിമാറ്റോഡിനെ റെസിസ്റ്റ് ചെയ്യുന്ന tobacco crops better yield നമുക്ക് നൽകും. കാരണം അവരുടെ പ്രൊഡക്ടിവിറ്റി ഹൈ ആയിരിക്കും. കാരണം ഈ അസുഖം അവർക്ക് ഉണ്ടാവുന്നില്ല അല്ലേ, ആ വാട്ടർ സ്ട്രെസ്സോ ന്യൂട്രിയൻ സ്ട്രെസ്സോ സ്റ്റാൻഡേർഡ് ഗ്രോത്തോ ഒന്നും അവർക്ക് ഉണ്ടാവുന്നില്ല. അവരുടെ പ്രൊഡക്ടിവിറ്റി ഹൈ ആയിരിക്കും. അപ്പോൾ ഇതിനെ തന്നെയായിരിക്കും കൂടുതൽ ഈൽഡ് നമുക്ക് നൽകുന്നത് കേട്ടോ. ഇനി സോ ഡ്യൂ ടു ദ ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജിയുടെ ഈ ആപ്ലിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഏതായിരിക്കും നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? പ്രിഫറൻസ് വിൽ ബി ഗിവൺ ടു നിമാറ്റോഡ് റെസിസ്റ്റന്റ് ടുബാക്കോ ക്രോപ്പ് അല്ലെ. നിമാറ്റോഡ് റെസിസ്റ്റന്റ് ടുബാക്കോ ക്രോപ്പിനേക്കും കൂടുതൽ പ്രിഫറൻസ് നമ്മൾ കൊടുക്കുന്നത്. ഇനി അതിന്റെ കാരണം പറയണം അല്ലെ, വൈന്ന് ചോദിച്ചിട്ടുണ്ട്. മെലോഡിഗൈൻ, ഇതാണ് ആ നിമാറ്റോഡ്, which is a plant parasitic roundworm which produces irregular galls. കണ്ടോ, ചെറിയ ചെറിയ ഇറഗുലർ ആയിട്ടുള്ള ഗോൾസ്, മുഴകൾ ഉണ്ടാക്കുന്നു on roots as a result of parasitism and reduces the yield. അല്ലെ, അതിന്റെ ഉൽപാദനം കുറയ്ക്കുന്നു. അതിന്റെ കാരണം അതിന്റെ സിംറ്റംസ് കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ പറഞ്ഞ പെസ്റ്റിന്റെ അറ്റാക്ക് മൂലം ടുബാക്കോന് ഉണ്ടാകുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്? സിംറ്റംസ് ലൈക്ക് വാട്ടർ ആൻഡ് ന്യൂട്രിയൻ സ്ട്രെസ്, യെല്ലോയിങ്, വിൽറ്റിംഗ്, സ്റ്റണ്ടിങ് അല്ലെ, മുരടിച്ചു പോകുന്നു. ആൻഡ് ഈവൻ പ്ലാന്റ് ഡെത്ത് ഒക്കേഴ്സ് അണ്ടർ സിവിയർ ഇൻഫെസ്റ്റേഷൻ. ഓക്കെ, ഇനി the process of RNA interference was adopted to prevent the infection of tobacco plants by Plasmodium incognitia. അപ്പോൾ ഈ Plasmodium incognitia ഈ പറഞ്ഞ ഇൻഫെസ്റ്റേഷൻ തടയാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണ്? RNA ഇന്റർഫറൻസ് അല്ലെ, RNAi എന്നും വിളിക്കാം അതിനെ, RNAi. The process of RNA interference involves a silencing of a specific mRNA അല്ലെ. mRNAയിൽ നിന്നാണല്ലോ പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടുള്ള ഈ mRNA ഇവിടെ സൈലൻസ് ആക്കുകയാണ്, അതിനെ ട്രാൻസ്ലേഷൻ പ്രോസസ്സിന് സമ്മതിക്കുന്നില്ല. ഡ്യൂ ടു ദ കോംപ്ലിമെന്ററി ഡബിൾ സ്ട്രാൻഡഡ് RNA അല്ലെ, മോളിക്യൂൾ ദാറ്റ് ബൈൻഡ്സ് ടു ആൻഡ് പ്രിവെന്റ് ട്രാൻസ്ലേഷൻ ഓഫ് ദ mRNA അല്ലെ. mRNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഈ ഒരു പ്രോസസ്സിനെ ഇവിടെ ഡബിൾ സ്ട്രാൻഡഡ് RNA യൂസ് ചെയ്ത് സൈലൻസ് ആക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് RNA ഇന്റർഫറൻസ് അല്ലെ. RNA ഹിയർ ഇറ്റ് ഈസ് ഇന്റർഫിയറിംഗ് വിത്ത് ദിസ് പ്രോട്ടീൻ സിന്തസിസ്. The source of this complementary RNA could be from
അപ്പോൾ ഈ അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്? ഈ പറഞ്ഞ ഡബിൾ സ്റ്റാൻഡേർഡ് RNA നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഇറ്റ് ഈസ് ഫ്രം ഇൻഫെക്ഷൻ ബൈ വൈറസസ്. കണ്ടോ, ഹാവിങ് RNA ജിനോം, RNA ജിനോമുള്ള വൈറസിന്റെ ഇൻഫെക്ഷൻ പോലെ നമുക്ക് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNA കിട്ടും. അത് ഒരു മെത്തേഡാണ്. ഓർ ട്രാൻസ്പോസോൺസ് അല്ലെ, രണ്ടാമത്തെ മെത്തേഡാണ് ട്രാൻസ്പോസോണുകൾ വഴി. അപ്പോൾ എന്താണ് ട്രാൻസ്പോസോൺസ്? വിച്ച് ആർ മൊബൈൽ ജെനറ്റിക് എലിമെന്റ്സ് ദാറ്റ് റെപ്ലിക്കേറ്റ് വയ ആൻ RNA ഇന്റർമീഡിയറ്റ്. അപ്പോൾ ട്രാൻസ്പോസോൺസ് വഴിയും അതുപോലെ തന്നെ RNA ജിനോം ക്യാരി ചെയ്യുന്ന വൈറസ് വഴിയും ഈ പറഞ്ഞ ഡബിൾ സ്റ്റാൻഡേർഡ് RNA നമുക്ക് ഈ പറഞ്ഞ നിമാറ്റോഡിലോട്ട് അല്ലെങ്കിൽ ഈ പ്ലാന്റിലോട്ട് കൊടുക്കുവാൻ സാധിക്കും. അങ്ങനെ ഈ പ്ലാന്റിനെ ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പാക്കി മാറ്റാൻ സാധിക്കും. ഇനി അടുത്ത മെത്തേഡ് എങ്ങനെയാണ്? അതാണ് എഗ്രോബാക്ടീരിയം വെക്ടേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ടുള്ളത്. അപ്പോൾ യൂസിങ് എഗ്രോബാക്ടീരിയം വെക്ടേഴ്സ്, nematode specific genes were introduced into the host plant such that it produced both sense and antisense RNA in the host cells. ഇപ്പോൾ ടെക്സ്റ്റിൽ ഇതാണ് ടെക്സ്റ്റിലെ സെന്റൻസ്. അപ്പോൾ മനസ്സിലാക്കുക, അത് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ് എഗ്രോബാക്ടീരിയം ത്രൂ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് സെൻസ് ആൻഡ് ആന്റിസെൻസ് സ്ട്രാൻഡ്സ് ഫോം ചെയ്യാണ്. സെൻസ് സ്ട്രാൻഡ്, ആന്റിസെൻസ് സ്ട്രാൻഡ്, രണ്ട് RNA സ്ട്രാൻഡുകൾ അല്ലേ. അത് കോംപ്ലിമെന്ററി ആയതുകൊണ്ട് അവർ ഒരുമിച്ച് ചേർന്നൊരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആയിട്ട് മാറും അവസാനം. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണ് ഈ പറഞ്ഞ പ്രോട്ടീൻ സിന്തസിസിനെ അല്ലെ, ഈ mRNA പ്രോട്ടീൻ ഫോം ചെയ്യുന്ന ഈ ട്രാൻസ്ലേഷൻ പ്രോസസ്സിനെ ഇന്റർഫിയർ ചെയ്ത് പ്രോട്ടീൻ സിന്തസിസിനെ തടയുന്നത്. ഓക്കെ, ദ ടു RNA ബീങ് കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ ഫോംഡ് എ ഡബിൾ സ്ട്രാൻഡേർഡ് RNA. ശ്രദ്ധിക്കുക, കണ്ടോ, അങ്ങനെ ഇതൊരു ഡബിൾ സ്ട്രാൻഡേർഡ് RNA ആയിട്ട് മാറും. ദാറ്റ് ഇനീഷ്യേറ്റഡ് RNAi, അങ്ങനെ അത് RNA ഇന്റർഫറൻസ് ചെയ്യുന്നു ആൻഡ് ദസ് സൈലൻസ് ദ സ്പെസിഫിക് mRNA ഓഫ് ദ നിമാറ്റോഡ്. അങ്ങനെ നിമാറ്റോഡിന്റെ mRNA ഇവിടെ സൈലൻസ് ആക്കും. അതായത് നിമാറ്റോഡിന് അത് ഉദ്ദേശിച്ച പ്രോട്ടീൻ ഇവിടെ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. എവിടെ? പ്ലാന്റിൽ. ഓക്കെ, ഇനി സോ ദ പാരസൈറ്റ് കനോട്ട് സർവൈവ് ഇൻ ദ ട്രാൻസ്ജെനിക് ഹോസ്റ്റ്. അപ്പോൾ ഇവിടെ ട്രാൻസ്ജെനിക് ഹോസ്റ്റ് ആരായിരിക്കും? ഇവിടുത്തെ ട്രാൻസ്ജെനിക് ഹോസ്റ്റ് അത് തന്നെ, ഇത് നിമാറ്റോഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ടുബാക്കോ പ്ലാന്റ്. നിമാറ്റോഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ടുബാക്കോ പ്ലാന്റ് ആണ് ഇവിടുത്തെ ട്രാൻസ്ജെനിക് ഹോസ്റ്റ്. കാരണം ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ജീനിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തു അല്ലെ, ഈ പറഞ്ഞ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പറഞ്ഞ പ്രോട്ടീൻ സിന്തസിസ് ഇവിടെ തടഞ്ഞത്. അപ്പോൾ ഇത് ട്രാൻസ്ജെനിക് ഹോസ്റ്റ് ആയിട്ട് മാറി. സോ പ്രിവെന്റ്സ് ദ പ്ലാന്റ്സ് ഫ്രം പെസ്റ്റ് ഇൻഫെക്ഷൻ. അങ്ങനെ നമുക്ക് പെസ്റ്റ് ഇൻഫെക്ഷൻ തടയാൻ സാധിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യണം അല്ലേ? ഇതോടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. സോ വി ആർ വൈൻഡിങ് അപ്പ് ദ സെഷൻ. സോ നമ്മൾ മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക അല്ലെ, ഈ പോയിന്റ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ബെറ്റർ ആയിട്ട് പഠിക്കുക, നന്നായിട്ട് എഴുതുക. ഡു വെൽ ആൻഡ് വെരി ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ആൻഡ് താങ്ക് യു.